യെസ്. അപ്പൊ എല്ലാവർക്കും ഒരു അടിപൊളി ഗുഡ് ഈവനിങ് മക്കളെ. അപ്പൊ നമ്മുടെ എക്സാം എടുക്കാറായില്ലേ സാറേ? ക്രിസ്മസിന്റെ എക്സാം ആയി. ചൂട് പിടിച്ചിരിക്കുകയായിരിക്കും. അതന്നെ. യെസ്. ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഇവര് ഫസ്റ്റ് ടൈം ആണ് ക്രിസ്മസിന്റെ അല്ലെ എക്സാമോട് കൂടിയാണ് ഇവര് എന്താണ് +1 എക്സാം എഴുതാൻ പോകുന്നത്. ആണോ? ഒന്ന് കൈവശം കാണിച്ച മക്കളെ. ആണല്ലോ. ഫസ്റ്റ് ടൈം അല്ലെ നിങ്ങൾ +1 എക്സാം നിങ്ങൾ എന്താണ് ഒരു ഒതന്റിക്കേറ്റഡ് എക്സാം എഴുതാൻ പോണത്? അതന്നെ. ടീച്ചേഴ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഇപ്പൊ നമുക്ക് അങ്ങനെയല്ല. നിങ്ങൾക്ക് ശരിക്കും പറയുകയാണെങ്കിൽ എന്നാൽ നിങ്ങളുടെ സ്കൂളിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പൊ നിങ്ങൾ അതനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് പഠിക്കണം. ഓക്കെ. അപ്പൊ നമുക്കിപ്പോ സെക്കൻഡ് ടൈം എക്സാം എന്ന് പറയുമ്പോൾ മൊത്തം ഇവർക്ക് 12 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്. അതിൽ നമുക്ക് സെക്കൻഡ് ടൈമിന്റെ എക്സാമിന്റെ പോർഷൻസ് ആയിട്ട് മക്കളെ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് 8 ചാപ്റ്റേഴ്സ് ആയിരിക്കും എക്സാമിന് ഉണ്ടായിരിക്കുക. എത്ര ചാപ്റ്റേഴ്സ് ആണ്? 8 ചാപ്റ്റേഴ്സ്. കേട്ടോ? ക്ലിയർ അല്ലേ? 8 ചാപ്റ്റേഴ്സ് എക്സാമിന് ഉണ്ട്. അതിൽ തന്നെ നമുക്ക് എന്താണ് ഇമ്പോർട്ടന്റ് ആയ പോർഷൻസ് ഉണ്ട്, കുറച്ച് മാർക്കിനുള്ള പോർഷൻസും ഉണ്ട്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയ പോർഷൻസ് മക്കൾ നന്നായിട്ട് പഠിക്കുക. എസ് വരുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ പ്രത്യേകം നമ്മൾ പറഞ്ഞെടുക്കും അല്ലെ? യെസ്. ഓക്കെ. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എത്ര ചാപ്റ്റർ ആണ് സാറേ? ആദ്യത്തെ ഒരു 4 ചാപ്റ്റർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഒരു 4 ചാപ്റ്റർ നമുക്ക് ഡിസ്കസ് ചെയ്യാം അല്ലെ? ഓക്കെ. അപ്പൊ കാര്യം ശ്രദ്ധിക്കുക. ഇപ്പൊ ഈ 8 ചാപ്റ്റർ നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ എക്സാമിന് ബാക്കിയുള്ള 2 ചാപ്റ്റർ നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചാൽ മതി. അതെ. 4 ചാപ്റ്റർ 12 ചാപ്റ്റർ ഉണ്ടല്ലോ. മൊത്തം 12 ചാപ്റ്ററിൽ ഇപ്പൊ 8 ചാപ്റ്റർ നമ്മുടെ എക്സാം പോർഷൻ വരുന്നുണ്ട്. ഇന്നിപ്പോ 4 വരുന്നുണ്ട്. അടുത്ത ക്ലാസ്സിലൂടെ ബാക്കി നമ്മൾ 4 കൂടെ കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ ഈ 8 ചാപ്റ്റർ ഒന്ന് മനസ്സ് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഫുൾ മാർക്ക് മേടിക്കാം. 80 മാർക്ക് സിമ്പിൾ ആയിട്ട് മേടിക്കാം. കേട്ടോ? അപ്പൊ നിങ്ങൾ ഇന്ന് മുതൽ എന്താണ് ശരിക്കും ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഇന്ന് നമ്മൾ എടുക്കുന്ന 4 ചാപ്റ്റർ നിങ്ങൾ ഇവരും ദിവസങ്ങളിൽ കൃത്യമായിട്ടിരുന്ന് പഠിക്കുക. അടുത്ത ദിവസം ലൈവ് വരുമ്പോ നെക്സ്റ്റ് 4 ചാപ്റ്റേഴ്സ് അങ്ങനെ വേണം നിങ്ങൾ കവർ ചെയ്ത് പോവാനായിട്ട്. കേട്ടോ? പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് പോർഷൻസ് നമ്മളോട് ഡിസ്കസ് ചെയ്യും. അതോടൊപ്പം അതിൽ മാക്സിമം ചോദിക്കാവുന്ന ഒരു 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നമ്മളൊരു കുറച്ച് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് മിക്കവാറും 1 വേർഡിനായിരിക്കും കുട്ടികൾക്ക് മാർക്ക് പോവാം. ഓക്കെ. അപ്പൊ 1 വേർഡ് ക്വസ്റ്റ്യൻസ് മിസ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സാറും മിസ്സും കൂടി 1 വേർഡ് ക്വസ്റ്റ്യൻസും പറഞ്ഞു തരും. അപ്പൊ നിങ്ങൾ അതനുസരിച്ച് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക. അപ്പൊ റെഡി ആണെങ്കിൽ മക്കളെ ഒന്ന് ഉഷാറായിട്ട് കൈവീശി കാണിച്ചേ. സെറ്റ് ആണെങ്കിൽ ഓക്കെ അല്ലേ? ഇനിയും വീഡിയോ ഓൺ ആക്കാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ മക്കളെ വേഗം വീഡിയോ ഓൺ ആക്കി വെക്കാം. ഓക്കെ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ചാപ്റ്റേഴ്സ് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. കേട്ടോ? ഫസ്റ്റ് ടേമിലെ സെക്കൻഡ് ടേമിലെ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ്? ഫസ്റ്റ് ടേമിലെ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ്. അതേപോലെ ട്രേഡ് എങ്ങനെയാണ്, പിന്നെ ഇതിനെല്ലാത്തിനും കളക്റ്റീവ്ലി നമ്മൾ കൊമേഴ്സ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ എന്തിനാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. സെക്കൻഡ് ചാപ്റ്റർ എന്താ ടീച്ചർ? ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. ബിസിനസിന്റെ പലതരം ഫോം, എങ്ങനെയൊക്കെ ബിസിനസ് നമുക്ക് നടത്താൻ പറ്റുന്നുള്ള ഫോംസ് ആ പഠിക്കുന്നത് സെക്കൻഡ് ചാപ്റ്റർ. മൂന്നാമത്തേത് പ്രൈവറ്റ് പബ്ലിക് ഗ്ലോബൽ എന്റർപ്രൈസസ് ആണ്. അതായത് നമുക്ക് ഒരു ബിസിനസ് തന്നെ പ്രൈവറ്റ് ആയാലും പബ്ലിക് ആയാലും അത് ഗ്ലോബൽ എന്റർപ്രൈസസ് ആകുമ്പോഴും എങ്ങനെയാണെന്നാണ് തേർഡ് ചാപ്റ്റർ പഠിക്കുന്നത്. അപ്പൊ ഈ ഫസ്റ്റത്തെ ടേം എന്ന് പറയുമ്പോൾ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് ആണ്. അപ്പൊ നിങ്ങൾ മാക്സിമം ആദ്യത്തെ 3 ചാപ്റ്റേഴ്സിന് എന്താണ് ഇപ്പൊ ചിലപ്പോൾ മാർക്ക് കുറവ് ചോദിക്കുകയുള്ളൂ. കേട്ടോ? ആദ്യത്തെ സെക്കൻഡ് ടേമിലെ പോർഷൻസിനായിരിക്കും കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ആയിട്ട് ചോദിക്കാം. ഓക്കെ. ഇനി നമുക്ക് സെക്കൻഡ് ടേമിലെ പോർഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സെക്കൻഡ് ടേമിലെ ഫസ്റ്റ് പോർഷൻ വരുന്നത് ബിസിനസ് സർവീസസ് ആണ്. അത് നമുക്ക് ഒരുപാട് നിങ്ങൾ ഓൾറെഡി ഇൻഷുറൻസ് അതങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഒരുപാട് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് ആണ്. ഇനി 5ാമത്തെ ചാപ്റ്റർ വരുമ്പോൾ എമർജിംഗ് മോഡ്സ് ഓഫ് ബിസിനസ് നല്ല സിമ്പിൾ ചാപ്റ്റർ ആണ്. അത് നമ്മളിന്ന് പഠിക്കും. കേട്ടോ? ഓക്കെ. അപ്പൊ ആ ചാപ്റ്റർ ഉണ്ട്. ഇനി 6ാമത്തെ എന്ന് പറയുമ്പോൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ബിസിനസ് ആൻഡ് ബിസിനസിന്റെ എന്താണ് റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണെന്ന് പഠിക്കും. നെക്സ്റ്റ് ആണെങ്കിൽ എന്താണ് ഫോർമേഷൻ ഓഫ് കമ്പനി പഠിക്കും. നെക്സ്റ്റ് ആണെങ്കിൽ എന്താണ് സോഴ്സ് ഓഫ് ബിസിനസ് ഫിനാൻസ് പഠിക്കും. അപ്പൊ 8 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. ഇതിൽ നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത് ആദ്യത്തെ 3 ചാപ്റ്ററും ദെൻ എമർജിംഗ് മോഡ്സ് ഓഫ് ബിസിനസ്. കാരണം 4ാമത്തെ ചാപ്റ്റർ കുറച്ച് വലുതാണ്. അപ്പൊ എല്ലാം കൂടി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഓൾറെഡി 1ാമത്തെ 2ാമത്തെ ചാപ്റ്റർ ആണെങ്കിൽ കുറച്ച് വലുതാണ്. അപ്പൊ 4ഉം കൂടി ആകുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത് ചാപ്റ്റർ ഇങ്ങനെ കട്ട് ചെയ്തിട്ടേക്കുന്നത്. കേട്ടോ? അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യത്തെ 3 ചാപ്റ്ററും അതേപോലെ 5ാമത്തെ ചാപ്റ്ററും ആണ്. അത് ക്ലിയർ ആണെങ്കിൽ കൈവിശിക്കും മക്കളെ. ഓക്കെ ആണെങ്കിൽ സെറ്റ് അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാലോ. ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് പോകുമ്പോ പിന്നെ മക്കളെ ഒരു കാര്യം എടുത്തു പറയാണ്, എന്ത് ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിലും കയ്യോടെ റൈസ് ഹാൻഡ് ചെയ്യുക, ഡിസ്കസ് ചെയ്യുക, ഡൗട്ട് ക്ലിയർ ചെയ്തിട്ട് പോവാ. ഓക്കെ. എല്ലാവരോടും കൂടെ പറയാണ്, നമ്മൾ ന്യൂലി വന്ന ക്ലാസ് ജോയിൻ ചെയ്ത് കേൾക്കുന്ന കുട്ടികളാണെങ്കിലും ശരി, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ട് നമ്മുടെ ക്ലാസ് കേട്ട പിള്ളേരാണെങ്കിലും ശരി, ഡൗട്ട്സ് വരികയാണെന്നുണ്ടെങ്കിൽ കയ്യോടെ ഹാൻഡ് റൈസ് ചെയ്യുക, ചോദിക്കുക. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര് എന്തായിരുന്നു? ബിസിനസ്, ട്രേഡ് ആൻഡ് കൊമേഴ്സ് ആണ് ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര്.
കുറച്ച് ഇതാക്കാം. യെസ്, ഓക്കെ മക്കളെ പറയുന്നത് ക്ലിയർ ആണ്. കൈ വീശി കാണിച്ച് പ്രോപ്പർ ആയിട്ട് കേൾക്കുന്നുണ്ട്. സാറിന്റെ വോയിസ് സെറ്റ് ആയിട്ട് കേൾക്കുന്നുണ്ടല്ലോ. ഓക്കെ അല്ലേ? യെസ്, ഓക്കെ. അപ്പൊ നമ്മള് ഫസ്റ്റ് ചാപ്റ്ററിൽ ബിസിനസ്, ട്രേഡ് ആൻഡ് കൊമേഴ്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് പോർഷൻസിലേക്ക് പോവാണ്. അപ്പൊ അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു പോർഷൻ ആണ് എക്കണോമിക് ആക്ടിവിറ്റിയും നോൺ എക്കണോമിക് ആക്ടിവിറ്റിയും. അപ്പൊ എന്താ എക്കണോമിക് ആക്ടിവിറ്റി സാറേ? എക്കണോമിക് എന്ന് വെച്ചാൽ എന്താ? നിങ്ങൾ ഡെയിലി ചെയ്യുന്ന എല്ലാവിധ പൈസ ആയിട്ട് ചെയ്യുന്ന എല്ലാവിധ അപ്പൊ നമ്മൾ ഏണിംഗ് മണി അല്ലെ, ഏണിംഗ് മണി ഇവിടെ കണ്ടോ, ഗ്രീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഏണിംഗ് മണി ആണെങ്കിൽ നമ്മുടെ ലക്ഷ്യം പൈസ ഉണ്ടാക്കലാണെങ്കിൽ ദാറ്റ് ഈസ് എക്കണോമിക് ആക്ടിവിറ്റി. ഇത് ഇങ്ങനെ തന്നെ ചോദിക്കണമെന്നില്ല, എക്സാമ്പിളായിട്ട് ചോദിക്കാം അല്ലെ, ചിലപ്പോൾ ക്ലാസിഫിക്കേഷൻ ചോദിക്കാം. അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ട് എക്സാമ്പിൾസ് പഠിച്ചു വെക്കാം. എന്തൊക്കെ ഏണിംഗ് മണി കിട്ടാറുള്ള എക്സാമ്പിൾസ് സാറെന്ന് പറഞ്ഞു നോക്കിയേ. അതെ, നമ്മളിപ്പോ ഞങ്ങൾ ചെയ്യുന്ന പരിപാടി എന്താ? അത് ഏണിംഗ് മണിക്കല്ലേ? അപ്പൊ എന്താണ്? അതൊരു എക്കണോമിക് ആക്ടിവിറ്റിയാണ്. പിന്നെ ഷോർട്ട് സാലറി ചെയ്യുന്നില്ലേ, അത് എക്കണോമിക് ആക്ടിവിറ്റി. കാരണം സാലറി വേണ്ടേ, അത് എക്കണോമിക് ആക്ടിവിറ്റിയാണ്. പിന്നെ ഒരു മാനേജർ വർക്ക് ചെയ്യുക, ഒരു അക്കൗണ്ടന്റ് വർക്ക് ചെയ്യുക, ഒരു ഗവൺമെന്റ് എംപ്ലോയി വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുക, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ എക്കണോമിക് ആക്ടിവിറ്റി. അപ്പൊ നിങ്ങൾ നെക്സ്റ്റ് നോക്കാം, ഒബ്ജക്റ്റീവ് ഈസ് ഏണിംഗ് മണി ആണെങ്കിൽ ദാറ്റ് ഈസ് എക്കണോമിക് ആക്ടിവിറ്റി ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഇനി നോൺ എക്കണോമിക് ആക്ടിവിറ്റി വരാം. എന്താ നോൺ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുമ്പോ? സാറ്റിസ്ഫാക്ഷന് വേണ്ടിട്ട് ഞങ്ങൾ ശമ്പളം ഒന്നും വാങ്ങിക്കാണ്ട് നിങ്ങളെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുകയാണെങ്കിൽ. ഇപ്പൊ നമ്മുടെ സാറൻ എല്ലാ ദിവസവും പോയി അമ്പലത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കുകയാണ് അല്ലെ, പോവാറില്ല, പോവാറില്ല അല്ലെ, ഇപ്പൊ മാലത്തോട് പോവാറുണ്ട്. അപ്പൊ എന്താണ്, അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വെറുതെ പാട്ട് പാടാൻ, ഡാൻസ് കളിക്കുകയാണ്. ഇനി നമ്മുടെ ഷോൺ സാർ ചിലപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കി നമുക്ക് കൊടുക്കും. അതൊക്കെ എന്താണ്? അതൊക്കെ നോൺ എക്കണോമിക് ആക്ടിവിറ്റിയാണ്. മനസ്സിലായില്ല? അപ്പൊ നമ്മൾ അമ്മമാരെ കുക്ക് ചെയ്ത് തരാം, അല്ലെങ്കിൽ നമ്മൾ ഗെയിം കളിക്കുക, ഡാൻസ് കളിക്കുക, പാട്ട് പാടുക, അമ്പലത്തിൽ പോവാ, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ നോൺ എക്കണോമിക് ആക്ടിവിറ്റി ആണ്. അത് നമുക്ക് എന്താ കിട്ടുക? സാറ്റിസ്ഫാക്ഷൻ ആണ് കിട്ടുക അല്ലെ. നമുക്ക് അതിന് പ്രത്യേകിച്ച് ഒരു പൈസ കിട്ടൂല, പക്ഷെ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടും, ഹാപ്പി ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എക്കണോമിക് ആക്ടിവിറ്റിയും കിട്ടി, നോൺ എക്കണോമിക് ആക്ടിവിറ്റി കിട്ടി. ഉറപ്പായിട്ടും ഇത് ക്ലാസിഫൈ ചെയ്യാനായിട്ട് ചോദിക്കും, അല്ലെങ്കിൽ വൺ വേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെക്കാം. സെറ്റ് അല്ലേ? എക്കണോമിക് എന്നുള്ള ആ വാക്കിൽ തന്നെ ഉണ്ട് എക്കണോമിക് ടു മണിയാണ്. നോൺ എക്കണോമിക് എന്ന് പറയുമ്പോൾ ഇനി നിങ്ങൾ എവിടെ എക്കണോമിക് എന്ന് കേട്ടാലും നിങ്ങൾ ആലോചിക്കണം അവിടെ മണി ഉണ്ടായിരിക്കും അല്ലെ. ബിസിനസ്സിൽ ഒരുപാട് എക്കണോമിക് എന്നുള്ള വാക്ക് നിങ്ങൾ കേൾക്കും, അവിടെയൊക്കെ നിങ്ങൾ ആലോചിക്കേണ്ടത് ഫീച്ചറിൽ കേൾക്കാം, അഡ്വാൻറ്റേജസ് കേൾക്കാം. അപ്പൊ നിങ്ങൾ ആലോചിക്കാം എക്കണോമിക് എന്താണ്? പൈസ ഉണ്ടാക്കുന്ന പരിപാടിയാണ്, അങ്ങനെ ആലോചിക്കണം. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? യെസ്. അപ്പൊ നമുക്ക് അടുത്തിലേക്ക് പോകാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ് ആണ് ബിസിനസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയി. സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെയൊക്കെ സ്വഭാവം തന്നെ ഡിഫറെന്റ് അല്ലേ? എന്ന് പറഞ്ഞ പോലെ ബിസിനസിന്റെ സ്വഭാവങ്ങളുണ്ട്. എന്തൊക്കെ സ്വഭാവങ്ങൾ? ഒന്നാമത്തെ പറയാണ് നമ്മൾ ഓൾറെഡി പഠിച്ച പോയിന്റ് ആണ് അല്ലെ. എക്കണോമിക് ആക്ടിവിറ്റിയാണ്. കാരണം ലാഭം ഉണ്ടാക്കാൻ വേണ്ടി, പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയല്ലേ. ബിസിനസ്മാൻ പൈസ വേണ്ടേ, അപ്പൊ ഇതൊരു എക്കണോമിക് ആക്ടിവിറ്റി ആണ്. രണ്ടാമത്തെ എന്താണ്? ബിസിനസ്സിൽ എന്തുണ്ട്? പ്രൊഡക്ഷൻ ആൻഡ് പ്രൊക്യൂർമെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സ് നമ്മൾ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ എവിടെ നിന്നും കൊണ്ടുവരുന്നു, എന്നിട്ട് കസ്റ്റമേഴ്സിന് വിൽക്കുന്നു. അപ്പൊ അവിടെ ഗുഡ്സിന്റെ ഡീലിംഗ് ഉണ്ടെന്ന് മനസ്സിലായി. ഇനി അടുത്ത പോയിന്റ് എന്തായിരുന്നു? നെക്സ്റ്റ് സെയിൽ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സ് നമ്മൾ കൈ വെച്ചാൽ മതിയോ? ചെയ്യണം, കസ്റ്റമേഴ്സിന് വിൽക്കണ്ടേ. അപ്പൊ എന്തുണ്ട് അവിടെ? സെയിൽ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഉണ്ട്. ഇനി ഇതൊക്കെ നമ്മൾ എങ്ങനെ ചെയ്യുന്നത് മാത്രം ചെയ്താൽ മതിയോ മക്കളെ? ബിസിനസ് ആകുമ്പോ എല്ലാ ദിവസവും ചെയ്യണം, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം അല്ലെ. അപ്പൊ ബിസിനസ് ആകുമ്പോൾ എന്താണ്? അതിനൊരു റെഗുലാരിറ്റി ഉണ്ട്. അപ്പൊ സാർ ഇതിന് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഞാൻ പറയട്ടെ, ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാനൊരു കാർ വാങ്ങിച്ചു. ഞാനൊരു കാർ വാങ്ങിച്ചിട്ട് ആ കാർ ഞാൻ ഒരു 1 ഇയർ കഴിഞ്ഞപ്പോ നമ്മുടെ സാറിന് വിറ്റു. വിറ്റേക്കുന്നത് 1 lakh rupees പ്രോഫിറ്റിനാണ്. ഞാൻ വാങ്ങിച്ചതിനേക്കാളും 1 lakh rupees പ്രോഫിറ്റ് അതാണ് ഞാൻ വിറ്റു. അങ്ങനെ വിറ്റിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നത് ഒരു എന്താണ് ബിസിനസ് ആണോ മക്കളെ? ആണോ? യെസ്. ആർക്ക് ആൻസർ പറയാൻ പറ്റിയ? ഞാനൊരു കാർ വാങ്ങിച്ചു, 1 വർഷം കഴിഞ്ഞപ്പോ വിറ്റത് ഞാൻ പ്രോഫിറ്റിനാണ്, 1 lakh പ്രോഫിറ്റിനാണ്. അങ്ങനെയാണെങ്കിൽ അത് ബിസിനസ് ആയിരിക്കോ? യെസ്. അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാട്ടോ. 3 പേർക്ക് ആൻസർ ചെയ്താ പറയാം, 4 പേർക്ക് അറിയാം. സാർ വിളിച്ചോ. ഫാത്തിമ പറ. അത് ബിസിനസ് അല്ല, അത് മിസ് പൈസ ഉണ്ടാക്കാൻ വേണ്ടി വിറ്റതല്ലേ അല്ലെ. അത് റെഗുലർ ബേസിസിലല്ല അല്ലെ. റെഗുലാരിറ്റി ഉള്ള എന്തുമേ ബിസിനസ് ആകുള്ളൂ മക്കളെ. ഞാനൊരു കാർ വാങ്ങിച്ച് ഇന്ന് വിറ്റ് അത് ബിസിനസ് ആകൂല, അത് എനിക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി പരിപാടിയല്ലേ. അപ്പൊ അത് റെഗുലർ ആയിട്ടുള്ള ആക്ടിവിറ്റി ആണെങ്കിൽ മാത്രമേ ബിസിനസ് ആകുള്ളൂ. സോ അത് ബിസിനസ് അല്ല. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത്, ശ്രദ്ധിക്കുക. അപ്പൊ ബിസിനസ് ആകുമ്പോൾ അതിന് എക്കണോമിക് ആക്ടിവിറ്റി ആയിരിക്കണം, ഗുഡ്സ് ആൻഡ് സർവീസസ് ഡീൽ ചെയ്യണം, അത് വിൽക്കണം, ഇതൊക്കെ റെഗുലർ ആയിരിക്കണം. അത് എന്ത് കിട്ടണം സാറേ? പ്രോഫിറ്റ് കിട്ടണം. പിന്നെ റിസ്ക് ഉണ്ടായിരിക്കും. അതുപോലെ എന്താണ്? റിട്ടേൺ എന്ന് പറയുമ്പോൾ അൺസർട്ടനിറ്റി ആണ് അല്ലെ. അതായത് നമുക്ക് ചിലപ്പോൾ ലാഭം കിട്ടാം, കിട്ടാണ്ടിരിക്കും. അപ്പൊ അൺസർട്ടനിറ്റി ആണ്, പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെയാണ് ബിസിനസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇതെല്ലാം പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഏകദേശം 5 പോയിന്റ്
ഓർത്തിരിക്കുക. കാരണം 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് മാക്സിമം ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പൊ നിങ്ങൾ ഒരു 5 പോയിന്റ് എന്തായാലും ഇത് പഠിച്ചു വെച്ചിട്ടേ പറ്റുള്ളൂ. പൈസയുടെ കാര്യമുണ്ട്, എക്കണോമിക് ആണ്, പ്രൊഡക്ഷനും പ്രൊക്യൂർമെന്റും ഉണ്ട്, സെയിലിന്റെ സർവീസ് വരുന്നുണ്ട്, റെഗുലർ ആണ്, ഇതൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് ട്രെയിൻ പോലിങ്ങനെ പോരും. ഓക്കെ, ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ തന്നെ കുറച്ചും കൂടി എന്താണ് 3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്കിന് ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ബിസിനസ്, പ്രൊഫഷൻ, എംപ്ലോയ്മെന്റ്, അതിന്റെ കമ്പാരിസൺ. ഈ ഒരു ടേബിൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ബിസിനസ് എഴുതാം, അല്ലെ, എന്താണ് പ്രൊഫഷൻ എഴുതാം, എന്താണ് എംപ്ലോയ്മെന്റ് എഴുതാം. ഇത് നിങ്ങൾക്ക് വൺ വേർഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ടും ഈ കാണുന്ന പോർഷൻസ് എന്തായാലും ബിസിനസ്, പ്രൊഫഷൻ, എംപ്ലോയ്മെന്റ് പഠിച്ചു വെക്കാം. അതേപോലെ നിങ്ങളുടെ ടെക്സ്റ്റിൽ കാണുന്ന എല്ലാ ഡിഫറൻസുകളുടെ ടേബിൾ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഇൻഡിവിജ്വൽ എക്സ്പ്ലനേഷൻസ് എഴുതാനും നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമായിരിക്കും. പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ചെയ്താലും ആൻസർ ചെയ്യാനും കുറച്ചും കൂടി എളുപ്പമായിരിക്കും, അല്ലെ. അപ്പൊ നമുക്ക് ഇനി ഇതിലേക്ക് പോകാലോ. ബിസിനസ്, പ്രൊഫഷൻ, എംപ്ലോയ്മെന്റ് ആണ് അടുത്ത ടോപ്പിക് വരുന്നത്. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. നമ്മൾ പറയുന്ന ടോപ്പിക് നിങ്ങൾ നിങ്ങളുടെ മെറ്റീരിയൽ അടയാളപ്പെടുത്തി പോകണം, അല്ലെങ്കിൽ ലാസ്റ്റ് നിങ്ങൾ ആകെ പോകാം കൂട്ടാ. ഏതൊക്കെ മിസ് പറഞ്ഞു, ഏതൊക്കെ സാറ് പറഞ്ഞു, ആകെ പോകാം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാ, പുകയ്ക്കാൻ നിൽക്കാണ്ട് ഇപ്പൊ തന്നെ കറക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്ത് പോകാം. സെറ്റ് അല്ലേ മക്കളെ? ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ നോക്കാം. ബിസിനസ്സും പ്രൊഫഷനും എംപ്ലോയ്മെന്റും പറയുമ്പോൾ ഫസ്റ്റ് ബിസിനസ് പറയാലോ സാറേ. ഓക്കെ, ബിസിനസ് എന്ന് പറയുമ്പോൾ അത് ആരുടെ ഡിസിഷൻ ആയിരിക്കണം? ബിസിനസ് മാൻ ഡിസിഷൻ ആണ്, അല്ലെ. ഞാനൊരു ഡിസിഷൻ എടുത്താലേ ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ ലീഗൽ ഫോർമാലിറ്റീസ് ഒക്കെ കുറച്ചുണ്ട്. പക്ഷെ ബേസിക്കലി അതൊരു ബിസിനസ് മാന്റെ ഡിസിഷൻ വഴിയാണ് എന്തുണ്ടാകുക, ഒരു ബിസിനസ് ഉണ്ടാകാം. ഇനി പ്രൊഫഷൻ ആണെങ്കിലോ അവിടെ ഒരു പ്രൊഫഷണൽ ബോഡി വേണം, അല്ലെ. അവിടെ നമ്മൾ എവിടെയെങ്കിലും പോയി ഇന്ന് പഠിച്ചിട്ടുണ്ടാവണം. ഇപ്പൊ ഞാൻ ഒരു കമ്പനിയിലെ മാനേജറായിട്ട് കയറണമെങ്കിൽ എനിക്ക് ഒരു MBA ക്വാളിഫിക്കേഷൻ എങ്കിലും മിനിമം വേണ്ടേ? വേണം. ഞാൻ ഒരു പ്രൊഫഷണൽ അതോറിറ്റി ആയിട്ട് ബേസ്ഡ് ആയിരിക്കണം. അതുപോലെ പ്രൊഫഷണൽ ബോഡിയിൽ ഞാൻ മെമ്പർഷിപ്പ് എടുക്കണം. ഇനി ഏതൊക്കെയാണ് പ്രൊഫഷൻ എന്നൊരു എക്സാമ്പിൾ പറഞ്ഞു നോക്കാൻ സാർ നമുക്ക്. ഡോക്ടേഴ്സ്, അതുപോലെ ലോയേഴ്സ്, ചാർട്ടേഡ് അക്കൗണ്ട്സ്, ഇവരൊക്കെ ആരാണ്? എഞ്ചിനീയേഴ്സ് ഒക്കെ പ്രൊഫഷനാണ്. അപ്പൊ ഒരു പ്രൊഫഷണൽ ബോഡിയിൽ മെമ്പർഷിപ്പ് എടുത്തിട്ട് ആ ഒരു ക്വാളിഫിക്കേഷൻ ഒക്കെ ആക്സസ് ചെയ്തിട്ട് വരുന്ന ആളാണ് പ്രൊഫഷനിൽ വരുന്ന ആള്. ടീച്ചിങ് ഒരു പ്രൊഫഷനാണ്, ശരിയാണ്. ഇനി അടുത്ത് എന്താണ്? എംപ്ലോയ്മെന്റ്. ട്ടാ, എന്താ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്? നമ്മൾ ഒരാളുടെ കീഴിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ, അല്ലെ, ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്യാണ്. അപ്പൊ എന്താണ്? അത് എംപ്ലോയ്മെന്റ് ആണ്. ക്ലിയർ ആയില്ലേ? മക്കളൊരു കാര്യം ശ്രദ്ധിക്കുക. പ്രൊഫഷനിൽ ഇരിക്കുന്ന വ്യക്തിക്ക് എംപ്ലോയ്മെന്റിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ചോദിക്കും, അല്ലെ. ഫോർ എക്സാമ്പിൾ പ്രാക്ടീസും ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഡോക്ടർ ഞാൻ പറഞ്ഞ പ്രൊഫഷനാണ്. ഈ ഡോക്ടർ തന്നെ ഒരു ക്ലിനിക്കിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്താണ്? ഒരു ക്ലിനിക്ക് ഇട്ട് അയാൾ സ്വന്തമായിട്ട് നോക്കുകയാണെങ്കിൽ എന്താണ്? പ്രൊഫഷൻ. ഇനി ഈ ഡോക്ടർ തന്നെ ഒരു വേറെ ഏതോ ഹോസ്പിറ്റലിൽ പോയിട്ട് അടുത്ത് എന്താണ്? ഒരു ഫിസിഷ്യനായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിലോ അതെന്താണ്? എംപ്ലോയ്മെന്റ് ആണ്. അപ്പൊ നിങ്ങൾ നോക്കാം, നിങ്ങൾ ചെയ്യുന്ന എക്കണോമിക് ആക്ടിവിറ്റി, ഇതിന് 3 പറഞ്ഞ എക്കണോമിക് ആക്ടിവിറ്റി എന്നാണ്. ഈ 3 എക്കണോമിക് ആക്ടിവിറ്റിക്ക് എന്താണ് നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നത്, അതനുസരിച്ച് വേണം നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ഇതിന്റെ കാറ്റഗറിയിലേക്ക് കൊണ്ടുപോകാൻ. അപ്പൊ നോക്കാം, ബിസിനസ് ഉണ്ട്, പ്രൊഫഷൻ ഉണ്ട്, എംപ്ലോയ്മെന്റ് ഉണ്ട്. ബിസിനസ് ഈസ് ബിസിനസ് മാൻ ഡിസിഷൻ ആണ്. പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ പ്രൊഫഷണൽ ബോഡിയിൽ മെമ്പർഷിപ്പ് വേണം. സർവീസ് എന്ന് പറയുമ്പോൾ എംപ്ലോയറും എംപ്ലോയിയും തമ്മിലൊരു സർവീസ് എഗ്രിമെന്റ് വേണം. എന്നാലും നമുക്കത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ബിസിനസിന്റെ മോട്ടീവ് എന്താണ് സാറേ? പറയരുത്. ബിസിനസിന്റെ മോട്ടീവ് പ്രോഫിറ്റ് മാത്രമാണ്. ഇനി പ്രൊഫഷന്റെ മോട്ടീവ് എന്താ? എന്താ പ്രൊഫഷന്റെ മോട്ടീവ്? സർവീസ് ആണ് കേട്ടോ. സർവീസ് ആണ് പ്രൊഫഷന്റെ അതന്നെ, പേഷ്യൻസ് ഒക്കെ ഡോക്ടർ ആവണം. അപ്പൊ സർവീസ് ആണ് എന്താ ലക്ഷ്യം. നെക്സ്റ്റ് എംപ്ലോയ്മെന്റ് ആണെങ്കിൽ എന്താണ്? നമ്മൾ എന്ത് ജോലിക്ക് വേണേ ഇൻകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ ലക്ഷ്യം എന്താണ്? വരുമാനം ഉണ്ടാക്കാം, ഇൻകാണ്. ഇനി റിസ്ക്, എവിടെ റിസ്ക് കൂടുതൽ? ആരെ കുറച്ചും കൂടി റിസ്ക് എടുക്കുക? ബിസിനസ് മാൻ ആയിരിക്കും ഭയങ്കര റിസ്ക് എടുക്കുക. കാരണം അയാൾ റിസ്ക് എടുത്തിട്ട് ഭാവിയിലേക്ക് ആ ബിസിനസ് ചെയ്യുന്നത്, എല്ലാ സമ്പാദ്യവും കൊണ്ടാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഫ്യൂച്ചറിൽ റിട്ടേൺ കിട്ടത്തുള്ളൂ, അല്ലെ. അപ്പൊ റിസ്ക് ഉണ്ട്. പക്ഷെ പ്രൊഫഷൻ ആകുമ്പോൾ എങ്ങനെയാണ്? അയാൾ പഠിച്ച് അയാൾക്ക് അതിന്റെ എല്ലാ കാര്യങ്ങളും അറിയാം, അല്ലെ. കുറച്ച് റിസ്ക് ഒക്കെ ഉണ്ടായിരിക്കും. പിന്നെ ഓപ്പറേഷൻ ഒക്കെ റിസ്ക് ഉണ്ടായിരിക്കും. ഡോക്ടറൊക്കെ ആണെങ്കിൽ അതല്ലേ. അപ്പൊ ചെറിയ റിസ്ക് ഉണ്ട്, പക്ഷെ റിസ്ക് കുറവാണ്. മറ്റേ ബിസിനസ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ പ്രൊഫഷന് കുറച്ച് റിസ്ക് കുറവായിരിക്കും. ഇനി നെക്സ്റ്റ് എംപ്ലോയ്മെന്റ് ആണെങ്കിൽ ഇപ്പൊ ഷോൺ സാറിനൊക്കെ ജോലിക്ക് എഴുതിയിട്ട് നമ്മുടെ വിനിമോട് ചെറുക്കാൻ റിസ്ക്, അല്ലെ. ഷോൺ സാറിന് വല്ല റിസ്ക് ഉണ്ട് ഇവിടെ? ഒരു റിസ്കും ഇല്ല, അല്ലെ. അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ എംപ്ലോയ്മെന്റ് റിസ്ക് ഇല്ല. ക്ലിയർ അല്ലേ മക്കളെ? ഷോൺ സാർ ഇവിടെ കാറ്റുകൊള്ളല്ലേ, ഞങ്ങൾ ഫാൻ ഓഫ് കേൾക്കുന്നത് വേറെ കാര്യം. അപ്പൊ നോക്കി, എംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്തില്ല? റിസ്ക് ഇല്ല. സെറ്റ് അല്ലേ? മോട്ടീവ് നോക്കാം. ബിസിനസ്സിൽ പ്രോഫിറ്റ് ആണ്, പ്രൊഫഷണലി സർവീസ് ആണ്, എംപ്ലോയ്മെന്റിൽ ഇൻകം. ഇത് കിട്ടിയില്ലേ? മോട്ടീവ് കിട്ടിയില്ലേ? ഇനി റിസ്ക് പറഞ്ഞു. റിസ്ക് എന്ന് പറയുമ്പോൾ ബിസിനസ്സിൽ റിസ്ക് കൂടുതലാണ്, പ്രൊഫഷണൽ കുറച്ച് റിസ്ക് ഉണ്ട്, എംപ്ലോയ്മെന്റിൽ ഷോൺ സാർ റിസ്ക് ഇല്ല. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് ക്യാപിറ്റൽ. എവിടെയാ കൂടുതൽ ക്യാപിറ്റൽ വേണ്ടത്? ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ഒരുപാട് എമൗണ്ട് വേണം, അല്ലെ. ബിസിനസ്സിന് ഹ്യൂജ് ക്യാപിറ്റൽ ആവശ്യമാണ്. പ്രൊഫഷൻ ആണെങ്കിലോ അത്രയധികം വേണ്ട. അല്ലെങ്കിൽ ജസ്റ്റ് ഇപ്പൊ സി ആണെങ്കിലും ഓഫീസിലാണ് ചെലവ്, എഞ്ചിനീയർ ആണെങ്കിലും അയാൾക്ക് ജസ്റ്റ് ഒരു ഓഫീസ് മതി, അല്ലെ. അപ്പൊ ഒരു
ചെറിയ എമൗണ്ട് മതി. ഇനി സർവീസ് ആണെങ്കിലും നമ്മൾ ജോലിക്ക് പോയി ജോലി ചെയ്താൽ പോലെ നമുക്ക് വരെ ചെലവുണ്ടാവട്ടെ ആവശ്യം അവിടെ വരുന്നില്ല. ഇനി അടുത്ത റിവാർഡ്, അത് ബേസിക് ആയിട്ട് പഠിച്ചു വെക്കുക. 1 വേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചു നോക്കട്ടെ മക്കളെ, തിരിച്ചു കിട്ടാം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം മോട്ടീവും റിവാർഡും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. അത് പല കുട്ടികളും തെറ്റിക്കാറുണ്ട് കേട്ടോ. ശ്രദ്ധിക്കുക, ബിസിനസിന്റെ മോട്ടീവും റിവാർഡും സെയിം ആണ്, പ്രോഫിറ്റ് ആണ് അല്ലെ. പക്ഷെ പ്രൊഫഷന്റെ എന്താണ്? പ്രൊഫഷന്റെ റിവാർഡ്, പ്രൊഫഷൻ എന്താ കൊടുക്കുക? ഡോക്ടർക്ക് ഫീസ് ആണ് അല്ലെ. അപ്പൊ ലോയർക്കും ഡോക്ടർക്കൊക്കെ എന്താ? ഫീസ് ആണ്. അപ്പൊ പ്രൊഫഷന്റെ റിവാർഡ് എന്ന് പറയുന്നത് ഫീസ് ആണെങ്കിൽ നമ്മളുടെ എന്താണ്? എംപ്ലോയ്മെന്റ് റിവാർഡ് എന്ന മക്കളെ സാലറി അല്ലെങ്കിൽ വേജ് ആണ്. ക്ലിയർ ആയില്ലേ? അപ്പൊ നിങ്ങൾ ഒരുപാട് ഡിഫറൻസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടെങ്കിലും ഇത് ബേസിക് ഡിഫറൻസ് ആണ്. ഇത് നിങ്ങൾ ഷുവർ ആയിട്ട് പഠിക്കണം. സെറ്റ് ആണല്ലോ? ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് ബേസ് ഒരുപാട് ക്വസ്റ്റ്യൻസ് 1 വേർഡ് ചോദിക്കാറുണ്ട്. ആരും മാറ്റി മറിച്ചും എഴുതി വെക്കരുത്. സെറ്റായില്ലേ മക്കളെ? ഓക്കെയാണോ? ഓക്കെ അല്ലേ? ജസ്റ്റ് ഒന്ന് ഓർക്കുക, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് 2-3 പ്രാവശ്യം വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന സാധനങ്ങൾ വലിയ ആനക്കാര്യമൊന്നും അല്ല. ഇനി നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് ചിലപ്പോ എന്താണ് ബിസിനസ്, അപ്പൊ നിങ്ങൾ ഇത് മാസ്റ്റർ ചെയ്തിട്ട് ഫീച്ചറൊക്കെ ആയിട്ട് ഇങ്ങനെ എഴുതി വെക്കാം. നേരത്തെ പിടിച്ച് വലിച്ചു വരെ എഴുതാം. ക്ലിയർ ആയില്ലേ? ബിസിനസ് ഈസ് ബേസ്ഡ് ഓൺ എ ഡിസിഷൻ ഓഫ് എ ബിസിനസ്മാൻ ആൻഡ് ലീഗൽ ഫോർമാലിറ്റീസ്. ഇറ്റ് ഈസ് ബേസിക് മോട്ടീവ് ഈസ് പ്രോഫിറ്റ് ആൻഡ് ഇറ്റ്സ് ഓൾവേസ് കൺസേൺഡ് വിത്ത് റിസ്ക്. ഹ്യൂജ് ക്യാപിറ്റൽ ആൻഡ് ദ റിവാർഡ് വിൽ ബി പ്രോഫിറ്റ്. കാരണം ഒരു വലിയൊരു സെന്റൻസ് ആയില്ലേ ഇപ്പൊ തന്നെ. അതേപോലെ നിങ്ങൾ ആന്റി ഇന്നൊക്കെ ചേർത്ത് നിങ്ങളുടെ കലാവാസം അനുസരിച്ച് പിന്നെ അങ്ങോട്ട് വലുതാക്കി വെക്കാം. ഡൗട്ട് ഉണ്ടല്ലോ? ലിയാനെ ബുക്ക് ഇപ്പൊ തോന്നാൻ ചോദിക്കും ഏത് ചാപ്റ്റർ ആണ്? ലിയോനെ പറ, ചോദിച്ചോ? പറ, ചാപ്റ്റർ ചോദിച്ചത് സാർ അത് ഇറക്കി വിട്. എനിക്കത് പറയാം. എടാ ഫസ്റ്റ് ചാപ്റ്റർ നീ എവിടെയായിരുന്നു തുടക്കം പറഞ്ഞപ്പോ? എന്താണ് എക്സാം നിനക്കറിയോടാ? ബിസിനസിന്റെ എക്സാം അങ്ങനെ നീ മാറി എക്കണോമിക്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ എന്താണ് മറ്റന്നാൾ? എന്താണ് എക്സാം? ബിസിനസിന്റെ എക്സാം എന്താണ്? സാറെ വിളിച്ചേ, എന്താണ് ബിസിനസിന്റെ എക്സാം? മറ്റന്നാളൊക്കെ പറയുന്നുണ്ടേ. ലൈവ് പറഞ്ഞ പതിനാളുകളൊക്കെ ഉണ്ട് സാറേ. മറ്റന്നാൾ പറയുമ്പോ ലൈവ് കഴിഞ്ഞല്ലോ. എന്താണ് ബിസിനസിന്റെ എക്സാം? ഐശ്വര്യ അൺമ്യൂട്ട് ചെയ്യാ. എന്നാണ് എക്സാം? ഐശ്വര്യ തിരിഞ്ഞു നോക്കിയാണ്. മിസ് അമ്മ ഓർമ്മയുണ്ടോ? 19th എക്സാം. എടാ മറ്റന്നാളൊന്നല്ല, 19th എക്സാം കേട്ടാ. 17th. അപ്പൊ ശരിക്കും പറഞ്ഞാൽ വെനസ്ഡേ ആയിട്ട് വരും അല്ലെ മക്കളെ? ആണ് വീക്ഷിക്കാന്ന് വെനസ്ഡേ എക്സാം വരാം. ഓക്കെ, വെനസ്ഡേ ആണ്. മറ്റന്നാൾ എന്നൊക്കെ പറഞ്ഞു തെറ്റിച്ചാൽ ഇപ്പൊ തന്നെ. യെസ്, ഓക്കെ. അപ്പൊ ബിസിനസ്, പ്രൊഫഷൻ, എംപ്ലോയ്മെന്റ് നമ്മൾ ഡിഫറൻസ് പഠിച്ചു. ഇനി പഠിക്കാൻ പോകുന്നത് നമ്മുടെ ബിസിനസിന്റെ ഒബ്ജക്റ്റീവ്സിനെ കുറിച്ചാണ് മക്കളെ. ഈ ചാപ്റ്റർ ബേസ്ഡ് ഓൺ ബിസിനസ് ആണ്. അപ്പൊ ബിസിനസിന്റെ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ബിസിനസിന് എന്താ ബിസിനസിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്? നിങ്ങൾ മറന്നു പോയിട്ട് ബിസിനസിന്റെ പ്രൈമറി ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഉണ്ടാക്കലാണ്. പക്ഷെ അത് കൂടാതെ ബിസിനസിന് കുറച്ച് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അതാണ് ഈ ഒബ്ജക്റ്റീവ്സ്. നിങ്ങൾ ഒരു 5 എണ്ണെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാനോടൊക്കെ പഠിക്കണം. ഫസ്റ്റ് ആണ് എന്ത്? മാർക്കറ്റ് സ്റ്റാൻഡിംഗ്. അതെന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ബിസിനസ് ആകുമ്പോൾ നമ്മുടെ മാർക്കറ്റിൽ കസ്റ്റമേഴ്സിന്റെ ഇടയിൽ വേണം, അത്രേ ഉള്ളൂ. ഇനി എന്താ ഇന്നോവേഷൻ? ബിസിനസ് ആകുമ്പോൾ എന്ത് വേണം? നമുക്ക് പുതിയ പ്രൊഡക്റ്റ് കൊണ്ടുവരാം, പുതിയ ടെക്നിക്ക് കൊണ്ടുവരാം. ശരിക്കും പത്തിരൂടെ പിന്നെ 50 വെക്കുകയാണെങ്കിലും വെറുതെ മണ്ണാക്കില്ലേ സാറേ? അത് തന്നെ സംഭവം. അപ്പൊ ഇന്നോവേഷൻ കൊണ്ടുവന്നു. നെക്സ്റ്റ് എന്താണ്? പ്രൊഡക്ടിവിറ്റി. പ്രൊഡക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ടാക്കണം. ബിസിനസ് ആകുമ്പോൾ കുറച്ചുണ്ടാക്കിയാൽ പോരാ, കുറെ ഉണ്ടാക്കി വിൽക്കണ്ടേ? അപ്പൊ അവിടെ പ്രൊഡക്ടിവിറ്റി വേണം. നെക്സ്റ്റ് എന്താണ്? ബിസിനസ് ആകുമ്പോൾ നമുക്ക് കുറെ ഫിസിക്കലായിട്ടും ഫിനാൻഷ്യലായിട്ടും പൈസ വേണ്ട, അത്ര മെറ്റീരിയൽസ് വേണ്ട, മെഷീനറി വേണ്ടേ? അപ്പൊ ഫിസിക്കലായിട്ടും ഫിനാൻഷ്യലായിട്ടും അതൊക്കെ കൊണ്ടുവന്ന് അറേഞ്ച് ചെയ്ത് അസംബിൾ ചെയ്ത് വെക്കാം. ഇനി നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ബിസിനസ് ആകുമ്പോൾ പ്രോഫിറ്റ് ആണ് നമ്മുടെ ലക്ഷ്യം. ഇനി ലാസ്റ്റ് പറയുകയാണെങ്കിൽ ഒരു ബിസിനസ് മാൻ എന്ത് വേണം? അതായത് നമ്മൾ ബിസിനസ് സമൂഹത്തിനോട് കുറെ ഉത്തരവാദിത്തങ്ങൾ കാണിക്കണം അല്ലെ? നമ്മൾ നല്ല പ്രൊഡക്റ്റ് കൊടുക്കുക, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കൊടുക്കുക, അവരെ നമ്മളൊന്ന് കെയർ ചെയ്ത് കൊണ്ടുപോകുക. അപ്പൊ സൊസൈറ്റിയോട് നമ്മൾ ഡെവലപ്മെന്റിന് വേണ്ടി ശ്രമിക്കുക. അതിനെ എന്ത് പറയാ? സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയാം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ നമ്മള് ഫസ്റ്റ് ചാപ്റ്ററിലെ ഒബ്ജക്റ്റീവ്സ് വരെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടന്റ് പോർഷൻ ആണ്. എസ്സേ വരെ വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പൊ ഡയഗ്രം നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. ഡയഗ്രം പഠിച്ചാലാണ് ഈ പോർഷൻ ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ നോക്കാം, ഒറ്റ ഡയഗ്രത്തിൽ ഒരുപാട് പോർഷൻസ് പറയുന്നതാണ്. ബിസിനസിന്റെ എന്താണ്? ആക്ടിവിറ്റീസിന്റെ ഡയഗ്രം. ബിസിനസ് ആയിട്ട് ഡിവൈഡഡ് ഇൻ ടു ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ്. ഇൻഡസ്ട്രി ആയിട്ടും കൊമേഴ്സ് ആയിട്ടും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എന്താ ഇൻഡസ്ട്രി?
ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ആക്ടിവിറ്റീസിലൂടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതാണ്. അവിടെ കൂടുതലും മാനുഫാക്ചറിങ് ആയിരിക്കും കൂടുതലായിട്ട് നടക്കുന്നുണ്ട്. പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യണമെങ്കിൽ അത് ഇൻഡസ്ട്രി ആയിരിക്കും. അപ്പൊ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ എത്ര ടൈപ്പ് ഇൻഡസ്ട്രി എടുക്കാറ്? മൂന്നായിട്ട് നമുക്ക് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടേഴ്സറി. മൂന്നായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, പ്രൈമറി എന്ന് പറയുമ്പോൾ മക്കളെ പ്രൈമറി അതായത് നമ്മളുടെ നാച്ചുറൽ റിസോഴ്സസ് ഉപയോഗിച്ചിട്ട് കേട്ടോ. ഏതൊക്കെ നാച്ചുറൽ റിസോഴ്സ്? എയർ, വാട്ടർ, സോയിൽ അല്ലെ. അപ്പൊ ഇങ്ങനത്തെ നാച്ചുറൽ റിസോഴ്സസ് ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് പ്രൈമറി ഇൻഡസ്ട്രി ആണ്. ക്ലിയർ ആയില്ലേ? നമ്മൾ എണ്ണ ഒഴിച്ചെടുക്കുന്നു അല്ലെ, ക്രൂഡ് ഓയിൽ എടുക്കുന്നു. നമ്മൾ അതിന്റെ എക്സാമ്പിൾസ് കാണിച്ചു കൊടുക്കാലോ. അപ്പൊ അതിന് മുൻപ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് പറഞ്ഞിട്ട് പോവാം. അപ്പൊ പ്രൈമറി എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ പ്രൊഡക്റ്റ് എന്താണ് നാച്ചുറൽ റിസോഴ്സ് നിൽക്കുകയാണെങ്കിൽ പ്രൈമറി ആണ്. അപ്പൊ എന്താ സെക്കൻഡറി? സെക്കൻഡറി എന്ന് പറയുമ്പോൾ പ്രൈമറിയുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് ഒരു പ്രൊഡക്റ്റ് നമ്മൾ വീണ്ടും ഉണ്ടാക്കുകയാണെങ്കിൽ അത് സെക്കൻഡറി ആണ്. ക്ലിയർ ആയില്ലേ? അപ്പൊ എന്താ ടെർഷ്യറി? ഈ പ്രൈമറിനെയും സെക്കൻഡറിനെയും ഹെൽപ്പ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ നമ്മുടെ സാർ പ്രൈമറി, ഞാൻ സെക്കൻഡറി ആണെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ ഷോൺ സാറില്ലേ? അതേപോലെ പ്രൈമറിനെയും സെക്കൻഡറിനെയും ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ആര്? ടെർഷ്യറി. മക്കളെ സെറ്റ് ആയില്ലേ? ഓക്കെ ആണല്ലോ. അപ്പൊ പ്രൈമറിയിൽ വീണ്ടും ക്ലാസിഫിക്കേഷൻ ഉണ്ട്. എക്സ്ട്രാക്റ്റീവും ജനറ്റിക്കും. സാർ അത് സ്പെസിഫിക് ആയിട്ടൊന്ന് കാണിച്ചു തരും. പ്രൈമറിയുടെ ക്ലാസിഫിക്കേഷൻ ആണ് എക്സ്ട്രാക്റ്റീവും ജനറ്റിക്കും. നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് ഈ ഒരു പോർഷൻ ആണ്. ഏതൊക്കെയാണ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി, ഏതൊക്കെയാണ് ജനറ്റിക് ഇൻഡസ്ട്രി? സാറേ കണ്ടിട്ടു മക്കളെ നോക്കാം. 4 പിക്ചർ ഉണ്ട്. ഈ 4 പിക്ചറിന്റെ വേഗം ഐഡന്റിഫൈ ദി പിക്ചേഴ്സ്. ആരാ പറയാൻ പോകുന്നത് മെമ്പറ? ഏതൊക്കെയാണ് പ്രൈമറിയുടെ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസിൽ വരുന്ന കാര്യങ്ങൾ? യെസ്, വേഗം ഹാൻഡ് ചെയ്യണം. പ്രൈമറിയുടെ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രിയിൽ വരുന്ന ആക്ടിവിറ്റീസ് പിക്ചർ എന്നിട്ട് മനസ്സിലാവണ്ടേ ദൈവമേ? ഇനി പറഞ്ഞു കൊടുക്കണം. എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം. യെസ് പറ. സോറി വിളിച്ചോ. ഫിദ ഫസ്റ്റ് പിക്ചറിൽ എന്താ മനസ്സിലായത്? അഗ്രികൾച്ചർ, ഫാമിംഗ് എന്ന് പറയാം. മക്കളെ ക്ലിയർ ആയില്ലേ? നമ്മൾ എന്താണ് പ്രൈമറി എന്നല്ലേ നേച്ചറിൽ നിന്നല്ലേ പ്രൊഡക്റ്റ് എടുക്കുക. അപ്പോ ഫാമിംഗ് ഒരു എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രിയുടെ ആക്ടിവിറ്റി ആണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് അവനി പറയൂ. അടുത്തത് എന്താണ്? സെക്കൻഡ് പിക്ചർ ഇത് ഫിഷിംഗ് ആണ് അല്ലെ. നമ്മൾ എന്താണ് സീന്ന് പ്രൊഡക്റ്റ് എടുക്കുകയാണ് അല്ലെ. അപ്പൊ എന്താണ്? അതും ഒരു എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രിയുടെ എന്താണ് ആക്ടിവിറ്റി ആണ്. നെക്സ്റ്റ് അടുത്ത മഹേശ്വർ. തേർഡ് എന്താ മഹേശ്വർ? യെസ്, അത് തന്നെ. തേർഡ് എന്താണ് മഹേശ്വർ? വേഗോട്ടെ. മൈനിങ് അല്ലെ. മൈൻ ചെയ്തെടുക്കുക. ഓൾറെഡി പറഞ്ഞു മൈൻ ചെയ്തത് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രിയുടെ കാറ്റഗറിയാണ്. നെക്സ്റ്റ് ഓക്കെ, അടുത്ത അനുഷ്ക ഉണ്ടായിരുന്നു സാറേ. അനുഷ്ക പോയാ? ഫിദ ലാസ്റ്റ് ഉണ്ടായിരുന്നു. ഷൂട്ടിംഗ് ആണ്. ഹണ്ടിങ് ആണ്. ഷൂട്ടിംഗ് അല്ല, ഹണ്ടിങ് നോക്കട്ടെ. അപ്പൊ നോക്കിയേ, എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ നേച്ചറിൽ നിന്ന് പ്രൊഡക്റ്റ് നമ്മൾ എക്സ്ട്രാക്ട് എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി. എക്സാമ്പിൾസ് ഷുവർ ആയിട്ട് പഠിച്ചു വെക്കുക മക്കളെ. ചോദിക്കും, ഉറപ്പാണ്. 1 വേർഡ്, ഓഡ് 1 ഔട്ട് ഒക്കെ പ്രതീക്ഷിച്ചോട്ടാ. ഏതൊക്കെയാ വരാം? ഫാമിംഗ് വരുന്നുണ്ട്, ഫിഷിംഗ് വരുന്നുണ്ട്, ഹണ്ടിങ് വരുന്നുണ്ട്. സെറ്റ് ആണ്. എക്സ്ട്രാക്റ്റീവ് കിട്ടിയില്ലേ? ഓക്കെ അല്ലേ? ഇത് ഇമ്പോർട്ടന്റ് ആണ് പറഞ്ഞ പോർഷൻ. നെക്സ്റ്റ് ഇനി പറയാൻ പോകുന്നത് ജനറ്റിക് ഇൻഡസ്ട്രി ആണ്. ജനറ്റിക് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ അനിമൽസിനെ അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും ലിവിംഗ് ഓർഗൻസിനെയൊക്കെ ബ്രീഡ് ചെയ്യുക, അതിനൊക്കെ എന്താണ് വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്യുക. അതാണ് ജനറ്റിക് ഇൻഡസ്ട്രി. വീണ്ടും നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്യുക അല്ലെ. അത് എന്തൊക്കെയാ വരുന്നത്? പോൾട്രി ഫാംസ് വരുന്നുണ്ട്, കാറ്റൽ ഫീഡ് ഫാംസ് വരുന്നുണ്ട്, പിന്നെ ഫിഷ് ഹാച്ചറി വരുന്നുണ്ട്. അപ്പൊ ഈ 4 കാറ്റഗറിയാണ് ഇവിടെ വരാം ജനറ്റിക് ഇൻഡസ്ട്രി. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ജനറ്റിക്കിന്റെ എക്സ്ട്രാക്റ്റീവിന്റെ കാറ്റഗറി നിങ്ങൾക്ക് മാറിപ്പോകരുത്. ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ വെറുതെ പുഴയിൽ പോയി മീൻ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളായിട്ട് വളർത്തുന്നത് അതാണെങ്കിൽ എന്താണ്? ജനറ്റിക് ആണ്. ഇനി നിങ്ങൾ കുറച്ച് ചെടി നട്ടാലോ അതെന്താണ്? ജനറ്റിക് ആണ് അല്ലെ. കുറച്ച് കോഴിനെ കോഴിനെ വളർത്തിയാലോ അതെന്താണ്? അത് ജനറ്റിക് ആണ്. യെസ്, ക്ലിയർ ആയല്ലേ? അപ്പൊ ക്ലിയർ ആയിട്ട് പഠിക്കുക. എക്സ്ട്രാക്റ്റും ജനറ്റിക്കും മാറിപ്പോകരുത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ സെക്കൻഡറി ഇൻഡസ്ട്രിയിൽ 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. മാനുഫാക്ചറിങ്ങും കൺസ്ട്രക്ഷനും. ഇതിൽ മാനുഫാക്ചറിംഗിൽ തന്നെ വീണ്ടും കുറച്ച് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നില്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ചോദിക്കും. ക്ലിയർ ആയില്ലേ? അപ്പൊ നിങ്ങൾ അത് ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക. മാനുഫാക്ചറിംഗ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. എന്താണ്? പ്രൈമറിയുടെ പ്രൊഡക്റ്റ് എടുത്തിട്ട് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ മാനുഫാക്ചറിംഗ്. അതിൽ തന്നെ 4 ടൈപ്പ് ഇൻഡസ്ട്രി വരുന്നുണ്ട്. ഫസ്റ്റത്തേതാണ് അനലറ്റിക്കൽ ഇൻഡസ്ട്രി. അനലറ്റിക്കൽ നമ്മൾ നോക്കേണ്ടത് അവിടെ അനലൈസിംഗ് ആണ്. അതായത് ഒരു പ്രൊഡക്റ്റിൽ നിന്ന് പല പ്രൊഡക്റ്റ് നമ്മൾ ഇങ്ങനെ വേർതിരിച്ചെടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് അനലറ്റിക്കൽ ഇൻഡസ്ട്രി. ഫോർ എക്സാമ്പിൾ ക്രൂഡ് ഓയിൽ എടുക്കും സാറേ. ക്രൂഡ് ഓയിൽ നമ്മൾ എന്തൊക്കെ എടുക്കാം? നമ്മൾ പെട്രോളിയം എടുക്കും, പിന്നെ ഡീസൽ എടുക്കും, കെറോസിൻ എടുക്കും, കുറെ ഐറ്റംസ് എടുക്കൂലേ. ഗ്രീസ് എടുക്കും, LPG, അങ്ങനെ കുറെ ഐറ്റംസ് ഒക്കെ എടുക്കും. അപ്പൊ ഇതേപോലെ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് പല പ്രൊഡക്റ്റുകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് അനലറ്റിക്കൽ ഇൻഡസ്ട്രി. എക്സാമ്പിൾ ഓയിൽ റിഫൈനറി, മറന്നു പോകരുത്. നെക്സ്റ്റ് അടുത്തതാണ് സിന്തറ്റിക്കൽ.
സിന്തറ്റിക് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ഒരു പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടി കുറെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യണം. കെമിക്കൽ കോമ്പൗണ്ട് ആണെന്ന് വിചാരിച്ചു. ഫോർ എക്സാമ്പിൾ സിമന്റ് കിട്ടാൻ വേണ്ടി നമ്മൾ കുറെ അധികം മാഗ്നീഷ്യം ഒക്കെ ആയിട്ട് കുറെ ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്യും. ഇനി സോപ്പ് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഡിറ്റർജന്റ് ഉണ്ടാക്കാൻ വേണ്ടി, അപ്പൊ കോസ്മെറ്റിക്സ് പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി. അപ്പൊ ഒരു പ്രൊഡക്റ്റ് കിട്ടാൻ പല പല ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി ആണ്. എക്സാമ്പിൾസ് സിമന്റ് ഒക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക. നെക്സ്റ്റ് അടുത്തതാണ് പ്രോസസിംഗ് ഇൻഡസ്ട്രി. എന്താ പ്രോസസിംഗ് എന്ന് പറയുമ്പോൾ ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് കടന്നു പോയിട്ട് ലാസ്റ്റ് ആയിരിക്കും നമ്മുടെ ഫിനിഷ്ഡ് ഗുഡ്സ് കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ കരിമ്പ് കട്ട് ചെയ്യുന്നു, കഴുകുന്നു, വൃത്തിയാക്കുന്നു, പഞ്ചസാര ഉണ്ടാക്കുന്നു അല്ലെ. ബാമ്പു കട്ട് ചെയ്യുന്നു, കഴുകുന്നു, വൃത്തിയാക്കുന്നു, പേപ്പർ ഉണ്ടാക്കുന്നു. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പൊ ഇതേപോലെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പല ഘട്ടങ്ങൾ ഉണ്ടെങ്കിൽ, പല പ്രോസസ് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് പ്രോസസിംഗ് ഇൻഡസ്ട്രി. എക്സാമ്പിൾ ഷുഗർ പറയാം, പേപ്പർ പറയാം, ടെക്സ്റ്റൈൽ പറയാം. അപ്പൊ നിങ്ങൾ ഓർത്ത് വെക്കണം അതൊക്കെ. നെക്സ്റ്റ് ആണ് അസംബ്ലിംഗ് ഇൻഡസ്ട്രി. അതായത് നമ്മളൊരു പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ കുറെ സ്ഥലത്ത് നിന്ന് പ്രൊഡക്റ്റുകളൊക്കെ അതിന്റെ പാർട്സ് കൊണ്ടുവന്നിട്ട് ജോയിൻ ചെയ്ത് സെറ്റ് ആക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് അസംബ്ലിംഗ് ഇൻഡസ്ട്രി. ഫോർ എക്സാമ്പിൾ കാർ അതന്നെ നമുക്ക് വേണമെങ്കിൽ എഞ്ചിൻ വേറെ അടുത്തും കൊണ്ടുവരാം, ടയർ വേറെ അടുത്തും കൊണ്ടുവരാം അല്ലെ. പല ഐറ്റംസ് പല കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഇതേപോലെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പൊ കമ്പ്യൂട്ടർ ആയിക്കോട്ടെ, ടെലിവിഷൻ ആയിക്കോട്ടെ, കാർ ആയിക്കോട്ടെ, ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അതിന്റെ പാർട്സ് പല ഏരിയന്ന് കൊണ്ടുവന്ന് അസംബിൾ ചെയ്ത് ഉണ്ടാക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് അസംബ്ലിംഗ് ഇൻഡസ്ട്രി. മക്കളെ ഇത് ഇമ്പോർട്ടന്റ് ആണ്. കിട്ടിയെന്ന് കൈവശിക്കാൻ സെറ്റ് ആണെങ്കിലും സെറ്റ് അല്ലേ? യെസ്, ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പോകാൻ പോകുന്നത് ടെറിഷറി ഇൻഡസ്ട്രി. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, അതിന് പറയേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ മാനുഫാക്ചറിംഗ് തന്നെ ഒരു ടൈപ്പും കൂടി ദാറ്റ് ഈസ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി ആണ്. കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, എന്തെങ്കിലും ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്യുക, ബ്രിഡ്ജ് പണിയുക, അല്ലെങ്കിൽ റോഡ് പണിയുക, ഇതൊക്കെ എന്താണ്, ഇതൊക്കെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി പെടുന്ന കാര്യങ്ങൾ. ജസ്റ്റ് നോക്കിയാൽ മതി കേട്ടോ. ഇനി അടുത്തതാണ് കൊമേഴ്സ്. എന്താണ് കൊമേഴ്സ് എന്ന് പറയാൻ സാറേ? യെസ്, കൊമേഴ്സ് മക്കളെ ഡയഗ്രം ശ്രദ്ധിക്കുക. കൊമേഴ്സ് എന്ന് പറയുമ്പോൾ സാറേ ആ ഡയഗ്രം കാണിച്ചിരിക്കും. ആ ഡയഗ്രം മക്കളെ ഡയഗ്രം ശ്രദ്ധിക്കുക. നമ്മളിപ്പോ പറഞ്ഞു നിർത്തിയത് ഇൻഡസ്ട്രിയുടെ കാര്യങ്ങൾ മൊത്തം കഴിഞ്ഞു. കൊമേഴ്സ് എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ സൈഡാണ് സാർ പ്രത്യേകം പറഞ്ഞില്ലേ. അപ്പൊ കൊമേഴ്സ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു വൺ വേർഡ് ചോദിക്കും, ട്രേഡ് പ്ലസ് ഓക്സിലറീസ് ടു ട്രേഡ് അഥവാ എയ്ഡ്സ് ടു ട്രേഡ് എന്നും പറയും. ക്ലിയർ ആയില്ല? അപ്പൊ നിങ്ങൾ അത് മാറി പറയരുത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പൊ ആദ്യം പറയാം, മൂന്ന് ട്രേഡ് ആണ്. ട്രേഡ് എന്ന് പറയുമ്പോൾ എന്താ ട്രേഡ്? സാധനങ്ങൾ കസ്റ്റമറിൽ നിന്ന് കസ്റ്റമറിലേക്ക് എത്തിക്കുക, ബയ്യറിൽ സെല്ലറിൽ നിന്ന് ഗുഡ്സ് ബയ്യറിലേക്ക് എത്തിക്കുക അല്ലെ. അപ്പൊ സെല്ലർ ടു ബയ്യറിലേക്ക് ഗുഡ്സ് എത്തിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ട്രേഡ്. ഇനി ട്രേഡ് തന്നെ ഇന്റേണലുണ്ട്, എക്സ്റ്റേണലുണ്ട്. എന്തൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചേണ്ട കാര്യമാണ്. എന്ത് ഇന്റേണൽ ട്രേഡ്? ഇന്റേണൽ എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിനകത്താണെങ്കിൽ അത് ഇന്റേണൽ ട്രേഡ് ആണ്. എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ അതിന് പുറത്താണെങ്കിൽ എക്സ്റ്റേണൽ ട്രേഡ് ആണ്. ക്ലിയർ അല്ലേ? ഇനി പഠിക്കാൻ പോകുന്നത് നെക്സ്റ്റ് സാർ ഹോൾസെയിൽ വരുന്നുണ്ട്, റീറ്റെയിൽ വരുന്നുണ്ട്. അപ്പൊ ഇത് കൊമേഴ്സിന്റെ അകത്ത് വരുന്ന സാധനമാണ് ട്രേഡും എയ്ഡ്സ് ടു ട്രേഡും. ഈ AID എന്നുള്ള വാക്ക് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്ന അതേ ലാക്കമാണ് കേട്ടോ ഇവിടെ വരുന്നത്, എയ്ഡ്സ് ടു ട്രേഡ് എന്ന് പറഞ്ഞത്. ഇതേ സാധനം തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ടതില് ഇൻഡസ്ട്രി എന്ന് പറയുന്ന സെക്ടറിലുണ്ട് ടെർഷ്യറി സെക്ടർ വരുന്നത്. അപ്പൊ ടെർഷ്യറി സെക്ടറിൽ ഈ എയ്ഡ്സ് ടു ട്രേഡ് എന്ന് പറയുന്നത് സിമിലർ ആണ്, സെയിം ടു സെയിം ആണ്. ഓക്കെ, മാറിപ്പോയത്. അപ്പൊ ഇതിന്റെ അകത്ത് കംപ്ലീറ്റ്ലി വരുന്നതായിരിക്കും സർവീസസ് ആയിരിക്കും, അഥവാ ഓക്സിലറീസ് ടു ട്രേഡ്. ഈ പറയുന്ന പരിപാടികളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ബാങ്കിങ്, ട്രാൻസ്പോർട്ടേഷൻ, കാറിലൂടെ നിങ്ങൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്ത സാധനം വേറെ ഇടത്തേക്ക് കൊണ്ട് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഈ ഓക്സിലറീസ് അഥവാ എയ്ഡ്സ് ടു ട്രേഡിൽ വരുന്ന സാധനം. അപ്പൊ എയ്ഡ്സ് ഓർ ഓക്സിലറീസ് ടു ട്രേഡിലേക്ക് നമ്മൾ വരികയാണ്. ഫസ്റ്റ് വൺ വരെയാണ് ട്രാൻസ്പോർട്ടേഷൻ റിമൂവ്സ് ദ ഹിൻഡ്രൻസ് ഓഫ് പ്ലേസ് അല്ലെ. ഒരിടത്ത് നിങ്ങൾ ഉണ്ടാക്കി ആ സംഭവം കടയിൽ കൊണ്ട് എത്തിക്കണമെങ്കിൽ ആരും കൊണ്ടുപോകും? ട്രാൻസ്പോർട്ടേഷൻ വേണം അല്ലെ, അങ്ങനെ പറ്റില്ല. ചിലപ്പോ വാനിലോ ലോറിയിലോ എന്തെങ്കിലും കയറ്റി അയക്കേണ്ടി വരും. രണ്ടാമത് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് നമുക്ക് എന്ത് കിട്ടും? ഇൻഫർമേഷൻസ് കിട്ടും അല്ലെ. അപ്പൊ ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി കമ്മ്യൂണിക്കേഷൻ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നും വേണ്ട, നിങ്ങളുടെ ബിസിനസ് ഇവിടെ നിങ്ങൾ വീട്ടിലിരുന്നോണ്ട് നടത്തുക. നിങ്ങൾക്ക് അമേരിക്കയ്ക്ക് കയറ്റി വെക്കണം, നിങ്ങൾക്ക് ഇംഗ്ലീഷ് നേരെ അറിയാൻ പറ്റുമോ? പറ്റില്ല. ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ ഒരു ഹിൻഡ്രൻസ് ആണ്, അത് തടയുന്നതാണ് എന്ത് ഈ പറയുന്നത് ബാങ്കിങ് ആൻഡ് ഫൈനാൻസ്. ബാങ്ക് ആൻഡ് ഫൈനാൻസിൽ എന്താ പറയുന്നത്? നമുക്ക് പൈസ വേണം, ലോൺ എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഫണ്ട് റേസ് ചെയ്യാം. അടുത്ത പറയുന്നത് ഇൻഷുറൻസ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാധ്യതയില് നിങ്ങളുടെ കയ്യിൽ നിന്ന് കുപ്പി പൊട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ലോസ് ആയി പോകരുത്, അതുകൊണ്ട് ഇൻഷുറൻസ് അവിടെ വേണം. അടുത്ത പറയുന്നത് ഹൗസിംഗ്. പ്രൊഡക്റ്റ് നമുക്ക് സൂക്ഷിക്കണം, മഴയും പെയ്യുന്നത് പ്രൊഡക്റ്റ് സൂക്ഷിക്കണം. നമുക്ക് എന്ത് വേണം? ടൈം അനുസരിച്ച് പ്രൊഡക്റ്റ് സൂക്ഷിക്കണമെങ്കിൽ എന്ത് വേണം? വേ ഹൗസിംഗ് വേണം. നെക്സ്റ്റ് ആണ് എന്ത്? അഡ്വർടൈസ്മെന്റ്. അതായത് നമുക്ക് പ്രൊഡക്റ്റിനെ കുറിച്ച് പരസ്യം കൊടുക്കണം. നോളജ് വേണ്ട, എന്ത് പ്രൊഡക്റ്റ് ആണെന്ന്, എന്തിനു ഉപയോഗിക്കുന്ന അത് വേണം. അപ്പൊ എന്ത് വേണം? അഡ്വർടൈസ്മെന്റ്. നോക്കാം മക്കളെ, നിങ്ങൾ പ്രത്യേകിച്ച് ഇത് ഏതൊക്കെ എയ്ഡ്സ് ടു ട്രേഡ് നമുക്ക് ഓൾറെഡി ആകെ എത്ര എണ്ണം പഠിക്കാനുണ്ട്? 6 എണ്ണം എയ്ഡ്സ് ടു ട്രേഡ് അല്ലെങ്കിൽ എന്താണ് ഓക്സിലറി ട്രേഡ് പഠിക്കാനുണ്ട്. അത് നിങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ പ്ലേസിന്റെ തടസ്സത്തെയാണ് എടുത്തു മാറ്റുന്നത്. കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ ഇൻഫോർമേഷന്റെ തടസ്സങ്ങൾ എടുത്തു മാറ്റുന്നുണ്ട്. ബാങ്കിങ് ആണെങ്കിൽ ഫിനാൻസിന്റേതാണ്. അപ്പൊ അതനുസരിച്ച് ഒന്ന് പഠിച്ചു പോകാം. കാരണം ഇത് വൺ വേർഡ് ചോദിക്കും, മാച്ച് ദ ഫോളോയിങ് ചോദിക്കും,
അതേപോലെ ഇത് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു 4 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, എഴുതി വെക്കുക. ഒന്നില്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ടെറിഷറി ഇൻഡസ്ട്രിയുടെ ആക്ടിവിറ്റി ആയിട്ട് ചോദിക്കും. ക്ലിയർ അല്ലേ? ഒന്നില്ലെങ്കിൽ ക്വസ്റ്റ്യൻ ടെറിഷറി ഇൻഡസ്ട്രിയുടെ ആക്ടിവിറ്റി ആയിട്ട് ചോദിക്കും. കാരണം ടെറിഷറി ഇൻഡസ്ട്രിയിലുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, രണ്ടും സെയിം ടു സെയിം ആണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഫസ്റ്റിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഇനി അതുപോലെ തന്നെ ഇത് കൊമേഴ്സിന്റെ ഫംഗ്ഷൻസ് ആണ് അല്ലെ? അപ്പൊ കൊമേഴ്ഷ്യൽ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് ചോദിക്കാം, കൊമേഴ്സിന്റെ സർവീസ് എന്തൊക്കെയാണ് ചോദിക്കാം. അപ്പൊ നിങ്ങളോട് വേണമെങ്കിൽ എന്താണ് സർവീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാം, എന്താണ് ടെറിഷറി ഇൻഡസ്ട്രിയുടെ ആക്ടിവിറ്റി എന്ന് ചോദിക്കാം, എന്താണ് H2 ട്രേഡ് എന്ന് ചോദിക്കാം, എന്താണ് ഓക്സ്ഫോർഡ് ട്രേഡ് എന്ന് ചോദിക്കാം, എന്താണ് കൊമേഴ്സിന്റെ ഫംഗ്ഷൻസ് ചോദിക്കാം. ക്ലിയർ ആയില്ലേ? എല്ലാത്തിന്റെ ഉത്തരം ഇതാണ് ഓർത്ത് വെക്കാം. ക്ലിയർ ആണല്ലോ? സർവീസ് ആണ് ഈ പറയുന്ന സംഭവം, സർവീസ് അത് തന്നെ. ക്ലിയർ ആണല്ലോ? അപ്പൊ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ വേണമെങ്കിലും പ്രതീക്ഷിക്കാം, ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. സെറ്റ് അല്ലേ മക്കളെ? ഓക്കെ ആണല്ലോ? ക്ലിയർ അല്ലേ? സെറ്റ് ആണെങ്കിൽ കൈവിശിക്കേ. ഓക്കെ ആണെങ്കിൽ ഓക്കെ അല്ലേ? അപ്പൊ ഡയഗ്രാം അതുപോലെ പോർഷൻ നന്നായിട്ട് പഠിക്കാം. ഇനി പഠിക്കാൻ പോകുന്നത് ശ്രദ്ധിക്കുക. ഇനി നമ്മളപ്പോ എന്താ പഠിച്ചത്? ഇപ്പൊ ബിസിനസ്സിൽ വരുന്ന കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചു അല്ലെ? ബിസിനസിന്റെ കൊമേഴ്സിനെ കുറിച്ച് പഠിച്ചു, ട്രേഡിനെ കുറിച്ച് പഠിച്ചു. ഓക്കെ, ട്രേഡിൽ തന്നെ ഇന്റേണലും എക്സ്റ്റേണലും പഠിച്ചു. ഇനി ട്രേഡിൽ തന്നെ വേറെ ട്രേഡ് ഉണ്ട്, ഓൺ റിപ്പോർട്ട് പറയും. അതായത് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ട് ഈ സാധനം നമ്മൾ എക്സ്പോർട്ട് ചെയ്യും. അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അത് ഓൺ റിപ്പോർട്ട് ആണെന്ന് മറന്നു പോകരുത്. ക്ലിയർ ആണല്ലോ? ഇനി ഇന്റേണൽ എന്ന് പറയുമ്പോൾ ഹോൾസെയിൽ ട്രേഡും ഉണ്ട്, റീറ്റെയിൽ ട്രേഡ് ഉണ്ട്. അതും മറന്നു പോകരുത്. ഇതൊക്കെ നമ്മൾ ഇതൊക്കെ പഠിച്ച കാര്യങ്ങളാണ്. ഓക്കെ, ഇനി പഠിക്കാൻ പോകുന്നത് ബിസിനസിന്റെ റിസ്കിനെ കുറിച്ചാണ്. വാട്ട് ഈസ് റിസ്ക്? നഷ്ടാകോ അല്ലെ? പൈസ പോയാ? അപ്പൊ ഇതേപോലെ റിസ്ക് എന്ന് വെച്ചാൽ ദ പോസിബിലിറ്റി ഓഫ് ലോസ് ആണ് റിസ്ക്. അപ്പൊ നിങ്ങൾ റിസ്ക് ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക. റിസ്ക് വരാൻ ബിസിനസിന് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ആ കാരണങ്ങൾ എക്സാമിന് മസ്റ്റ് ആയിട്ട് ചോദിക്കും. 1 വേർഡ് എങ്കിലും പ്രതീക്ഷിച്ചോട്ടാ. നോക്കാം, ബിസിനസിന്റെ റിസ്കിന്റെ കാരണങ്ങളാണ് പറയുന്നത്. ഒന്നാമതായിട്ട് നാച്ചുറൽ കോസ് ഉണ്ട്. അതന്നെ, ഫ്ലഡ് വരുന്നു, എർത്തേക്ക് വരുന്നു, ലൈറ്റനിങ് വരുന്നു അല്ലെ? അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കാണ്ട് പ്രകൃതിയിൽ നിന്ന് കുറെ റിസ്കുകൾ വരും. അതിനാണ് ഇത് പറയാ നാച്ചുറൽ കോസസ് റിസ്ക് എന്ന് പറയാം. ഇനി അടുത്തത് എന്താണ്? ബിസിനസ് ഹ്യൂമൻ റിസ്ക്. ഹ്യൂമൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ വരാ? ഒരു ബിസിനസ്സിൽ വരുന്ന വ്യക്തി അല്ലെ? ചിലപ്പോ കസ്റ്റമർ ആകാം, ചിലപ്പോ എംപ്ലോയി ആകാം, ചിലപ്പോ ഇൻവെസ്റ്റേഴ്സ് ആകാം. ബിസിനസ്സിൽ വരുന്ന വ്യക്തിയുടെ ആ ഒരു കെയർലെസ്നെസ് കൊണ്ട് നമുക്ക് റിസ്ക് ആണ് എന്ത്? ഹ്യൂമൻ റിസ്ക്. ഏതൊക്കെയാണ് സാറേ? നിങ്ങൾ ഇപ്പൊ ഞങ്ങളുടെ രണ്ടുപേരും നന്നായിട്ട് നല്ല പാർട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്തോണ്ടിരിക്കുക. അതെന്താണ്? അത് ഹ്യൂമൻ റിസോഴ്സസ് റിസ്ക് ആണ്. ക്ലിയർ ആയില്ലേ? പറയാൻ വെച്ച പോയിന്റ് ടീച്ചർ മറന്നുപോയി. അതെന്താണ്? കെയർലെസ്നെസ്, കെയർലെസ് പെടാം അല്ലെ? യെസ്. ഓക്കെ, ഇനി നമ്മുടെ ഷോൺ സാർ മലപ്പുറം സ്ട്രൈക്ക് എടുത്ത് വീട്ടിൽ കിടന്നുറങ്ങി. അതെന്താണ്? അത് ഈ പറഞ്ഞ ഹ്യൂമൻ കോസ് ഓഫ് റിസ്ക് ആണ്. ക്ലിയർ ആയില്ലേ? അപ്പൊ സ്ട്രൈക്ക് മരുന്നില്ല എന്ന് പറഞ്ഞു പഠിപ്പിക്കാനില്ല ഞങ്ങൾ തീരുമാനിക്കും. സ്ട്രൈക്ക് എടുത്തു, എംപ്ലോയി നെഗ്ലിജൻസ് എടുത്തു, എംപ്ലോയി കെയർലെസ് പുള്ളിക്കാരനെ പോലെ. നെക്സ്റ്റ് എന്താണ്? ഡിസോണസ്റ്റ് ആകാം. ഇതൊക്കെ എന്താണ്? ഹ്യൂമൻ കോസസ് ഓഫ് റിസ്ക് ആണ്. നെക്സ്റ്റ് വരുന്നത് എക്കണോമിക് റിസ്ക് ആണ്. ഇത് കുറച്ചുകൂടി സിമ്പിൾ ആണ്. കാരണം എക്കണോമി നമ്മുടെ മണി. അപ്പൊ മണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ എക്കോണമി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ? അതൊക്കെ എന്താണ് എക്കണോമിക്? ഫോർ എക്സാമ്പിൾ കോമ്പറ്റീഷൻ, പ്രൈസ് കൂടാ, പ്രൊഡക്റ്റിന്റെ പ്രൈസ് കൂടിയും കുറഞ്ഞിരിക്കുക, ടെക്നോളജി മാറാം, പ്രൊഡക്ഷന്റെ ടെക്നിക്ക് മാറാം. അപ്പൊ ഇതൊക്കെ എന്താണ്? എക്കണോമിക്സുമായി ബന്ധപ്പെട്ട എല്ലാതും എക്കണോമിക് റിസ്ക് ആയിക്കോളും. നിങ്ങൾ എക്കണോമിക്സിൽ കുറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, അതൊക്കെ എക്കണോമിക് റിസ്ക് ആയിക്കോട്ടാ. ഇനി ഇതിലൊന്നും പെടാത്ത ചിലപ്പോ വേണമെങ്കിൽ മെഷീനറി പൊട്ടിത്തെറിക്കാം, തെറിച്ചൂടെ കറണ്ട് കട്ടായി പോകാം അല്ലെ? അപ്പൊ ഇതേപോലെ പൊളിറ്റിക്കൽ പാർട്ടിയുടെ സ്റ്റെബിലിറ്റി, അങ്ങനെ ഇതേപോലെ ഇതൊന്നും പെട്ട റിസ്ക് ഉണ്ടോ മക്കളെ? അതർ കോസസ് ഓഫ് റിസ്ക് ആണ്. അപ്പൊ നിങ്ങൾ ഈ 3 റിസ്കും പഠിച്ചാൽ ഇത് പഠിക്കേണ്ട ആവശ്യമില്ല, ബാക്കിയെല്ലാം ഇട്ടാൽ മതി. അപ്പൊ നിങ്ങൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് നാച്ചുറൽ കോസ് ഓഫ് റിസ്ക്കും ഹ്യൂമൻ കോസസ് ആണ്. ഇത് രണ്ടുമാണ് എപ്പോഴും 1 വേർഡ് മാറി മാറി ചോദിക്കുക. ക്ലിയർ ആയില്ലേ? ഇത് കഴിയുമ്പോൾ നമ്മൾ ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ. ക്ലാസ് ശ്രദ്ധിച്ച കുട്ടികൾക്ക് ക്വസ്റ്റ്യൻ പറയാൻ പറ്റുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് മൊത്തം ക്വസ്റ്റ്യൻസ് ആൻസർ പറയുന്ന കുട്ടിക്ക് ഷോൺ സാറിന്റെ വക എന്തോള്ളത്? ടാറ്റ കേട്ടോ, അത്രേ കിട്ടുള്ള കയ്യിൽ നിന്ന്. യെസ്, നോക്കാം. അടുത്താണ് സ്റ്റാർട്ടിങ് എ ബിസിനസ് ബേസിക് ഫാക്ടേഴ്സ്. അപ്പൊ നമ്മൾ ബിസിനസിനെ കുറിച്ച് എല്ലാം പഠിച്ചു കഴിഞ്ഞു സാറേ. ഇനി പഠിക്കാൻ പോകുന്നത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബേസിക് ഫാക്ടേഴ്സ് ഉണ്ടെന്നാണ്. ഫസ്റ്റ് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. മക്കൾ ഇത് മാറിപ്പോകരുത്. ഇതേപോലത്തെ കുറെ ഫാക്ടേഴ്സ് ഇനിയും പഠിക്കാനുണ്ട്. ഇത് പഠിക്കുന്നത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ്. ഫസ്റ്റ് എന്ത് വേണം? സെലക്ഷൻ ഓഫ് ലൈൻ ഓഫ് ബിസിനസ്. ഏത് ബിസിനസ് സെലക്ട് ചെയ്യുന്നുള്ളൊരു എന്താണ്
ഒരു ബോധം വേണം അല്ലെ, എന്ത് ബിസിനസ് ആണ്. ഇപ്പൊ നമ്മള് സോറി കുഴപ്പമില്ല, ഷോർട്ട് സാറിനെ വിളിക്കാം, പുള്ളിക്കാരൻ ബാക്കിയുള്ള തിന്നിർത്തോളൂ. ഓക്കെ, അപ്പൊ സെലക്ഷൻ ഓഫ് ലൈൻ ഓഫ് ബിസിനസ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് എന്താണ് സൈസ് ഓഫ് ബിസിനസ്, വലുത് വേണോ ചെറുത് വേണോ നോക്കണം. അടുത്തെന്താണ് അത് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിക്കും അല്ലെ. സോൾ പ്രൊപ്പറേഷൻഷിപ്പ് വേണോ, അതുപോലെ പാർട്ണർഷിപ്പ് വേണോ, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി വേണോ, അങ്ങനെ തീരുമാനിക്കണം. ലൊക്കേഷൻ, ഒരു ബിസിനസ് ആകുമ്പോ ബിസിനസ് ലൊക്കേഷൻ കാണുന്ന സ്ഥലത്തോണ്ട് നടത്തണം വേണം അല്ലെ, ലൊക്കേഷൻ ഇമ്പോർട്ടന്റ്. നെക്സ്റ്റ് എന്താണ് ഫിനാൻസ്, അതായത് നമുക്ക് പൈസ നോക്കിയിട്ട് വേണം, നമ്മളുള്ള പൈസ നോക്കിയിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. നെക്സ്റ്റ് എന്താണ് ഫിസിക്കൽ ഫെസിലിറ്റി, നമ്മൾ മെഷീനറി അറേഞ്ച് ചെയ്യണം, അതുപോലെ ബിൽഡിംഗ് അറേഞ്ച് ചെയ്യണം. നെക്സ്റ്റ് എന്താണ് പ്ലാന്റ് ലേഔട്ട്, അതായത് നമ്മൾ എന്ത് ചെയ്യണം, മൊത്തം ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കുക, അതായത് എന്തൊക്കെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യണം, എവിടെ ബിസിനസ് ചെയ്യണം, എന്ന് സ്റ്റാർട്ട് ചെയ്യണം, എല്ലാം ഒരു തീരുമാനം ഉണ്ടാക്കാം. നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത് വർക്ക് ഫോഴ്സ്, നമുക്ക് എംപ്ലോയീസിനെ കണ്ടിട്ട് തീരുമാനിച്ചു വെക്കാം. തന്നെ എത്ര സ്കിൽഡ് എംപ്ലോയീസ്, സെമി സ്കിൽഡ് എത്ര വേണം, ഇനി എന്താണ് ടാക്സ് പ്ലാനിങ്, എത്ര ടാക്സ് അടക്കേണ്ടി വരും, ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇതെല്ലാം പഠിക്കണ്ട, നിങ്ങൾക്ക് കാണാണ്ട് പഠിച്ചെഴുതാൻ പറ്റണ ഒരു 5 പോയിന്റ് പഠിച്ചു വെക്കണം. ഇമ്പോർട്ടന്റ് ആണ്, ഷുവർ ക്വസ്റ്റ്യൻ ആണ്. സെറ്റ് അല്ലേ മക്കളെ? അപ്പൊ ഈ ചാപ്റ്ററിലെ ഷുവർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് ബേസിക് ഫാക്ടേഴ്സ് ഫോർ സ്റ്റാർട്ടിങ് എ ബിസിനസ് ഷുവർ ആയിട്ട് ചോദിക്കും. സെറ്റ് ആണോ? ഓക്കെ ആണോ? പിന്നെ നമ്മള് ഇതിന് തൊട്ട് മുൻപ് പറഞ്ഞ ഹിൻഡ്രൻസുകൾ, കൊമേഴ്ഷ്യൽ ഫംഗ്ഷൻസ്, കൊമേഴ്സിന്റെ ഫംഗ്ഷൻസുകൾ അല്ലെങ്കിൽ ഷുവർ ആയിട്ട് ചോദിക്കും. സെറ്റ് അല്ലേ? അതേപോലെ കോസസ് ഓഫ് റിസ്ക് 1 വേർഡ് എങ്കിലും പ്രതീക്ഷിച്ചോളാം. അതുപോലെ തന്നെ എന്താണ് കൊമേഴ്സ് എന്ന് ചോദിക്കാം. എന്താണ് കൊമേഴ്സ്, അതുപോലെ കൊമേഴ്സിൽ ട്രേഡ് പ്ലസ് ഓക്സിസ് ടു ട്രേഡ് ഇക്വേഷൻ മറന്നു പോകരുത്. ഓർഡറൊന്നും പഠിക്കേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ ആദ്യം നിങ്ങൾ എന്താ ബിസിനസ് വേണം, പിന്നെ വലുതാകണോ ചെറുതാകണോ അതൊക്കെ അല്ലേ. ആ ഓർഡർ ഉണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചാൽ മതി സംഭവം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പഠിച്ച മാനുഫാക്ചറിംഗിൽ വരുന്ന കാറ്റഗറീസ് അല്ലെ, മാനുഫാക്ചറിംഗിൽ വരുന്ന 4 കാറ്റഗറീസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ബിസിനസ്, പ്രൊഫഷൻ, എംപ്ലോയ്മെന്റ്, അതിന്റെ ഡിഫറൻസ് ഇമ്പോർട്ടന്റ് ആണ്. ബിസിനസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഫസ്റ്റ് പറഞ്ഞ എക്കണോമിക് ആക്ടിവിറ്റി, നോൺ എക്കണോമിക് ആക്ടിവിറ്റി, ഇത്രയും പോർഷൻസ് നിന്ന് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും. സെറ്റ് അല്ലേ? ഓക്കെ ആണല്ലോ? ചോദിച്ചില്ലെങ്കിലോ സാർ രാജിക്കും. ചോദിക്കും മക്കളെ, അല്ലെങ്കിൽ നമുക്ക് സ്റ്റേജിൽ സാർ എടുപ്പിക്കാം രാജിക്കും. ഓക്കെ, അപ്പൊ നോക്കിയേ ഉറപ്പായിട്ടും ചോദിക്കൂടാ, ചോദിച്ചിരിക്കും, അത് ഷുവറാണ്. സെറ്റ് ആണല്ലോ? അപ്പൊ ഇത്രയും പോർഷൻ നിങ്ങൾ പഠിക്കാണ്ട് പോകരുത്, അവിടെ നഷ്ടപ്പെടുന്നു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ചാപ്റ്ററിന്റെ കുറച്ച് 1 വേർഡ് ക്വസ്റ്റ്യൻസിലേക്ക് പോകാലോ. അപ്പൊ നമുക്ക് ഇപ്പൊ അറിയാം എത്ര പേര് ശ്രദ്ധിച്ചു, എത്ര പേര് ശ്രദ്ധിച്ചിട്ടില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ യെസ് സാറേ ചോദിച്ചു. പിക്ചറൊക്കെ കണ്ടില്ലേ? ഇതിൽ ഏതാണ് എക്സ്ട്രാക്റ്റീവിന്റെ എന്താണ് ഇൻഡസ്ട്രി ആയിട്ട് വരാ? അറിയാവുന്നവരൊക്കെ ഹാൻഡിൽ ചെയ്യണം. അറിയാവുന്നവരൊക്കെ ഹാൻഡിൽ ചെയ്യണോട്ടെ. എത്ര ഉണ്ടായിരുന്നു പറയാം? ക്ലാസ്സിൽ 1000 പേരുണ്ട്, എന്നിട്ടും ഏത് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി? പറഞ്ഞു അൽഹിദ അൺമ്യൂട്ട് ചെയ്യൂ. നെക്സ്റ്റ് ബിയ പറഞ്ഞോ. ഏത് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി? മൈനിങ് ആണ് മക്കളെ. സിമെന്റ് ഏതാ വരാ? സിമെന്റ് മാനുഫാക്ചറിംഗില് അനലിറ്റിക്കലാണ് വരാ അല്ലെ. ബാങ്കിങ് എവിടെയാ വരാ? ബാങ്കിങ് സിമെന്റ് സിന്തറ്റിക്കലാണ് വരാ അല്ലെ. ഇനി ബാങ്കിങ് എവിടെയാ വരാ? ബാങ്കിങ് ആവുമ്പോ ടെറിഷറി ഇൻഡസ്ട്രി പറയാം. ടെറിഷറി ഇൻഡസ്ട്രിയിലാണ് ബാങ്കിങ് വരാ. ഡാം എവിടെ വരാ? കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലാണ് വരാ അല്ലെ. അപ്പൊ മൈനിങ് ആണ് മക്കളെ എവിടെ വരുന്നത്? എക്സ്ട്രാക്റ്റീവ്. ക്ലിയർ ആണ്? കൈവിശി കാണിച്ച് നിങ്ങൾക്ക് കിട്ടിയ ഓക്കെ. നെക്സ്റ്റ് ഇനി അടുത്തത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. Which among the following is not a natural cause of business risk? ബിസിനസ്സിലെ നാച്ചുറൽ കോഴ്സ് അല്ലാത്ത റിസ്ക് ഏതാണ്? ഇപ്പൊ പറഞ്ഞോ. അക്ഷയ് ഏതാണ്ടാ നാച്ചുറൽ കോഴ്സ് അല്ലാത്തത്? യെസ്, ഞാൻ പറഞ്ഞോ. ഏതാണ്? സ്ട്രൈക്ക് അല്ലേ? ആണോ? ഉറപ്പിച്ച സ്ട്രൈക്ക് ആണ് അല്ലെ. ബാക്കി എല്ലാം നേച്ചറല്ലേ മക്കളെ. ഫ്ലഡ് ഉണ്ടാകുന്നു, വെള്ളപ്പൊക്കം, പിന്നെന്താണ് ഹെവി റെയിൻ, എർത്തേക്ക്, ഇതൊക്കെ നേച്ചർ അല്ലേ. അപ്പൊ സ്ട്രൈക്ക് മാത്രം ഹ്യൂമൻ കോസസ് ഓഫ് റിസ്ക് ആണ് അല്ലെ. അപ്പൊ അത് എക്കണോമിക് നാച്ചുറലിൽ വരില്ല. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തതാണ്
ട്രേഡ് ബിറ്റ്വീൻ ടു പേഴ്സൺസ് ബിലോങ്സ് ടു സെയിം കൺട്രി. അതായത് എന്താണ് ഒരു കൺട്രിയിലുള്ള കച്ചവടം നടത്താം. അതെന്ത് ട്രേഡ് ആണ്? എക്സ്റ്റേണൽ ആണോ, ഇന്റേണൽ ആണോ, ഫോറിൻ ആണോ, ഇന്റർനാഷണൽ ആണോ? സാറെ വിളിച്ചോ. തീർത്ത പറഞ്ഞോളൂ. ഇന്റേണൽ ആണ്. ബാക്കി എല്ലാം എക്സ്റ്റേണലിന്റെ വേറെ പേരുകളല്ലേ അല്ലെ? ഓക്കെ, അപ്പൊ ഇന്റേണൽ ആണ്. ട്രേഡ് ബിറ്റ്വീൻ സെയിം കൺട്രി ആണെങ്കിൽ ഇന്റേണൽ ആണ്. ഡിഫറെന്റ് കൺട്രി ആണെങ്കിലോ അത് എക്സ്റ്റേണൽ ആയി പോയാണ്. ഫോറിൻ ആകാം, ഇന്റേണൽ ആകാം. ഓക്കെ, നെക്സ്റ്റ് ഇനി അടുത്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. Industries which provide support services to other industries are known as dash. ഒരു ഇൻഡസ്ട്രി മറ്റൊരു ഇൻഡസ്ട്രിക്ക് സപ്പോർട്ട് ചെയ്യുന്നതിനെ എന്ത് വിളിക്കും? അത് എന്ത് ഇൻഡസ്ട്രി ആണ്? ആര് പറയും? ഫസ്റ്റ് അല്ലേ ജസ്റ്റിനെ ആൻസർ പറയടാ. ടെറിഷറി ഇൻഡസ്ട്രി. മക്കളെ ക്ലിയർ ആയില്ലേ? ടെറിഷറി എന്ന് പറയുമ്പോ മറ്റ് ഇൻഡസ്ട്രിക്ക് സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ടെറിഷറി ഇൻഡസ്ട്രി ആണ്. വൺ വേർഡ് ഒക്കെ കിട്ടി. ഇതിന് 3 കൊല്ലത്തെ വൺ വേർഡ് വന്ന ക്വസ്റ്റ്യൻസ് ആണ് കിട്ടേക്കാനായിട്ടാ. ഇതിന് വീണ്ടും വീണ്ടും വരും. ഓക്കെ, നെക്സ്റ്റ് എടുത്ത് നോക്കാം. അഞ്ചാം ക്വസ്റ്റ്യൻ ആണ്. പിക്ക് ഔട്ട് ദ നോൺ എക്കണോമിക് ആക്ടിവിറ്റി. ഇതിനകത്ത് എക്കണോമിക് ആക്ടിവിറ്റി അല്ലാത്തത് കണ്ടുപിടിക്കാനാ പറയണേ. 4 ഓപ്ഷൻ ഉണ്ട്. നീതു കുക്സ് ഫുഡ് ഫോർ ഹെർ ചിൽഡ്രൻ, ദീപക് വർക്ക്സ് ഇൻ ആൻ ഓഫീസ്, അദ്വൈത് ടീച്ചേഴ്സ് ഇൻ എ സ്കൂൾ, ഗൗരി റൺസ് എ ബ്യൂട്ടി പാർലർ. അങ്ങനെയാണെങ്കിൽ നോൺ എക്കണോമിക് ആക്ടിവിറ്റി ഏതായിരിക്കും? പറഞ്ഞോ നേഹ. നീതു കുക്സ് ഫുഡ് ഫോർ ഹെർ ചിൽഡ്രൻ അല്ലെ? നീതു അവളുടെ മക്കൾക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവൾക്ക് പൈസയും കിട്ടോ? ഒന്നും കിട്ടൂല അല്ലെ? അപ്പൊ അതന്നെ, അതെന്താണ്? അത് നോൺ എക്കണോമിക് ആക്ടിവിറ്റി ആണ്. മക്കളെ ക്ലിയർ ആയല്ലേ? അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വായിക്കാം, എന്നിട്ട് ആൻസർ ചെയ്തണം. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഇത് ചിലപ്പോ ക്ലാസിഫിക്കേഷൻ ആയിട്ട് ചോദിക്കൂട്ടോ. അങ്ങനെ നിങ്ങൾ പഠിച്ചു വെക്കാം. എക്കണോമിക്കിന്റെ നോൺ എക്കണോമിക്കിന്റെ ഒരു 3 എക്സാമ്പിൾസ് വീതെങ്കിലും നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. സെറ്റ് ആണല്ലോ? അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ തീർന്നു. സിമ്പിൾ ആണ് അല്ലെ? ഇമ്പോർട്ടന്റ് പോർഷൻസ് ഒക്കെ പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുമ്പോൾ മക്കളെ ശരിക്കും പറയുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്. ഒരുപാട് പോർഷൻ പഠിക്കാനുണ്ട്. 2-3 എസ്സേക്കുള്ള ചാപ്റ്റർ ആണ്. അപ്പൊ നിങ്ങൾ എന്തായാലും ഈ ചാപ്റ്ററിന്റെ എസ്സേ പ്രതീക്ഷിക്കണം കേട്ടോ. ക്ലിയർ ആയില്ലേ? എസ്സേ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് എന്തായാലും ഷുവർ ആയിട്ട് ഉണ്ടാകും. അത് ചിലപ്പോ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആകാം, പാർട്ണർഷിപ്പ് ആകാം, ജോൺ സ്റ്റോ കമ്പനി. ഇത് 3-ൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഷുവർ എസ്സേ. ഇതൊക്കെ എന്താ കമ്പനി, ഇവരുടെ സ്വഭാവം എന്താ, ഫീച്ചേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് എന്താ? അപ്പൊ ഇപ്പൊ പറഞ്ഞ ഈ 3 സാധനം എന്തായാലും ഡീപ്പായിട്ട് പഠിച്ചേ പറ്റും. ഇതൊക്കെയാണ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, പാർട്ണർഷിപ്പ്, ജോൺ സ്റ്റോ കമ്പനി. ഇതിൽ 3 ഏതെങ്കിലും ഒരു എസ്സേ ഉറപ്പ് നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് എന്താണ് ബിസിനസിന്റെ ഏതൊക്കെ ഫോംസ് ഉണ്ട്. നമുക്ക് ബിസിനസ് വേണമെങ്കിൽ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഒറ്റയ്ക്ക് പാടുന്നു അല്ലെ? ഇപ്പൊ നമ്മുടെ സാറൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒറ്റക്കൊക്കെ പാടും. ബാക്കി അത് കഴിയുമ്പോൾ കുറച്ച് പേര് വരും അല്ലെ? അപ്പൊ പാട്ടൊക്കെ നിൽക്കും. ഓക്കെ, അപ്പൊ ഇതേപോലെ നമ്മൾ ഒറ്റയ്ക്ക് ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളോട് ചോദിക്കാം, 1 man 1 boss, ഒരു ബോസ്, അല്ലെങ്കിൽ ഞാനാണ് എന്റെ ബോസ് എന്നൊക്കെ പറഞ്ഞ എന്താണത്? സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആണ്. ഇത് ഇങ്ങനത്തെ ചോദിക്കില്ല മക്കളെ. എന്താണ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ചോദിക്കാൻ ചാൻസ് ഇല്ല കേട്ടോ. ഹിന്റ് എന്നിട്ട് ചോദിക്കത്തുള്ളൂ. അപ്പൊ നിങ്ങളത് മനസ്സിലാക്കി വെക്കുക. എന്താണ് 1 man 1 boss എന്ന് പറഞ്ഞാലോ, എല്ലാം എന്റെ കൺട്രോളിലാണെന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ ഞാനാണ് സിംഗിൾ ഓളെന്ന് പറഞ്ഞാൽ എന്താണ്? അത് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആയിരിക്കും. അപ്പൊ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും ഒരു വ്യക്തിയാണെങ്കിൽ ദാറ്റ് ഈസ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്. അയാളെ പറഞ്ഞ പേരാണ് സോൾ പ്രൊപ്പറൈറ്റർ എന്നും പറയും, സോൾ ട്രേഡർ എന്നും പറയും. മാറിപ്പോകരുത്. ക്ലിയർ ആയില്ലേ? ചിലപ്പോ പേരുകൾ മാച്ച് ദ ഫോളോയിങ് ചോദിക്കുള്ളൂ പറയുന്നത്. നെക്സ്റ്റ് അതിന്റെ ഫീച്ചേഴ്സ് പറയാൻ പോകുന്നത്. ഫീച്ചേഴ്സ് വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക. ഇത് 5 എണ്ണെങ്കിലും പഠിക്കണം. 5 ഫീച്ചർ പഠിക്കണം. നോക്കാം. അപ്പൊ ഫസ്റ്റ് ആണ് ഫോർമേഷൻ ആൻഡ് ക്ലോഷ്യർ. ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്. ഞാനൊരു ചായക്കടയാണ്, എനിക്ക് വേണമെങ്കിൽ എപ്പോ വേണമെങ്കിലും പോയി തുറക്കാം, എപ്പോ വേണമെങ്കിലും പോയി ക്ലോസ് ചെയ്യാം അല്ലെ? എന്ന് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അവിടെ ലീഗൽ ഫോർമാലിറ്റി ഒന്നുമില്ല. ഞാൻ തൊട്ട് വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു കടമുറി പോലെ ഉണ്ടാക്കിയിട്ട് അവിടെ ഞാൻ ചായക്കട തുടങ്ങി. എനിക്ക് അടച്ചു കൂട്ടണം, ചായ വെക്കാൻ അറിയാൻ പറ്റും, പെട്ടെന്ന് കൂട്ടേണ്ടി വരും. ഓക്കെ, അപ്പൊ നല്ല ഫോർമേഷൻ ആൻഡ് ക്ലോഷ്യർ ഈസ് വെരി വെരി ഈസി ആണ് പുള്ളിക്കാരൻ. ഓക്കെ, നെക്സ്റ്റ് സോ ഫണ്ണി കൺട്രോൾ. ഓക്കെ, കൺട്രോൾ എന്ന് പറയുമ്പോൾ എന്താണ്? ബിസിനസ്സിലെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യാൻ ആള് മാത്രമേ ഉള്ളൂ അല്ലെ? പുള്ളിക്കാരന്റെ ബിസിനസ് ആണ് അല്ലെ? അപ്പൊ വേറെ സോൾ ട്രേഡർ വേറെ ആളില്ല. അപ്പൊ കൺട്രോൾ ബൈ സോൾ ട്രേഡർ ആണ്. നെക്സ്റ്റ് എന്താണ് അടുത്തത്? അതായത് ഇപ്പോ സോൾ ട്രേഡർ ആകുമ്പോ ഒരു ലീഗാലിറ്റി ഇല്ലല്ലേ? അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ വേറൊരു സ്ഥാപനമായിട്ട് നമ്മൾ കണക്കാക്കൂല. ഇപ്പൊ എന്റെ കടയാണെങ്കിൽ ടോപ്പിക്ക് മാറി ബിസിനസ് ആണ്. ഓക്കെ, അപ്പൊ എന്താണ്
നോ സെപ്പറേറ്റ് എൻറ്റിറ്റി പറയുമ്പോൾ ബിസിനസ്സും ഓണറും ഇവിടെ വേറെ ഇല്ല, രണ്ട് യൂണിറ്റ്സ് ആണ്, ഒരു ആത്മാവ് എന്ന് പറഞ്ഞ പോലെ. ക്ലിയർ ആയില്ലേ? അപ്പൊ സെപ്പറേഷൻ അവിടെ ഇല്ല. ഇനി ലയബിലിറ്റി മക്കൾ, ഇതൊരു അപാര പോയിന്റ് ആണ്. ഇത് നിങ്ങളോട് വൺ വേഡ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, മറന്നു പോകരുത്, ശ്രദ്ധിക്കാം. ഒരു സോൾ ട്രേഡറുടെ ബാധ്യത എന്ന് പറയുന്നത് എങ്ങനെയാണ് സാറേ? അൺലിമിറ്റഡ് ആയിരിക്കും. അൺലിമിറ്റഡ്. നിങ്ങൾ ഒരു കമ്പനി തുടങ്ങി, നിങ്ങൾ ഒറ്റയ്ക്കേ ചെയ്യുള്ളൂ, പൈസ നിങ്ങൾ പലയിടത്ത് നിന്ന് കടം വാങ്ങിയിട്ട് നിങ്ങൾക്ക് ലാഭം ഒന്നും കിട്ടിയില്ലെങ്കിൽ ആരാ കടം കടക്കി സാറേ? യെസ്, ഓക്കെ. അപ്പൊ ഇതേപോലെ ഞാൻ പഠിക്കുന്നില്ല. അപ്പൊ ഇതേപോലെ അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ്. അപ്പൊ ഒരു സോൾ ട്രേഡറുടെ ബാധ്യത എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ്. ഇനി അയാൾ തന്നെ എല്ലാ റിസ്ക് എടുക്കും, അയാൾ തന്നെ എല്ലാ പ്രോഫിറ്റും കൊണ്ടുപോകും, അല്ലെ? ഇനി കണ്ടിന്യൂറ്റി പഠിച്ചു വെക്കണം. ഇപ്പൊ ഒരു സോൾ ട്രേഡർ അല്ലെ, സോൾ ട്രേഡർ മരിച്ചുപോയി, അല്ലെങ്കിൽ ഭ്രാന്തി പിടിച്ച് അല്ലെ, അല്ലെങ്കിൽ എന്താണ് എല്ലാ പൈസയും പോയി പാപ്പരായി പോയി, ബിസിനസ് കണ്ടിന്യൂ ചെയ്യോ? കണ്ടിന്യൂ ചെയ്യത്തില്ല, അല്ലെ? പുള്ളിക്കാരന്റെ ബിസിനസ് മുഖം അവസാനിപ്പിച്ചു, ഇതൊക്കെ സംഭവിച്ചാലോ, അല്ലെ? അപ്പൊ നോക്കാം, ലാക്ക് ഓഫ് ബിസിനസ് കണ്ടിന്യൂറ്റി. മക്കളെ ശ്രദ്ധിച്ച് പഠിക്കുക. ഇതിന് കണ്ടിന്യൂറ്റി വളരെ കുറവാണ്. അയാൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ സാധനം സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. അപ്പൊ ഒരു അറിയില്ല. ഓക്കെ, അപ്പൊ എന്താണ്? ഫോർമേഷൻ ആൻഡ് ക്ലോഷ്യർ ഉണ്ട്, കൺട്രോൾ ഉണ്ട്, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഇല്ല, ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്, സോൾ റിസ്ക് ബിയറും പ്രോഫിറ്റ് റെസിപ്പിയന്റും ആണ്, കണ്ടിന്യൂറ്റി ഇല്ല. അപ്പൊ 6 ഫീച്ചർ ഉണ്ട്. മിനിമം ഒരു 5 ഫീച്ചർ മസ്റ്റ് ആയിട്ട് പഠിക്കേണ്ടത് ലയബിലിറ്റി. ക്ലിയർ ആയില്ലേ? ക്ലിയർ ആണെന്ന് മക്കളെ? അങ്ങനെ പഠിച്ചു വെക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും നോക്കാം. ശരിക്കും പറയുകയാണെങ്കിൽ ഫീച്ചർ തന്നെ കിട്ടും. Liability will be unlimited sort of features. ഏതാണ്? അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ്, അല്ലെ? അൺലിമിറ്റഡ് പറയുമ്പോൾ സോൾ ട്രേഡർ ആണ്. നെക്സ്റ്റ് അടുത്ത മക്കളെ മെറിറ്റും ഡീമെറിറ്റും നോക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു 3-4 പോയിന്റ്സ് വെച്ച് പഠിക്കുക. ഇടയ്ക്ക് സാറിങ്ങനെ മുന്തിരിക്ക് സാറിങ്ങനെ ഇരിക്കും. ഓക്കെ, പൊക്കം വളരെ കൂടുതലായതുകൊണ്ടാണ് മക്കളെ. യെസ്, നോക്കാം. ഫസ്റ്റത്തെ പോയിന്റ് ആണ് എന്താണ്? ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ്. നമുക്ക് ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. സ്വന്തമായിട്ട് ചായ അടിക്കുന്നു, സ്വന്തമായിട്ട് വിൽക്കുന്നു, പൈസ കൂട്ടാൻ കുറയ്ക്കാൻ കുറച്ചുകൂടെ മക്കളെ. അപ്പൊ എന്താണ്? ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് ആണ്. പിന്നെ വിൽക്കുന്ന ചായയുടെ പാല് തലവസ്ഥയാണോ പിറ്റവസ്ഥയാണോ ആരും ഒന്നും അറിയില്ല. കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് ഇൻഫർമേഷൻ ആണ് അവിടെ, അല്ലെ? നെക്സ്റ്റ് എന്താണ്? ഈസി ഫോർമേഷൻ. പെട്ടെന്ന് നടക്കാം, പെട്ടെന്ന് തുടക്കാം. ഇനി ഡയറക്റ്റ്, അതായത് ബിസിനസ് തുടങ്ങാൻ വേണ്ടി, അതായത് കട ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് സമയം എടുക്കും, അല്ലെ? നെക്സ്റ്റ് എന്താണ്? ഡയറക്റ്റ് ഇൻസെന്റീവ്. ഇനി ഒരു സോൾ ട്രേഡർക്ക് അയാൾ എടുക്കുന്ന എഫേർട്ടിന് അയാൾക്ക് തന്നെ പൈസ കിട്ടും. അപ്പൊ എന്താണ്? ഡയറക്റ്റ് ഇൻസെന്റീവ് ആണ്. അയാൾക്ക് വർക്ക് ചെയ്താൽ മതി, അയാൾക്ക് മൊത്തം പൈസ കൊണ്ടുപോകാം. അപ്പൊ നോക്കിയാൽ മക്കളെ, ഡിസിഷൻസ് എളുപ്പം എടുക്കാൻ പറ്റും, സീക്രസി ഉണ്ട്, ഈസി ഫോർമേഷൻ ആണ്, ഡയറക്റ്റ് ഇൻസെന്റീവ്. മെറിറ്റ് ഒരു 4 പോയിന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, 3 അറ്റ്ലീസ്റ്റ് പഠിച്ചു വെക്കാം കേട്ടോ. നെക്സ്റ്റ് ലിമിറ്റേഷൻ പറയുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് എഴുതിക്കോ, ലയബിലിറ്റി ഈസ് അൺലിമിറ്റഡ്. ബാധ്യത അൺലിമിറ്റഡ് ഒരു നമുക്കുള്ള എന്താണ്? ലിമിറ്റേഷൻ ആണ്. ഇനി ഒരു സോൾ ട്രേഡർക്ക് അധികം റിസോഴ്സസ് ഉണ്ടാകും, അധികം പൈസ ഉണ്ടാകും. ഇപ്പൊ ഞാനൊരു ബിസിനസ് തുടങ്ങാൻ പോവുകയാണ്, എന്റെ കയ്യിലുള്ള സേവിങ്സും ബോറോയിങ്സും മാത്രമാണ് എന്റെ ഫണ്ട്. അപ്പൊ എന്തായിരിക്കും? ലിമിറ്റഡ് റിസോഴ്സസ് ആയിരിക്കും. അതായത് റിസോഴ്സസ് കിട്ടുന്ന പൈസ, ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പൈസ കുറവായിരിക്കും. അതേപോലെ ലൈഫ് ലിമിറ്റഡ് ആണ്, ഓൾറെഡി പറഞ്ഞു, അതും എന്താണ്? ലിമിറ്റേഷൻ ആണ്. തീർന്നു. ഇനി അതുപോലെ എന്താണ്? മാനേജബിലിറ്റി ഇല്ല, അല്ലെ? അതായത് ഇപ്പൊ എനിക്ക് എല്ലാവരും മാനേജ് ചെയ്യാൻ പറ്റും സാറേ, ഇല്ല. അപ്പൊ എന്താണ്? മാനേജബിലിറ്റി കുറവാണെങ്കിൽ അവിടെയും തീർന്നു. അപ്പൊ നോക്കിയേ, ലിമിറ്റഡ് റിസോഴ്സസും ലിമിറ്റഡ് ലൈഫും ലിമിറ്റഡ് മാനേജബിലിറ്റിയും അൺലിമിറ്റഡ് ലയബിലിറ്റിയും ആണ് ലിമിറ്റേഷൻസ് ആയിട്ട് വരാം. സെറ്റ് അല്ലേ മക്കളെ? ലിമിറ്റേഷൻസ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിക്കണം കേട്ടോ. മെറിറ്റ് നിങ്ങൾ വേണമെങ്കിൽ ഫീച്ചർ എഴുതിക്കോ, എന്നാലും ലിമിറ്റേഷൻസ് മസ്റ്റ് ആയിട്ട് പഠിക്കാം. ഇത് ചാപ്റ്റർ ആണോ? ഇനി എന്റെ സ്വഭാവം മറന്നു ചെയ്യണേ. യെസ്, എക്സ്പ്ലനേഷൻ വേണ്ടേ? എക്സ്പ്ലനേഷൻ പഠിക്കണം, മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾക്ക് കഥ എഴുതാറിയില്ലേ? പിന്നല്ലാണ്ട് കഥ വരെ എഴുതണം. അതെ, തള്ളി വെച്ചാൽ മതി. നോക്കിയാ മക്കളെ, അപ്പൊ ഇതിന്റെ എക്സ്പ്ലനേഷൻ പഠിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞ 3 ബാക്കി പഠിച്ചില്ലെങ്കിലും എന്തായാലും സോൾ പ്രൊപ്പറേറ്റർഷിപ്പിന്റെ, പാർട്ണർഷിപ്പിന്റെ, ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ എസ് എന്ന എക്സ്പ്ലനേഷൻ നിങ്ങൾ പഠിച്ചേ പറ്റൂ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻസർ എഴുതുമ്പോ ഈ പഠിച്ച പോയിന്റ്സ് ഒക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് ബുള്ളറ്റ് പോയിന്റ്സ് ടീച്ചർക്ക് വായിക്കണം. അതെ, കുരുവിലാണെന്ന് എഴുതിയേക്കരുത്. ഞങ്ങളൊക്കെ ഓഫ്ലൈൻ ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സാ. ഓഫ്ലൈനിൽ പിള്ളേരൊക്കെ അതുകൊണ്ട് അങ്ങനെ ചെയ്ത് വെക്കരുത്. വിന്യാസത്തിൽ മക്കളുടെ വൃത്തിക്ക് നിങ്ങൾക്ക് എക്സാം ഒക്കെ ചെയ്യില്ലേ, അതേപോലെ നിങ്ങൾ വൃത്തിക്ക് എഴുതി വെക്കാം. ഇനി അപ്പൊ ഇനി പഠിക്കാൻ പോകുന്നത് ജോയിന്റ്. അപ്പൊ നമ്മൾ ഓൾറെഡി ഇത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് പഠിക്കാനുള്ളത് ജോൺ ഹിന്ദു ഫാമിലി ബിസിനസ് ആണ്. ഇതിൽ നിന്ന് നിങ്ങളോട് 1 വേഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനേ ചാൻസ് ഉള്ളൂ. ഇതുവരെ അങ്ങനെ ചോദിച്ചിട്ടുള്ളൂ. ഫീച്ചറൊക്കെ അങ്ങനെ എക്സാമിൽ ചോദിച്ചിട്ടില്ല. ക്ലിയർ ആയില്ലേ? നിങ്ങളോട് ചോദിക്കും
ഇന്ത്യയിൽ മാത്രമുള്ള ഫോം ഓഫ് ബിസിനസ് ഏതാണ് ജോയിന്റ് ഹിന്ദു. ഇന്ത്യയിൽ മാത്രം എക്സിസ്റ്റ് ആയ ഒരു ഫോമാണ് ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്. സെറ്റല്ലേ മക്കളെ? അപ്പൊ അത് മറന്നു പോകരുത് കേട്ടാ. ഇനി നോക്കാം, ഇന്ത്യയിലെ ഹിന്ദു ലോ അനുസരിച്ച് എന്താണ് അൺഡിവൈഡഡ് ഫാമിലി നടത്തുന്ന ബിസിനസ് ആണ് ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്. ഓക്കെ, ഇപ്പൊ നമ്മുടെ കുടുംബത്തിൽ കുറെ പേരുണ്ടെങ്കിൽ എന്താണ് നമുക്ക് വേണമെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്സിൽ ബിസിനസ് മാനേജ് ചെയ്യാൻ വേണ്ടി ഒരു വലിയ ആളുണ്ട്. അയാൾ എന്താ വിളിക്കുക സാർ? വിളിച്ച് യെസ് ഷോൺ സാർ വിളിച്ച് പറയുന്ന ആൻസർ പുള്ളിക്കാരൻ പഠിച്ചു. ഞാൻ എക്സാമിൽ മിസ്റ്റേക്ക്. ആഷിക്കെ, ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് മാനേജ് ചെയ്യുന്ന എൽഡസ്റ്റ് മെയിൻ മെമ്പറിനെ പറയുന്ന പേരെന്താണ്? കർത്ത അല്ലേ? ആൻമരിയ കർത്തയല്ലേ? വ്യക്തമല്ല. ഓക്കെ, അപ്പൊ എന്താണ്? കർത്തയാണ് നമ്മളുടെ ആള്. ഓക്കെ, അപ്പൊ കർത്തയുടെ ലയബിലിറ്റി എങ്ങനെ എഴുതി പഠിച്ച കാര്യം കേട്ടോ. കർത്തയുടെ ലയബിലിറ്റി എങ്ങനെയാണ് മക്കളെ? വേഗം പറയൂ. മുഹമ്മദ് റിസ്വാൻ, കർത്തയുടെ ലയബിലിറ്റി എങ്ങനെയാണ്? അൺലിമിറ്റഡ് ആണ്. മക്കളെ ക്ലിയർ ആയില്ലേ? അപ്പൊ എൽഡസ്റ്റ് മെയിൻ മെമ്പർ ആയ കർത്തയാണ് ബിസിനസ് മാനേജ് ചെയ്യുക. കർത്തയുടെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്. ബാക്കിയുള്ള എല്ലാ മെമ്പേഴ്സിനും എന്ത് വിളിക്കും? കോ പാർട്ട്നേഴ്സ് എന്ന് വിളിക്കും. ഇവരുടെ ലയബിലിറ്റി എങ്ങനെയാണ്? ലിമിറ്റഡ് ആണ്. ഈ 4 കാര്യമാണ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. കർത്ത ലയബിലിറ്റി അൺലിമിറ്റഡ്, കോ പാർട്ട്നേഴ്സ് ലയബിലിറ്റി ലിമിറ്റഡ്. ഇതാണ് ചോദിച്ചു കണ്ടിട്ടുള്ളൂ. സെറ്റ് ആണല്ലോ? അപ്പൊ അത് നിങ്ങൾ മറന്നു പോകരുത്. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ ആണല്ലോ? അപ്പൊ ഇവര് കൂട്ടുകുടുംബത്തില് അവരുടെ ആൻഷ്യൽ പ്രോപ്പർട്ടി ഒക്കെ വെച്ചിട്ട് മിനിമം 2 പേരെ ഉൾപ്പെടുത്തി ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അതെന്താണ്? ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് ആണ്. ജസ്റ്റ് ഫീച്ചർ ഒക്കെ നോക്കി വെക്കുക. എങ്ങാനും 1 വേർഡ് ചോദിക്കുകയാണെങ്കിൽ ആവശ്യം വരും. പഠിച്ചില്ലെങ്കിലും വലിയ കുഴപ്പമില്ല, കാരണം ഫീച്ചേഴ്സ് അങ്ങനെ ചോദിക്കാറില്ല ഇതിന്റെ. ഓക്കെ, നോക്കാം എന്തൊക്കെ ഫീച്ചർ വരും. ഫസ്റ്റ് എന്താ സാറേ? ഫസ്റ്റ് ഫോർമേഷൻ ആണ് ടു സ്റ്റാർട്ട് ദ ബിസിനസ് അറ്റ്ലീസ്റ്റ് 2 ഫാമിലി മെമ്പേഴ്സ് വിത്ത് ആൻഷ്യൽ പ്രോപ്പർട്ടി. നമുക്ക് പരമ്പരാഗതമായ സ്വത്തും ആ കുടുംബത്തിൽ 2 വ്യക്തികൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ലയബിലിറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു. മെമ്പേഴ്സിന്റെ ഒക്കെ ലയബിലിറ്റി ലിമിറ്റഡ് ആയിരിക്കും. അപ്പൊ കൺട്രോൾ ആരാണ് മക്കളെ? കൺട്രോൾ ബൈ ദി കർത്തയാണ്. പഠിച്ചില്ലേ? ഇനി കണ്ടിന്യൂറ്റി. കർത്ത മരിച്ച അടുത്ത ആളാരാണ്? അപ്പൊ എന്താണ്? കർത്ത അടുത്ത ആളാവും. കണ്ടിന്യൂറ്റി ഉണ്ട്. ഇനി അടുത്ത ഏറ്റവും വലിയ പോയിന്റ് ആണ്, ചിലപ്പോ ഇത് വെച്ച് 1 വേർഡ് ചോദിക്കാം. ജനിച്ച കൊച്ചിന് വരെ മെമ്പർഷിപ്പ് എടുക്കുന്ന ഒരു അടിപൊളി സ്കീമാണ് എന്ത്? നമ്മുടെ ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്. സോ മെമ്പർഷിപ്പ് ബൈ ബർത്ത് ആണ് മക്കളെ. സെറ്റല്ലേ? 3 സക്സസീവ് ജനറേഷനിലേക്ക് മെമ്പർഷിപ്പ് ബൈ ബർത്ത് കിട്ടുന്ന ഒരു ഫോമാണ് ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്. സോ അവിടെ മൈനർ മെമ്പർ ശ്രദ്ധിക്കേണ്ടത്, ഇതിപ്പോഴും നോർത്ത് ഇന്ത്യയില് പെൻഡിംഗ് ആയിട്ടുള്ള ഒരു ബിസിനസ് ടൈപ്പാണ്. നമ്മുടെ കേരളത്തിൽ കുറവാന്ന് മാത്രം. കേരളത്തിലാണെങ്കിലും ചിലര് സ്വർണ്ണപ്പണി മാത്രം ചെയ്യുന്ന കുടുംബക്കാരുണ്ടാവും. അവര് വേറെ തൊഴിൽ പോവില്ല. അങ്ങനെയൊക്കെ ചെയ്യാറില്ലേ എന്ന് പറയുന്ന പോലെ ഫാമിലി ബിസിനസ്സുകൾ റൺ ചെയ്യുന്നുണ്ട്. ടെക്സ്റ്റൈൽ റൺ ചെയ്യുന്നവരുണ്ട്, ഫുഡ് പ്രൊഡക്ട്സ് റൺ ചെയ്യുന്നവരുണ്ട് കാലങ്ങളായിട്ട്. അപ്പൊ അവരുടെ അതെ, കഥാനായകൻ എന്ന് പറഞ്ഞ ജയറാമിന്റെ ഒരു പഴയ പടം ഉണ്ട്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ടീച്ചേഴ്സ് അത് പറഞ്ഞിട്ട് ഞങ്ങളെ പഠിപ്പിക്കാറ്. ഞങ്ങളെ പഠിക്കുമ്പല്ല, സാറ് പഠിക്കുമ്പോ. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ആ സമയത്ത് ജനിച്ചെടുക്കില്ല. അതെ, ടീച്ചർക്ക് എന്റെ ചേച്ചിയുടെ പ്രായം ഉണ്ടെങ്കിൽ ഇല്ല മക്കളെ. വാർത്ത നോക്കാം. നെക്സ്റ്റ് അടുത്താണ് പാർട്ട്ണർഷിപ്പ്. പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക മക്കളെ. ഇപ്പൊ ഞാനും സാറും കൂടി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. സാറേ ഞാൻ പറ്റിക്കുന്നില്ല. അപ്പൊ നോക്കിയേ, 2 പേരും ഒരുമിച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് പാർട്ട്ണർഷിപ്പ്. അതിനൊരു ആക്ട് ഉണ്ട് മക്കളെ, പാർട്ട്ണർഷിപ്പ് ആക്ട് മാറി പോകട്ടെ. 1932 38 വയസ്സാണ്. ക്ലിയർ ആയില്ല മക്കളെ? അപ്പൊ നോക്കാം, പുള്ളിക്കാരി പോകും മിസ്സാക്കി തോന്നുന്നുണ്ട്. അപ്പൊ നോക്കി ഇല്ല മക്കളെ, ഇപ്പൊ 20 ദിവസമായിട്ടുള്ളൂ. അപ്പൊ നോക്കാം, അത്രയാണ് 26 കുറക്കത്തില്ല. അപ്പൊ നോക്കാം, 1932 ആക്ട് അനുസരിച്ച് നമ്മൾ 2 അതിലധികമോ ആളുകള് എന്ത് ചെയ്യും? കൂടിച്ചേർന്ന് പ്രോഫിറ്റ് ഷെയർ ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ, റിസ്ക് ഷെയർ ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് പാർട്ട്ണർഷിപ്പ്. അപ്പൊ നിങ്ങളിവിടെ നോക്കേണ്ട കാര്യമാണ്, അവർ റിസ്കും ഷെയർ ചെയ്യും, പ്രോഫിറ്റും ഷെയർ ചെയ്യും. ക്ലിയർ ആയില്ലേ മക്കളെ? അപ്പൊ 2 അതിലധികമോ പാർട്ട്നേഴ്സ് ഒരുമിച്ച് ചേർന്ന് ഒരു ബിസിനസ് നടത്തുന്നു, പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നു, റിസ്ക് ഷെയർ ചെയ്യുന്നു, ഒരുമിച്ച് ഡിസിഷൻ എടുക്കുന്നു. ദാറ്റ് ഈസ് പാർട്ട്ണർഷിപ്പ്. ഒരാൾക്ക് മാത്രം പണിയെടുക്കാൻ മറ്റൊരാൾക്ക് സൈലന്റ് ആയിട്ട് വെറുതെ ഇരിക്കുകയും ചെയ്യാട്ടോ. അങ്ങനെയും ചെയ്യാം. നല്ല പാർട്ട്ണറാണ് ഞാൻ ചെയ്യില്ല, ചീത്ത പാർട്ണർ അങ്ങനെ ചെയ്യും. നമ്മളൊന്നും ചെയ്യത്തില്ല. നെക്സ്റ്റ് അടുത്ത് നോക്കാം, ഫീച്ചേഴ്സ്. ചിലപ്പോൾ അരുൺസാർ ചെയ്തേക്കാം. ഓക്കെ, ഇവിടെ ഇല്ലല്ലോ എന്ന് പറയാം. അപ്പൊ നോക്കാം, നെക്സ്റ്റ് നോക്കാം. അതിന്റെ ഫീച്ചേഴ്സ് പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പാർട്ട്ണർഷിപ്പും സോൾ പ്രൊപ്രൈറ്റർഷിപ്പും ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയാണ്. മാറി മാറി എസ് ചോദിക്കുക, നിങ്ങൾ വിട്ട് കളയരുതിട്ടാ. ശ്രദ്ധിക്കുക, എസ് എങ്ങനെ എഴുതുന്ന ലാസ്റ്റ് നമ്മൾ പറഞ്ഞു തരുന്നുണ്ട് സാർ. ലാസ്റ്റ് പറയാറുണ്ട്, നമ്മൾ നോക്കി ഫുൾ മാർക്ക് വേണ്ടേ. അപ്പൊ നോക്കാം, ഫസ്റ്റ് അതിന്റെ ഫീച്ചേഴ്സിലേക്ക് പോകുമ്പോ ഫോർമേഷൻ എങ്ങനെ ഫോം ചെയ്യാം? പാർട്ണർഷിപ്പ് ആക്ട് അനുസരിച്ച് നമുക്ക് എഗ്രിമെന്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ എഗ്രിമെന്റ് ഒക്കെ ഉണ്ടാക്കും, സൈൻ ചെയ്യും, എന്നിട്ട് പാർട്ണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ പാർട്ണർഷിപ്പിൽ മെയിൻ ആയിട്ട് എന്ത് വേണം? എഗ്രിമെന്റ് വേണം. ഓക്കെ,
വോക്കലി ചെയ്ത പറഞ്ഞില്ല സാർ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കാര്യമില്ല. ഡിസിഷൻ മേക്കിംഗ് ആൻഡ് കൺട്രോളിംഗ് ആണ്. അത് നമുക്ക് ഓൾറെഡി പറയാം. എത്ര പാർട്ട്നേഴ്സ് ഉണ്ടോ അവരൊക്കെ കൂടി മ്യൂച്വൽ കൺസെന്റിലായിരിക്കും ഡിസിഷൻ എടുക്കുക. ഇനി റിസ്ക് എങ്ങനെയായിരിക്കും ബിയർ ചെയ്യുക? എത്ര പാർട്ട്നേഴ്സ് ഉണ്ടോ അവരെല്ലാം ഈക്വലി ഡിസിഷൻ അവര് പറയുന്ന റേഷ്യോ അല്ലെങ്കിൽ ഈക്വലി ഡിവൈഡ് ചെയ്യും. ഇനി ലയബിലിറ്റി, ഇവിടെ നിങ്ങൾ മറന്നു പോകരുത്. ഒരു പാർട്ട്ണർഷിപ്പിലെ പാർട്ട്നേഴ്സിന്റെ ലയബിലിറ്റീസ് എങ്ങനെയാണ് സാറേ? അൺലിമിറ്റഡ് ആയിരിക്കും. ഇനി ഞാൻ 5 ലക്ഷം രൂപ എന്റെ കൊടുത്തോളൂ, അവനാ 10 ലക്ഷം എടുത്ത് അപ്പൊ അവൻ മൊത്തം എടുത്തോളൂ എന്ന് പറയാൻ അങ്ങനെ പറ്റില്ല. അതായത് പാർട്ട്നേഴ്സിൽ എല്ലാവരും എന്താണ് അൺലിമിറ്റഡ് ബാധ്യത കൂടുതലായിരിക്കും. നെക്സ്റ്റ് എന്താണ്? കണ്ടിന്യൂറ്റി. കണ്ടിന്യൂറ്റി എന്ന് പറയുമ്പോൾ ഈ പാർട്ട്ണർഷിപ്പ് നമുക്ക് എന്താണ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ 4 പേരും കൂടി പാർട്ട്ണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്തു, ഒരാളിൽ നിന്ന് റിട്ടയർ ആയി പോയി, നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഓൾറെഡി ഉള്ള പാർട്ട്ണർഷിപ്പ് എൻഡ് ചെയ്തിട്ട് പുതിയത് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ ഓൾറെഡി ഉള്ള ഒരു പാർട്ട്ണർ മരിച്ചാലോ റിട്ടയർ ആയാലോ ഇൻസെയിൻ ആയാലോ അല്ലെങ്കിൽ പാപ്പറായി പോയാലോ നമുക്ക് ആ പാർട്ട്ണർഷിപ്പ് അവിടെ എൻഡ് ചെയ്യേണ്ടി വരും. ആ പാർട്ട്ണർഷിപ്പിന് കണ്ടിന്യൂറ്റി കുറവാണ് കേട്ടോ. നെക്സ്റ്റ് എന്താണ്? മെമ്പർഷിപ്പ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കി വെക്കാം. പാർട്ട്ണർഷിപ്പിലെ മിനിമം മെമ്പർ 2 ആണ്. മാക്സിമം 1500 പറയും. 50 എഴുതിയാലും 100 എഴുതിയാലും കുഴപ്പമില്ല. സെറ്റ് അല്ലേ? അറിയത്തില്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ എഴുതാൻ നിൽക്കണ്ട, മിനിമം എഴുതി വെച്ചാൽ മതി. സെറ്റ് ആണോ മക്കളെ? മിനിമം മെമ്പർ 2 എന്ന് പറഞ്ഞത് മറന്നു പോകരുത് കേട്ടോ. നെക്സ്റ്റ് ഇനി പഠിക്കാൻ പോകുന്നത് പാർട്ട്ണർഷിപ്പിന്റെ മെറിറ്റും ഡിമെറിറ്റും കൂടിയാണ്. നോക്കാം. ഓൾറെഡി മെറിറ്റും ഡിമെറിറ്റും കൂടി നോക്കാം. മെറിറ്റ് എന്ന് പറയുമ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു കുറെ പാർട്ട്നേഴ്സ് ഉണ്ട്. അപ്പൊ ഡിസിഷൻ എങ്ങനെയായിരിക്കും? ഒരു ബാലൻസ്ഡ് ആയ നല്ല രീതിയിൽ അഭിപ്രായങ്ങളൊക്കെ അറിഞ്ഞിട്ടായിരിക്കും എടുക്കേണ്ടത്. ഇനി ഫണ്ട് എങ്ങനെയായിരിക്കും? നല്ല രീതിയിൽ രണ്ടുപേരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന. അപ്പൊ ഒരുപാട് ഫണ്ട് ഉണ്ട്. സോൾവെൻസി പോലെയല്ല. നെക്സ്റ്റ് അടുത്ത് എന്താണ്? ഫോർമാലിറ്റി ഇല്ല. സെക്ഷൻ 1932 ആണ് പാർട്ണർഷിപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി റിസ്ക് എങ്ങനെയാണ്? ഓൾറെഡി പറഞ്ഞ കേസാണ്. എല്ലാ പാർട്ട്നേഴ്സും നമ്മൾ റിസ്കുകൾ ഷെയർ ചെയ്യണം. നെക്സ്റ്റ് എന്താണ്? ലിമിറ്റേഷൻസ് എന്ന് പറയുമ്പോൾ ചിലപ്പോ പാർട്ട്നേഴ്സിന്റെ എണ്ണം കുറഞ്ഞു പോയി, 2 പാർട്ട്ണർ ഉള്ളൂ. അപ്പൊ ചിലപ്പോ എന്താണ് നമ്മൾ കുറയാൻ ചാൻസ് ലിമിറ്റിലായിരിക്കും അല്ലെ. ഇനി 2 പേര് വരുമ്പോൾ ഉറപ്പായിട്ട് അവിടെ എന്തുണ്ടാവും മക്കളെ? അടി ഉണ്ടാവും അല്ലെ. അപ്പൊ എന്താണ്? പോസിബിലിറ്റി ഓഫ് കോൺഫ്ലിക്ട് വളരെ വളരെ 3 ഇടയ്ക്ക് വീഴുമല്ലോ, അപ്പൊ കുറവായിരിക്കും. അപ്പൊ 2 പേരാകുമ്പോൾ എന്താണ്? പോസിബിലിറ്റി ഓഫ് കോൺഫ്ലിക്ട് അവിടെ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് എന്താണ്? ഓൾറെഡി പറഞ്ഞ അൺലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റേഷൻ ആണ്. ഇനി കണ്ടിന്യൂറ്റി പറഞ്ഞത് എന്താണ്? ലിമിറ്റേഷൻ ആണ്. അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ ഫീച്ചറിൽ നമുക്ക് എന്ത് കിട്ടും? മെറിറ്റും ഡിമെറിറ്റും കിട്ടും. ക്ലിയർ ആയില്ലേ? ഇപ്പൊ നിങ്ങൾ പഠിച്ച ഡിസിഷൻ മേക്കിംഗ്, ഷെയറിംഗ് ഓഫ് റിസ്ക്, ഇതൊക്കെ നിങ്ങൾ ഫീച്ചറിൽ പഠിച്ചതാണെന്ന് എഴുതിക്കൂടെ? അതേപോലെ അൺലിമിറ്റഡ് ലയബിലിറ്റി, കണ്ടിന്യൂറ്റി, ഇത് നിങ്ങൾ എവിടെ പഠിച്ചതാണ്? ഫീച്ചറിൽ പഠിച്ചതാണ്. അപ്പൊ നിങ്ങൾ ഫീച്ചർ തറവായിട്ട് പഠിച്ചാൽ അതിൽ നിങ്ങൾക്ക് ലിമിറ്റേഷനും മെറിറ്റും കിട്ടും. സെറ്റ് ആണല്ലോ? ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇപ്പൊ വേഗം ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുത്ത് തിരിച്ചു വരാലോ? ഓക്കെ. ഒന്ന് കൈവീശി കാണിച്ചേ മിസ്സിന്റെയും സാറിന്റെയും. കേൾക്കുന്നുണ്ടെങ്കിൽ കൈവീശി കാണിച്ചേ. കേൾക്കുന്നുണ്ടെങ്കിൽ സെറ്റ് അല്ലേ? ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ പാർട്ട്ണർഷിപ്പിന്റെ മെറിറ്റ്സും ലിമിറ്റേഷനും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്? അടുത്ത ഫോമിനെ കുറിച്ചാണ്. നെക്സ്റ്റ് ഫോം എന്താണ്? നെക്സ്റ്റ് ഫോമിന് മുൻപ് നമുക്ക് ബ്രേക്ക് കഴിഞ്ഞു മക്കളെ വേഗം റീജോയിൻ ചെയ്യുക, ക്ലാസ് കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുക. നെക്സ്റ്റിന് പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സിനെ കുറിച്ചാണ്. നമുക്ക് മൊത്തം 6 പാർട്ട്നേഴ്സ് ഉണ്ട്. അത് കൂടാതെ പറഞ്ഞാൽ മൈനർ പാർട്ട്ണർ ഉണ്ട്. അത് അങ്ങനെ എക്സാമിന് ചോദിക്കാറില്ല. ഫസ്റ്റ് പാർട്ട്ണർ ആണ് ആക്റ്റീവ് അല്ലെങ്കിൽ പേരിൽ തന്നെ ഉണ്ടല്ലേ. അപ്പൊ മാനേജ്മെന്റിന്റെ കാര്യങ്ങളില് ആക്റ്റീവ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ആക്റ്റീവ് പാർട്ട്ണർ. അവരെന്ത് ചെയ്യും? ക്യാപിറ്റൽ കൊണ്ടുവരും, പ്രോഫിറ്റും ലോസും ഷെയർ ചെയ്യാൻ വരും. ബാധ്യത എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആയിരിക്കും. മക്കളെ പ്രത്യേകം എടുത്ത് പറയണ്ട. പാർട്ട്ണർഷിപ്പിലെ ശ്രദ്ധിക്കുക, ഈ 6 പാർട്ട്നേഴ്സിന്റെയും ലയബിലിറ്റി അൺലിമിറ്റഡ് ആയിരിക്കും. ഓക്കെ അല്ലേ? മൈനറുടെ മാത്രം അൺലിമിറ്റഡ് ആയിരിക്കില്ല. ഒരു പാർട്ട്ണർഷിപ്പിലെ 6 പാർട്ട്ണറുടെയും ബാധ്യത എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആയിരിക്കും. ഓക്കെ. അപ്പൊ അതിന് പറയുന്ന കേസിൽ നിങ്ങൾ ഓൾറെഡി ഓർത്താൽ മതി. അപ്പൊ ആക്റ്റീവ് പാർട്ണർ എന്ന് വെച്ചാൽ മാനേജ്മെന്റിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ ആക്റ്റീവ് പാർട്ണർ. അപ്പൊ എന്തായിരിക്കും സ്ലീപ്പിംഗ് പാർട്ണർ? അയാൾ എന്ത് ചെയ്യും? മാനേജ്മെന്റ് സമയത്ത് ഉറക്കായിരിക്കും. ഷോൺ സാർ അല്ലെ. അപ്പൊ മാനേജ്മെന്റ് ടൈമിൽ ഇങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാണ്ട് ഉറങ്ങിയിരിക്കുന്ന ആളുകൾ നമ്മൾ എന്ത് വിളിക്കും സാറേ? സ്ലീപ്പിംഗ് പാർട്ണർ വിളിക്കും, ഡോർമെന്റ് പാർട്ണർ എന്ന് വിളിക്കും. ഇനി അടുത്താണ് സീക്രട്ട് പാർട്ണർ. ഇപ്പൊ നമ്മുടെ ഇടയ്ക്ക് നമ്മുടെ ഉത്സാഹം അന്വേഷിച്ചു പോകും കാര്യങ്ങൾ. അതേപോലെ സീക്രട്ട് ആയിട്ട് കാര്യങ്ങളൊന്നും അന്വേഷിച്ചു പോകുന്ന പാർട്ണറാണ്. അയാൾ പുറത്ത് അറിയിക്കാൻ പാടില്ല ഞാൻ ഈ പാർട്ണറിന്റെ മെമ്പർ ആണെന്ന്, എനിക്ക് പബ്ലിസിറ്റിയുടെ ആവശ്യമില്ല. ഓക്കെ. അപ്പൊ ഇതേപോലെ
ഒരു പാർട്ണർ ആയിട്ട് പോലും അയാളുടെ ആ ഒരു പാർട്ണർഷിപ്പിന്റെ ഐഡന്റിറ്റി പുറത്ത് കാണിക്കാത്ത ആളാണ് സീക്രട്ട് പാർട്ണർ. സെറ്റ് അല്ലേ മക്കളെ? ആ പേര് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക, വൺ വേർഡ് ഒക്കെ ചോദിക്കും കേട്ടോ. നെക്സ്റ്റ് അടുത്തതാണ് നോമിനൽ പാർട്ണർ. നോമിനൽ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, ഇപ്പൊ പറഞ്ഞ 3 പാർട്ട്നേഴ്സും അവർ ക്യാപിറ്റലി കോൺട്രിബ്യൂട്ട് ചെയ്യും, ബിസിനസ്സിൽ പാർട്ടിസിപ്പേറ്റ്, പിന്നെ എന്താണ് പ്രോഫിറ്റും ലോസും ഷെയർ ചെയ്യാൻ വരും, ലയബിലിറ്റി അൺലിമിറ്റഡ് ആയിക്കോളൂ. ഇനി പറയാൻ പോകുന്ന പാർട്ട്നേഴ്സ് ശ്രദ്ധിക്കുക, ഇനി പറയാൻ പോകുന്ന പാർട്ട്നേഴ്സ് ആരും തന്നെ എന്ത് ചെയ്യില്ല, ക്യാപിറ്റലി കോൺട്രിബ്യൂട്ട് ചെയ്യില്ല, പ്രോഫിറ്റും ലോസും ഷെയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവരുടെ ബാധ്യത അൺലിമിറ്റഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ. അപ്പൊ ആദ്യത്തെ പാർട്ണർ ആണ് നോമിനൽ പാർട്ണർ. അതായത് എന്ത് തരും അവര്? നോമിനൽ എന്ന് പറയുമ്പോൾ പേര് ഉപയോഗിച്ചോ, എന്റെ പേര് ഉപയോഗിച്ചോ, കുഴപ്പമില്ല, നിങ്ങൾക്ക് പബ്ലിസിറ്റി കിട്ടിക്കോട്ടെ അല്ലെ. അപ്പൊ എന്റെ പേര് അവർ പാർട്ണർഷിപ്പിൽ ഉപയോഗിക്കാൻ തരാണ്, വേറെ ഒന്നുമില്ല കേട്ടോ, വേറെ പൈസ ഇല്ല, വേറെ പരിപാടി ഒന്നുമില്ല. അപ്പൊ അതാണ് എന്ത്? നോമിനൽ പാർട്ണർ. ഇനി എന്താ പാർട്ണർ ബൈ സ്റ്റോപ്പല്? പാർട്ണർ ബൈ സ്റ്റോപ്പൽ എന്ന് പറയുമ്പോ ഞാൻ പാർട്ണറിലെ ആളാണ്, അതന്നെ പുള്ളിക്കാരനാണ് ഞാൻ വിളിച്ചതാണ് മക്കളെ, അങ്ങനെ പറയും. പാവം സാർ, ഞാൻ വിളിച്ച് ഡേറ്റ് ഒക്കെ എടുത്ത് വന്നതാണ് അല്ലെ. ഓക്കെ, ഭയങ്കര ബിസി മാൻ ആണ്. ഓക്കെ, അപ്പൊ നോക്കാം, പാർട്ണർ ബൈ സ്റ്റോപ്പൽ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കാൻ മക്കളെ, എന്താണ്? ഓൾറെഡി പാർട്ണർ അല്ലെങ്കിൽ പോലും അയാളുടെ ബിഹേവിയർ കൊണ്ട് ഞാൻ പാർട്ണർ ആണെന്ന് തോന്നി പഠിപ്പിക്കാം അല്ലെ. അപ്പൊ അതാണ് എന്ത്? പാർട്ണർ ബൈ എസ്റ്റോപ്പൽ. ഇനി അടുത്തതാണ് പാർട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട്. അതായത് പാർട്ണർ ബൈ ഹോൾഡിംഗ് എന്ന് പറയുമ്പോൾ പാർട്ണർ പറയൂല ഞാൻ പാർട്ണർ ആണെന്ന്, പക്ഷെ ആര് പറയും? ആ പാർട്ണർഷിപ്പിലെ മറ്റു പാർട്ട്നേഴ്സോ നാട്ടുകാരോ പറയും. എന്നിട്ടും അത് കേട്ടിട്ടും അയാൾ എന്ത് പറയും? ഞാൻ പാർട്ണർ അല്ല എന്ന് തിരുത്തൂല. ക്ലിയർ ആയില്ലേ? അപ്പൊ ഓൾറെഡി അയാളല്ലെങ്കിൽ പോലും വേറെ ആൾക്കാർ പാർട്ണർ ആണെന്ന് പറഞ്ഞിട്ടും അത് നിഷേധിക്കാത്ത വ്യക്തിയാണ് പാർട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട്. മാറിപ്പോകരുത്. പല നടീനടന്മാരും ഇതിന്റെ പാർട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട് അംബാസിഡേഴ്സ് ആയിട്ടൊക്കെ വെറുതെ നിന്നിട്ട് എന്റെ കൂടെയാണ് കമ്പനി എന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കും. എന്നിട്ട് പക്ഷെ അവരും പറയൂല, എന്റെ അല്ലെന്ന് അവരും പറയൂല അല്ലെ. അവർ അഡ്വർടൈസ്മെന്റ് എടുത്ത് പോണതായിരിക്കും, നമ്മൾ തെറ്റിദ്ധരിക്കും. then എന്താണ്? പാർട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട് ആണ്. അപ്പൊ നിങ്ങൾ ആ 4 പാർട്ട്നേഴ്സും ഇമ്പോർട്ടന്റ് ആണ്. അതിൽ തന്നെ എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പാർട്ട്നേഴ്സ് ആണ് സീക്രട്ട് പാർട്ണറും നോമിനൽ പാർട്ണറും. വൺ വേർഡ് മാറി മാറി ചോദിക്കും. എന്താന്ന് ചോദിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ 3 കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ബാക്കി നിങ്ങൾക്ക് വർക്കിങ്ങും സ്ലീപ്പിംഗ് ഒക്കെ എന്തായാലും കിട്ടും. ഉറങ്ങണേ ഇരിക്കുന്ന കാലൊക്കെ നിങ്ങൾ ഓർത്താൽ മതി. പാർട്ണർ ബൈ എസ്റ്റോപ്പലിന്റെ ലൈബിലിറ്റി എങ്ങനെയായിരിക്കും? പാർട്ണർ ബൈ എസ്റ്റോപ്പൽ ആയാലും ഹോൾഡിംഗ് ആയാലും എല്ലാത്തിന്റെയും അൺലിമിറ്റഡ്. എത്ര പാർട്ണർ ഉണ്ടെങ്കിലും ബാധ്യത അൺലിമിറ്റഡ് ആയിരിക്കും. ഒന്ന് ആലോചിച്ചോക്കെ, ഈ എസ്റ്റോപ്പൽ എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഞാൻ കമ്പനിയുടെ പാർട്ണറാന്ന് അഭിനയിച്ച നാട്ടുകാരെ മുഴുവൻ കാണിച്ചേക്കാം. അപ്പൊ ഒറിജിനൽ പാർട്ട്നേഴ്സ് ഒക്കെ പൂട്ടിക്കെട്ടി നാട് വിട്ടാ അപ്പൊ സംഭവം അതുപോലെ എല്ലാ പാർട്ട്നേഴ്സിനും ബാധ്യത അൺലിമിറ്റഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് പാർട്ണർഷിപ്പ് ഡീഡിനെ കുറിച്ചാണ്. ഒരു 4 മാർക്ക് 5 മാർക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ വേറെ പേര് പറയും ആർട്ടിക്കിൾസ് ഓഫ് പാർട്ണർഷിപ്പ്. എന്താ പറയാ? ആർട്ടിക്കിൾസ് ഓഫ് പാർട്ണർഷിപ്പ്. മാറിപ്പോകരുത് കേട്ടോ. ആർട്ടിക്കിൾസ് എഴുത്തുന്നാണ് അർത്ഥം. ഇപ്പൊ വനിതയിലും ഗൃഹലക്ഷ്മി മാഗസീൻസിലൊക്കെ ആർട്ടിക്കിൾസ് പാരഗ്രാഫ്, ഒരു പാസേജ്. അപ്പൊ ആർട്ടിക്കിൾസ് പറയുമ്പോൾ നമ്മുടെ പാർട്ണർഷിപ്പിന്റെ എഗ്രിമെന്റ് വേണമെങ്കിൽ നമുക്ക് ഓറൽ ആകാം, റിട്ടേൺ ആകാം. റിട്ടേൺ ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് പാർട്ണർഷിപ്പ് ഡീഡ്. പാർട്ണർഷിപ്പിന്റെ ടേംസും കണ്ടീഷൻസും നമ്മൾ എഴുതി തയ്യാറാക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് പാർട്ണർഷിപ്പ് ഡീഡ് ആണ്. ഇനി പാർട്ണർഷിപ്പ് ഡീഡിന്റെ കാര്യങ്ങൾ എഴുതാം. ഒന്നാമതായിട്ട് നമ്മൾ തുടങ്ങാൻ പോകുന്ന ഫേമിന്റെ പേര്, രണ്ടാമതായിട്ട് പാർട്ട്നേഴ്സിന്റെ നെയിമും അഡ്രസ് എഴുതും, മൂന്നാമതായിട്ട് നമ്മുടെ ബിസിനസിന്റെ ലൊക്കേഷൻ. ഇനി അടുത്ത് എന്താണ്? എത്ര വർഷത്തേക്കാണോ, 1 വർഷത്തേക്കാണോ, അല്ലെങ്കിൽ ഇതിൽ പർപ്പസിന് വേണ്ടിയാണോ പാർട്ണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുക? ഇനി എത്ര പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ കൊണ്ടുവന്നു, എത്ര എമൗണ്ട് കൊണ്ടുവന്നു, പ്രോഫിറ്റ് എങ്ങനെ ഷെയർ ചെയ്യണം, ഓരോ പാർട്ട്നേഴ്സിനും എന്തൊക്കെ ഡ്യൂട്ടി റൈറ്റ് ഉണ്ട്, അതുപോലെ ഓരോ പാർട്ട്നേഴ്സിനും എത്ര സാലറി ഉണ്ട് എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരു പാർട്ണർഷിപ്പ് ഡീഡിൽ ഉണ്ടായിരിക്കും. എല്ലാ കണ്ടന്റും പഠിച്ചില്ലെങ്കിലും നിങ്ങൾ അത്യാവശ്യം ഒരു 5ഓ 6ഓ കണ്ടന്റോ പഠിച്ചു വെക്കാം. സെറ്റ് അല്ലേ? 5ഓ 6ഓ കണ്ടന്റോ പാർട്ണർഷിപ്പിൽ ഷുവർ ആയിട്ട് പഠിക്കുക. ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വിജിതയും ഹരിദാസ് സാറും കൂടി ഒരു പാർട്ണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഭാവിയിൽ ഡിസ്പ്യൂട്ട് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി ഇപ്പോഴേ സെറ്റ് ചെയ്യുന്ന ആ ഒരു എന്താണ് പ്രോഗ്രാമിന്റെ പരിപാടിയുടെ പേരെന്താണ്? പാർട്ണർഷിപ്പ് ഡീഡാണ്. മക്കളെ, അപ്പൊ ഡിസ്പ്യൂട്ട് ഒഴിവാക്കാന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചോ അല്ലേ? അപ്പൊ എന്താണ്? അത് പാർട്ണർഷിപ്പ് ഡീഡായിരിക്കും. സെറ്റ് അല്ലേ മക്കളെ? ഓക്കെ ആണല്ലോ? അപ്പൊ നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കണം കേട്ടോ. നെക്സ്റ്റ് ഇനി പഠിക്കാൻ പോകുന്നത് അടുത്ത ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ്. ദാറ്റ് ഈസ് കോർപ്പറേറ്റീവ് സൊസൈറ്റി. ശ്രദ്ധിക്കുക, ചിലപ്പോ കാണും അല്ലെ? സംഘങ്ങളൊക്കെ കാണും. യെസ്, അച്ഛനമ്മയൊക്കെ
പലയിടത്തും ഉണ്ടാവും, പാല് വെളുപ്പിനെ കൊണ്ട് കൊടുക്കണം. ഉണ്ടാവും. ഓക്കെ, അപ്പൊ അച്ഛനമ്മയൊക്കെ ചില മെമ്പർഷിപ്പ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ നോക്കാം, കോപ്പറേറ്റ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ നമ്മളുടെ അടുത്ത് തന്നെ എന്താണ് ഒരു കൂട്ടം മെമ്പേഴ്സ്, നമ്മുടെ പ്രദേശത്തുള്ള ഒരു കൂട്ടം മെമ്പേഴ്സ് അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് ഒരു അസോസിയേഷൻ ഉണ്ടാക്കി. ആ അസോസിയേഷൻ കോപ്പറേറ്റ് സൊസൈറ്റി ആക്ടിന്റെ അടിസ്ഥാനത്തിൽ, ആക്ടിന്റെ ഇയർ ഒക്കെ കറക്റ്റ് ഓർത്ത് വെക്കാം, 1912 ആണ്. അതിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് രജിസ്റ്റർ ചെയ്തിട്ട് ഒരു ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആരംഭിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോപ്പറേറ്റ് സൊസൈറ്റി ആണ്. മക്കളെ 2 പോയിന്റ് കൃത്യമായിട്ട് ഓർക്കുക. രജിസ്ട്രേഷൻ കമ്പൽസറി ആണ്. നെക്സ്റ്റ് വരുന്നത് ഇത് ഫോം, ഇങ്ങനത്തെ ഫോം എന്ന് പറയുന്നത് എന്താണ് മെമ്പേഴ്സിന്റെ വെൽഫെയറിന് വേണ്ടിയിട്ടായിരിക്കും. പിന്നെ ഈ ആക്ടും കൂടെ ഓർത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ കഷ്ടപ്പെടേണ്ട, കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് ആണെന്ന് മാത്രം പറഞ്ഞാൽ ഇയർ ഓർമ്മയില്ലെങ്കിൽ. അതുപോലെ തന്നെ സർവീസ് ആണ് ഇതിന്റെ മോട്ടീവ്, അതായത് ഇനി സർവീസ്, അതായത് പ്രോഫിറ്റ് ഉണ്ടാക്കാനല്ല, സർവീസ് ആണ് ഇതിന്റെ മോട്ടീവ് എന്ന് ഓർത്ത് വെക്കുക. ഇനി നോക്കാം നെക്സ്റ്റ് ഇതിന്റെ ഫീച്ചേഴ്സാ പറയാൻ പോകുന്നത്. അതുപോലെ ഈ സൊസൈറ്റിയുടെ ഒരു പോയിന്റ് ആണ് 1 man 1 vote. ക്ലിയർ ആയില്ലേ? അപ്പൊ നിങ്ങളോട് ചോദിക്കും, ഒരാൾക്ക് ഒരു വോട്ട് എന്ന ഫോമില് ഓപ്പറേറ്റ് ചെയ്യുന്ന സ്ഥാപനം ഏതാണ്? കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. ഇനി സർവീസ് ഈസ് ദി മോട്ടോ എന്ന് പറഞ്ഞിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന സ്ഥാപനം ഏതാണ്? കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. അപ്പൊ നിങ്ങൾ 1 man 1 vote, സർവീസ് ഈസ് ദി മോട്ടോ എന്നൊക്കെ പറഞ്ഞാൽ ഉറപ്പിച്ചോ, ദാറ്റ് ഈസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. ഫീച്ചർ നോക്കി, വോളണ്ടറി മെമ്പർഷിപ്പ് ആണ്, നമുക്ക് ഈസി ആയിട്ട് പോയി ജോയിൻ ചെയ്യാം. എന്റെ ഇഷ്ടമാണ് അതിന്റെ മെമ്പർ ആവണോ വേണ്ടോ. എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോയി ജോയിൻ ചെയ്യാം, തീരുമ്പോ തിരിച്ചു പോരാ അല്ലെ. നെക്സ്റ്റ് എന്താണ് ലീഗൽ സ്റ്റാറ്റസ്, അത് നിർബന്ധമായിട്ട് പറയണം. രജിസ്ട്രേഷൻ കമ്പൽസറി ആണ്. ഞങ്ങൾ ഒരു 5 പേര് കോപ്പറേറ്റീവ് സൊസൈറ്റി തുടങ്ങുകയാണെങ്കിൽ അവിടെ ഉറപ്പായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം. ഇനി അടുത്ത ലയബിലിറ്റി എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ലയബിലിറ്റി എന്ന് പറയുമ്പോൾ ലിമിറ്റഡ് ആയിരിക്കും. കാരണം എന്താ? സഹകരണം, എല്ലാവരും തമ്മിൽ അങ്ങോട്ടും കൊണ്ട് സഹകരിച്ചു കൊണ്ടുവരാനുള്ള ബാധ്യത കുറവായിരിക്കും. ഇനി കൺട്രോൾ ഒന്നും മറന്നു പോകരുത്. വോട്ടിംഗ് സിസ്റ്റത്തിലൂടെ നമ്മൾ തെരഞ്ഞെടുത്ത മാനേജിംഗ് കമ്മിറ്റി ആയിരിക്കും ഒരു സൊസൈറ്റി മാനേജ് ചെയ്ത് കൊണ്ടുപോകാം. ക്ലിയർ ആയില്ലേ? അപ്പൊ വോട്ടിംഗ് സിസ്റ്റം വഴിയാണ് മാനേജിംഗ് കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുക, അവരാണ് കൺട്രോൾ ചെയ്യുക. ഇനി എന്താണ് അവരുടെ മോട്ടീവ് എന്ന് പറയുന്നത്? സർവീസ് ആണ്. ഇതിന്റെ കണ്ടിന്യൂറ്റി ഉണ്ട്. ഒരു മെമ്പർ പോയി സ്റ്റോപ്പ് ചെയ്യാൻ പോകുമോ? സ്റ്റോപ്പ് ചെയ്യില്ല, ഒരുപാട് പേരുണ്ട്, അപ്പൊ അവിടെ സ്റ്റോപ്പ് ചെയ്യത്തില്ല. ഇനി എന്താണ്? ഇതിന്റെ പ്രോഫിറ്റ് ഒക്കെ വളരെ കുറവായിരിക്കുള്ളൂ. അതുകൊണ്ട് നമ്മള് കുറേശ്ശെ പ്രോഫിറ്റ് എല്ലാ മെമ്പേഴ്സിന് കിട്ടത്തുള്ളൂ. അപ്പൊ ഇതെല്ലാം പഠിച്ചില്ലെങ്കിലും മെയിൻ ആയിട്ട് വോളണ്ടറി മെമ്പർഷിപ്പ് പഠിക്കുക, ലയബിലിറ്റി ലിമിറ്റഡ് ആണെന്ന് പഠിക്കുക, സർവീസ് മോട്ടീവും പഠിച്ചു വെക്കാം. ഈ 3 പോയിന്റ് നിർബന്ധമായിട്ട് പഠിക്കണം. ബാക്കിയുള്ള കൂടെ പഠിച്ചു വെക്കാൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ ഇതെങ്കിലും പഠിച്ചു വെക്കാം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 5 മാർക്കിന്റെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. 6 പഠിച്ചില്ലെങ്കിലും 5 എണ്ണം പഠിച്ചിരിക്കാം. മക്കളെ നിങ്ങളോട് ചോദിക്കും, നേച്ചർ ഓഫ് ഓപ്പറേഷന്റെ ബേസിസിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയെ എങ്ങനെയെല്ലാം തരംതിരിക്കാം? മെയിൻ ആയിട്ട് നമുക്ക് 5 കാറ്റഗറീസ് തിരിക്കാൻ പറ്റും. ഫസ്റ്റ് ആണ് കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പൊ ആയിരിക്കും കൺസ്യൂമറെ പ്രൊട്ടക്ട് ചെയ്യാൻ, കൺസ്യൂമറെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സൊസൈറ്റി ഉള്ളത്. നെക്സ്റ്റ് അതൊക്കെ എന്താണ്? ലോ പ്രൈസിൽ ഗുഡ്സ് കൊടുക്കും അല്ലെ. നെക്സ്റ്റ് അടുത്തത് ആരാണ്? പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പൊ അത് ആരെ പ്രൊട്ടക്ട് ചെയ്യാനായിരിക്കും? പ്രൊഡ്യൂസേഴ്സിന് അവരുടെ പ്രൊഡക്റ്റ് പോകാനായിട്ട് സർവീസ് കൊടുക്കുന്നതായിരിക്കും. നെക്സ്റ്റ് എന്താ അടുത്തത്? മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പൊ അതെന്തിനായിരിക്കും? നമുക്ക് നമ്മുടെ ഫാമേഴ്സിന്റെയും സ്മോൾ പ്രൊഡ്യൂസേഴ്സിന്റെയും പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാനുള്ളതായിരിക്കും. അടുത്ത എന്താണ്? മാർക്കറ്റിംഗ് ഒക്കെ പോലെയാണ് ഫാർമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അതായത് നമ്മളുടെ അടുത്തുള്ള ഫാമേഴ്സിന് നമുക്ക് ഫാമിംഗ് ചെയ്യാനുള്ള ഫെർട്ടിലൈസേഴ്സ്, ഇൻപുട്ട്, ഇതൊക്കെ റീസണബിൾ കോസ്റ്റ് കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് എന്താണ്? കോപ്പറേറ്റീവ് സൊസൈറ്റി. വീടിന്റെ അടുത്ത് ഒരുപാടുണ്ടാവും സഹകരണ സംഘങ്ങൾ അല്ലെ. നമുക്ക് പൈസ ഒക്കെ ആവശ്യം വരും, മെമ്പേഴ്സിന് എന്ത് കിട്ടും? കുറഞ്ഞ ഇൻട്രസ്റ്റിൽ പൈസ കൊടുക്കുന്ന സൊസൈറ്റിയാണ്, ലോണൊക്കെ കിട്ടുന്നതാണ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ്. അടുത്തതാണ് എന്ത്? കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി തന്നെ ഉണ്ട്. അതായത് വീട് പണിയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ചുരുങ്ങിയ ചെലവിൽ വീട് വെച്ചുകൊടുക്കുന്ന സൊസൈറ്റിയാണ് എന്ത്? കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി. അപ്പൊ നിങ്ങൾ 5 എണ്ണം ഷുവർ ആയിട്ട് പഠിക്കുക, എക്സ്പ്ലെയിൻ ചെയ്യാനും പഠിക്കുക. ഇതിൽ വരുന്ന ഓരോ മെമ്പേഴ്സ്, ഇപ്പോ കൺസ്യൂമേഴ്സ് ആകുമ്പോൾ കൺസ്യൂമർ ആണ് മെമ്പേഴ്സ്, പ്രൊഡ്യൂസർ ആകുമ്പോൾ പ്രൊഡ്യൂസർ ആണ്. അപ്പൊ അങ്ങനെ മെമ്പേഴ്സ് അടക്കം നിങ്ങൾ പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. 5 മാർക്കിന്റെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. സെറ്റ് ആണെങ്കിൽ കൈവിഷയം കാണിച്ച് ഓക്കെ ആണെങ്കിൽ യെസ്. ഇനി പഠിക്കാൻ പോകുന്നത് ഈ ചാപ്റ്ററിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് പോർഷൻ ആയ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയെ കുറിച്ചാണ്. മക്കളെ ഇപ്പൊ നമ്മൾ പഠിച്ച ഫോംസിൽ വെച്ചിട്ട് ഏറ്റവും ഒരു വലിയ ഫോം ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയാണ് അല്ലെ. ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുമ്പോൾ അതിന് ലീഗാലിറ്റി ഉണ്ട്, രജിസ്ട്രേഷൻ ഉണ്ട്, കുറെ ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ട്, ഒരു ആക്ട് ഉണ്ട്. അപ്പൊ കമ്പനി ആക്ട് എന്ന് പറയുന്ന 2030 1956 അനുസരിച്ച് രജിസ്റ്റർ ചെയ്തേക്കുന്ന ഒരു സ്ഥാപനമാണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. ഇത് നമ്മൾ എന്താ പറയാ? ഇറ്റ്സ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. കാരണം എന്താണ്? ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ ലോ ആണ്. ഇതിൽ എന്തുണ്ട്? പെർപെച്വൽ എൻറ്റിറ്റി. ദാറ്റ് മീൻസ് ഇതിനൊരു ലീഗൽ എക്സിസ്റ്റൻസ് ഉണ്ട്, ഒരുപാട് കാലങ്ങൾ പോകും, കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ് ഉണ്ട്. ഇതെന്താണ്?
പെർപെച്വൽ സക്സഷൻ ഉണ്ട് ആൻഡ് കോമൺ സീൽ ഉണ്ട്. അപ്പോ എന്താണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുമ്പോൾ ഒരുപാട് നാൾ എക്സിസ്റ്റൻസ് ചെയ്യുന്ന ഒഫീഷ്യൽ മുദ്രയുള്ള സെപ്പറേഷൻ ഉള്ള രജിസ്ട്രേഷൻ ഉള്ള ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കുക. ആക്ട് പഠിക്കണം അല്ലെ, ഇയറും പഠിക്കണം. ഈ ജോയിന്റ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ പേര് തന്നെ അതിന്റെ അർത്ഥം എന്തായിരിക്കും? ഒറ്റ കമ്പനിയായിട്ട് 2 or 3 കമ്പനികളായിട്ട് ഉണ്ടായിരുന്നതിന്റെ എല്ലാത്തിനെയും സ്റ്റോക്കിനെയൊക്കെ കൂടി ഒരുമിപ്പിച്ച് ഒറ്റ കമ്പനിയായിട്ട് റൺ ചെയ്തതാണ് ജോയിന്റ് സ്റ്റോക്ക് എന്ന് കൂടെ അങ്ങനെയും കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം. നെക്സ്റ്റ് അടുത്തതാണ് അതിന്റെ ഫീച്ചേഴ്സ്. ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് ഒന്നാമതായിട്ട് നമ്മൾ പഠിച്ച ഹെഡിങ്ങിൽ തന്നെ അതിന്റെ ഫീച്ചേഴ്സ് ഉണ്ട്, എക്സ്പ്ലനേഷന്റെ ഫീച്ചേഴ്സ് ഉണ്ട്. ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, അതായത് ആ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുമ്പോൾ ഒരു സെപ്പറേറ്റ് ഐഡന്റിറ്റി ഉള്ളതാണ്. അതായത് നമ്മൾ നിയമം മൂലം സൃഷ്ടിക്കപ്പെട്ടതായതുകൊണ്ട് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറയും. നെക്സ്റ്റ് എന്താണ്? സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. ദാറ്റ് മീൻസ് ഓണറും ബിസിനസ്സും സെയിം അല്ല, രണ്ടാണ്. ഇവിടെയാണ് സെപ്പറേഷൻ. നെക്സ്റ്റ് എന്താണ്? ഫോർമേഷൻ. ഫോർമേഷൻ എന്ന് പറയുമ്പോൾ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ ഇന്ത്യൻ കമ്പനി ആക്ട് 2030 അനുസരിച്ച് നിർബന്ധമായിട്ടും രജിസ്റ്റർ ചെയ്യണം. ഇനി കമ്പനി ആകുമ്പോൾ കമ്പനിക്ക് എന്തുണ്ട്? എക്സിസ്റ്റൻസ് ഉണ്ട്, കണ്ടിന്യൂറ്റി ഉണ്ട്. എന്ത് ബിസിനസ് ആണെങ്കിലും കണ്ടിന്യൂറ്റി ഉണ്ട്. അപ്പൊ എന്താണ്? ഗവൺമെന്റ് വഴി കൊണ്ടുവരുന്ന സാധനം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? കൺട്രോൾ. കൺട്രോൾ എന്ന് പറയുമ്പോൾ ഒരു കമ്പനി മാനേജ് ചെയ്യുന്ന വ്യക്തികൾ എന്താ മക്കളെ വിളിക്കുക? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. മറന്നു പോകരുത്, 1 word അടക്കം ചോദിക്കാം. ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി മാനേജ് ചെയ്യുന്ന വ്യക്തികളെ വിളിക്കുന്ന പേരാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഇനി എത്ര മെമ്പർ വന്നാലും അവരുടെ ബാധ്യത എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ലിമിറ്റഡ് ആയിരിക്കും. ഇനി എന്താ കോമൺ സീൽ? കോമൺ സീൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഒഫീഷ്യൽ സിഗ്നേച്ചർ കമ്പനിക്ക് ഒഫീഷ്യൽ മുദ്രയുണ്ട്. അതില്ലാണ്ട് കമ്പനി ഒരു ഡോക്യുമെന്റ് ഉണ്ട്, അതില്ലാണ്ട് ഒരു ഡോക്യുമെന്റ് കിട്ടില്ല. ഓക്കെ, അപ്പൊ എന്താണ്? ഒരു കോമൺ സീൽ നമ്മുടെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിക്ക് ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ഫീച്ചേഴ്സ് നിർബന്ധമായിട്ടും നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിന്റ്സ് ആണ്. കോമൺ സീല്, അതന്നെ ആർട്ടിഫിഷ്യൽ പേഴ്സൺ, സെപ്പറേറ്റ് കമ്പനീസ് ആക്ട് പ്രകാരമാണ്. കണ്ടിന്യൂസ് ആയിരിക്കും. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ വഴിയായിരിക്കും. ലയബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും. അതേപോലെ കോമൺ സീലും അവിടെ ഉണ്ടാവും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ശരിക്കും പറയുകയാണെങ്കിൽ 7 ഫീച്ചർ പഠിച്ചേ പറ്റൂ. ഇമ്പോർട്ടന്റ്, കാരണം മാറ്റി മറിച്ചും 1 word അടക്കം ചോദിക്കും. ഇനി നമ്മൾ അതിന്റെ മെറിറ്റ്സിലേക്കും ഡിമെറിറ്റ്സിലേക്കാണ് പോകുന്നത്. ശ്രദ്ധിക്കുക, ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ മെറിറ്റ് പറയുമ്പോൾ ഫസ്റ്റ് ഇതിലെന്തുണ്ട്? ഹ്യൂജ് ക്യാപിറ്റൽ ഉണ്ട്. രണ്ടാമത്തെ കാരണം നമുക്ക് ഒരുപാട് മെമ്പർ ഉണ്ട്, അപ്പൊ അവരുടെ കയ്യിൽ നിന്നൊക്കെ നമുക്ക് ക്യാപിറ്റൽ കിട്ടും. അപ്പൊ എക്സ്പാൻഷൻ ചെയ്യാനൊരു സ്കോപ്പ് ഉണ്ട് അവിടെ, അല്ലെ? പിന്നെ എന്താണ്? ലയബിലിറ്റി വളരെ കുറവാണ്. എന്താണ്? കാരണം മെമ്പേഴ്സിനൊക്കെ ബാധ്യത കുറവാണെന്ന് പറയുന്നത്. ഇനി ഓൾറെഡി പറഞ്ഞു ലൈഫ് ഉണ്ട്, സോ സക്സസ് എന്ന് പറയാട്ടോ. നെക്സ്റ്റ് എന്താണ്? പ്രൊഫഷണൽ മാനേജ്മെന്റ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക, അല്ലെ? ഇനി എന്താണ്? ലിമിറ്റേഷൻ പറയുമ്പോൾ ഒന്നാമതായിട്ട് തുടങ്ങാൻ കുറച്ച് കോംപ്ലക്സ് ആണ്. പേപ്പർ വർക്ക്. ഇനി കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ സീക്രസി ഇല്ല, കാരണം ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. ഇനി അവിടെ ഒരുപാട് റെഗുലേഷൻ ഉണ്ടായിരിക്കും. അതുപോലെ എല്ലാ മെമ്പേഴ്സിനെയും വിളിച്ച് ഡിസിഷൻ എടുക്കാൻ കുറച്ച് തീരുമാനം എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ എന്താണ്? എംപ്ലോയീസ് തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ നിർബന്ധമായിട്ടും മക്കളെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഫീച്ചേഴ്സും മെറിറ്റും ഡിമെറിറ്റും ഒരു 5 പോയിന്റ് വെച്ചെങ്കിലും, മെറിറ്റും ഡിമെറിറ്റും 4 പോയിന്റ് പഠിച്ചാൽ മതി. നമ്മുടെ ഫീച്ചേഴ്സ് 5 പോയിന്റ് എങ്കിലും പഠിച്ചു വെക്കാം. ഓക്കെ ആണല്ലോ? ഇനിയും മനസ്സിലാത്തവരൊന്നാലോചിക്കുക, സ്റ്റോക്ക് ഷെയർ മാർക്കറ്റിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പറയല്ലേ? ഒരുപാട് പേരുടെ സ്റ്റോക്കുകൾ അസംബിൾ ചെയ്ത് വലിയൊരു ക്യാപിറ്റൽ ആക്കിയിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അതിനാണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത്. ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്. ഈ പറഞ്ഞ എല്ലാ മെമ്പേഴ്സിലേക്ക് ആയിട്ടായിരിക്കും ലയബിലിറ്റികളെ സ്പ്ലിറ്റ് ചെയ്യുക. അതുകൊണ്ടായിരിക്കും ലിമിറ്റഡ് ആയിരിക്കുക. അതിന് ഒരുപാട് ഫോർ എക്സാമ്പിൾ റിലയൻസ് ലിമിറ്റഡ്, മഹീന്ദ്ര ലിമിറ്റഡ് ഒക്കെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിക്ക് എക്സാമ്പിൾ. ടാറ്റ, അല്ലെ? ഇതൊക്കെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിക്ക് എക്സാമ്പിൾ ആണ്. അവരൊക്കെ നമ്മളൊക്കെ മെമ്പേഴ്സ് ആണപ്പോ, അല്ലെ? ഓക്കെ, അപ്പൊ നോക്കാം മക്കളെ, മറന്നു പോകരുത്. ജോയിന്റ് സ്റ്റോക്ക് കമ്പനി പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് വേണം നാളെ എന്റെ വീട്ടിൽ കളങ്കരുത് പറയുന്നത്. സ്റ്റോക്കൊക്കെ എടുത്തോണ്ട് സാർ. അപ്പൊ നോക്കിയേ, പാർട്ണർഷിപ്പ്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി, സ്റ്റോക്ക് പാർട്ണർഷിപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് 3ന്റെ ഫീച്ചറും മെറിറ്റും ലിമിറ്റേഷനും പഠിക്കാണ്ട് ആരും പോകരുത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. പ്രൈവറ്റ് കമ്പനിയും പബ്ലിക് കമ്പനിയും തമ്മിലുള്ള ഡിഫറൻസ് 4 5 ചോദിക്കാം. ഇപ്പൊ പഠിച്ചാൽ നിങ്ങൾക്ക് ഇപ്പോഴും ഉപകരിക്കും, അടുത്ത ഇയർ ഉപകരിക്കും, അതേപോലെ ഡിഗ്രിക്കും ഇത് ഉപകരിക്കും. ഇത് പഠിച്ച വേറെ ഗുണമുണ്ട് കേട്ടോ. അത് നിങ്ങളോട് ചോദിക്കും പ്രൈവറ്റ് കമ്പനിയുടെ മാത്രം പ്രിവിലേജസ് എന്താണെന്ന് ചോദിക്കും. എന്താണ് ഒരു പ്രൈവറ്റ് കമ്പനിക്ക് മാത്രമുള്ള അവകാശങ്ങൾ എന്താണെന്ന്. അപ്പൊ അത് എഴുതണമെങ്കിലും നിങ്ങൾക്ക് സെപ്പറേറ്റ് പഠിക്കേണ്ട, ഈ ഒരു ബോക്സ് പഠിച്ചാൽ മതി. അപ്പൊ 2 ക്വസ്റ്റിന്റെ ആൻസർ ആണ് പ്രൈവറ്റ് കമ്പനിയുടെ പ്രിവിലേജസ് എന്തൊക്കെയാണ്, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈവറ്റ് കമ്പനി ആൻഡ് പബ്ലിക് കമ്പനി. അപ്പൊ ഫസ്റ്റ് എന്താ പറയാ, മെമ്പേഴ്സ്. മിനിമം 2 മതി, മാക്സിമം 200. ഈ പബ്ലിക് ആണെങ്കിലോ മിനിമം 7 മതി, മാക്സിമം നോ ലിമിറ്റ് ആണ്. ഇനി നെയിം എങ്ങനെയാ പ്രൈവറ്റ് കമ്പനിയിൽ വരാം? നെയിം ആകുമ്പോ പ്രൈവറ്റില്
PVT ലിമിറ്റഡ് എന്നുള്ളൊരു ഷോർട്ട് ഫോം ഇടാം, അഥവാ പ്രൈവറ്റ് ലിമിറ്റഡ് എഴുതാം. ഇനി പബ്ലിക്കിലാണെങ്കിൽ ലിമിറ്റഡ് മതി. ഇനി പ്രോസ്പെക്ടസ്, അതായത് നമുക്ക് പ്രൈവറ്റ് കമ്പനിയുടെ ഷെയർ പുറത്തോട്ട് വിൽക്കാൻ പറ്റുമോ? വിൽക്കാൻ പറ്റൂല. അപ്പൊ പ്രോസ്പെക്ടസിന്റെ ആവശ്യം അവിടെ ഇല്ല. ഇനി പബ്ലിക് ആണെങ്കിൽ നമ്മൾ പബ്ലിക് കമ്പനിയുടെ ഷെയർസ് പുറത്തോട്ട് വിൽക്കും. അപ്പൊ എന്ത് വേണം അവിടെ? പ്രോസ്പെക്ടസ്. ക്ഷണിക്കാൻ വേണ്ടി ഇൻവിറ്റേഷൻ വേണ്ടേ? പ്രോസ്പെക്ടസ് വേണം. നെക്സ്റ്റ് എന്താണ്? ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്. പ്രൈവറ്റ് കമ്പനിയുടെ ഷെയർ നമുക്ക് പെട്ടെന്ന് എടുത്ത് വിൽക്കാനൊന്നും പറ്റൂല. അപ്പൊ റെസ്ട്രിക്ഷൻ ഉണ്ട്. പബ്ലിക് കമ്പനി ആണെങ്കിലോ ഷെയർസ് നമുക്ക് ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇനി ഡയറക്ടേഴ്സോ, പ്രൈവറ്റ് കമ്പനിക്ക് മിനിമം 2 ഡയറക്ടേഴ്സ് വേണം, പബ്ലിക്കിനാണെങ്കിലോ 3 ഡയറക്ടേഴ്സ്. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ് പ്രൈവറ്റ് കമ്പനിയുടെ പ്രിവിലേജസ് എന്തൊക്കെയാണ്? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്ത് വെക്കണം? അതിൽ പ്രോസ്പെക്ടസ് വേണ്ട, മിനിമം 2 പേര് മതി, മാക്സിമം 200 പേര് വരെ ആകാം, ലാസ്റ്റ് PVT ലിമിറ്റഡ് എന്ന് വേണം, ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റൂല, മിനിമം 2 ഡയറക്ടേഴ്സ് മതി. അപ്പൊ ഈ പോയിന്റ് മൊത്തം നിങ്ങൾ അങ്ങോട്ട് എഴുതി വെക്കാം. സെറ്റ് ആണല്ലോ? ഓക്കെ അല്ലേ മക്കളെ? പ്രിവിലേജ് ചോദിക്കുകയാണെങ്കിൽ ഈ കോളത്തിലെ കാര്യങ്ങൾ നിങ്ങൾ സെന്റൻസ് പോലെ അങ്ങോട്ട് പകർത്തി വെക്കുക. ഓക്കെ മിസ്സേ? ടാസ്ക് ഇപ്പൊ തരാം. ടാസ്ക് വരണ്ടോ? ഓക്കെ, അപ്പൊ നമ്മള് സെക്കൻഡ് ചാപ്റ്റർ കഴിഞ്ഞു. സെക്കൻഡ് ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് പോർഷൻ എസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതൊക്കെയാണ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഇന്ന് പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നിങ്ങളത് ക്ലിയർ ആയിട്ട് പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് സാറിനടുത്തേക്ക് പോവാലോ. ഇനി നമുക്ക് ടാസ്ക് ഇപ്പൊ തരാൻ പോവാണ്. ശ്രദ്ധിക്കാൻ മക്കളെ. ഫസ്റ്റ് ടാസ്ക് ആണ് one man one vote is the principal form of ഏത് ഓർഗനൈസേഷൻ ആണ്? വേഗം പറയും മക്കളെ, വേഗം. ആ ടാസ്ക് കണ്ടോ? ടാസ്ക് പറയാൻ വേണ്ടി ഇത് വീശിക്കൊണ്ടു. ആ സഫ വേഗം പറ. ഏതാ? വൺ മാൻ വൺ വോട്ട്, കോപ്പറേറ്റീവ് സൊസൈറ്റി. വെരി ഗുഡ്. നെക്സ്റ്റ് അടുത്തത് അടുത്ത ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ. നെക്സ്റ്റ് ടാസ്ക്. elder member in a HUF is called. മക്കളെ HUF ഞാൻ പഠിപ്പിച്ചെന്ന് പറയുന്നില്ല. ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ബിസിനസ്. ജോയിൻ ഹിന്ദു ഫാമിലി ബിസിനസ് തന്നെയാണ് HUF ഇട്ടാ. യെസ് അലക്സ്. കറക്റ്റാ അല്ലേ? യെസ്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് അടുത്തത് അടുത്ത ക്വസ്റ്റ്യൻ. A dash partner is one who allows the use of his or her name by a firm but does not contribute to its capital. അയാളുടെ പേര് മാത്രം കൊടുക്കും, ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കൊടുക്കത്തില്ലെങ്കിൽ അത് എന്ത് പാർട്ട്ണർ ആണ്? സാറെ വിളിച്ചോളൂ. അതീവ പാർട്ട്ണറാ. അതീവ പറയൂ, പേര് പറയൂ. ഏത് പാർട്ട്ണറാ? നോമിനൽ മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, നോമിനൽ ബെസ്റ്റ് ഓപ്പൺ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യില്ല, ഹോൾഡിംഗ് ഔട്ടും ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യത്തില്ല കേട്ടാ. ഓക്കെ, നെക്സ്റ്റ് അടുത്തത്. A cooperative society can be formed with minimum dash number of adult member. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി നമുക്ക് മിനിമം എത്ര പേര് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും? മിനിമം, ഇത് ഇമ്പോർട്ടന്റ് നമ്പർ ആണ്, അത് പഠിച്ചു വെക്കണേ. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി നമുക്ക് മിനിമം എത്ര മെമ്പേഴ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും? സാറെ വിളിച്ചോ. ജസ്ലീൻ പറഞ്ഞോ. 10 അല്ലെ? ഇനി അടുത്ത പുഷ് ക്വസ്റ്റ്യൻ ആണ്. മാച്ച് ദ ഫോളോയിങ്. എയും അതുപോലെ തന്നെ ബിയും കൂടി വേഗം മാച്ച് ചെയ്യാം. യെസ് സാറെ വിളിച്ചോ. മാച്ച് ചെയ്ത് കിട്ടിയ ആൾക്കാർ 100 ചെയ്യാം. ഫസ്റ്റ് വിളിച്ചോ. ഫസ്റ്റ് മാച്ച് ചെയ്യും. പാർട്ണർഷിപ്പ് പാർട്ണർഷിപ്പിൽ ആരാ മാച്ചിങ് വരാം? സൗണ്ട് ഇല്ല കുട്ടാ. അടുത്ത വിളിച്ചോ. ഫാത്തിമ. പാർട്ണർഷിപ്പിൽ ആരാ മാച്ചിങ് വരാം? പറഞ്ഞോ വേഗോട്ടെ. പാർട്ണർ. ഓക്കെ സാർ, നെക്സ്റ്റ് വേണ്ട അല്ല. എവ്ലിനെ HUF ആരാ വരാ? ഷെയർ ഹോൾഡേഴ്സ്. HUF ഷെയർ ഹോൾഡേഴ്സ് ആണോ? ആഷിക്ക് HUF ആരാണ്? കോപാർട്ട്നേഴ്സ്. അവിടെ തന്നെ തിരുത്തി അല്ലെ? HUF കോപാർട്ട്നേഴ്സ് ആണ്. നെക്സ്റ്റ് ആഷിക്ക്. ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ആരാ വരാ? സർവീസ് മോട്ടീവാ. ആടെ ജോയിന്റ് സ്റ്റോക്ക് തുടങ്ങുന്ന സർവീസ് മോട്ടീവ് കിട്ടാനുള്ള തൊട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ സ്റ്റോക്ക് എങ്ങനെയാന്ന്. ഷെയർ ഹോൾഡർ അല്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ കോപ്പറേറ്റീവ് എന്താ പറയാ? സർവീസ് മോട്ടീവ്. മക്കളെ ക്ലിയറല്ലേ? മറന്നു പോകരുത് കേട്ടാ. ഓക്കെ, അപ്പൊ നമ്മളുടെ സെക്കൻഡ് ചാപ്റ്റർ കഴിഞ്ഞു. നമുക്കിനി തേർഡും ഫിഫ്ത് ചാപ്റ്ററും കൂടി ഉണ്ട്. അപ്പൊ തേർഡ് ചാപ്റ്ററിലേക്ക് നമ്മൾ വേഗം പോകാണ്. ചെറിയ ചാപ്റ്റർ ആണ്, കഴിയും. ചാപ്റ്ററിന്റെ പേര് നോക്കാം. പ്രൈവറ്റ് പബ്ലിക് ഗ്ലോബൽ എന്റർപ്രൈസസ്. നോക്കാം മക്കളെ. ചാപ്റ്ററിലെ നമ്മൾ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും
ഏതൊക്കെയാണ് പബ്ലിക് സെക്ടറിൽ വരുന്ന ഓർഗനൈസേഷൻസ്? പബ്ലിക് സെക്ടർ PSUയിൽ വരുന്ന ഓർഗനൈസേഷൻസ് ആയിട്ട് 3 എണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്? ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സ്, പബ്ലിക് കോർപ്പറേഷൻ, ഗവൺമെന്റ് കമ്പനി. എന്താ ഡിപ്പാർട്ട്മെന്റ്? ഡിപ്പാർട്ട്മെന്റ് പറയുമ്പോ എന്താണ്? ഇതൊരു ഗവൺമെന്റ് സ്ഥാപനമാണ്. അണ്ടർ ദി എസ്റ്റാബ്ലിഷ് അണ്ടർ ദി ഡിപ്പാർട്ട്മെന്റ് ഓഫ് മിനിസ്ട്രി. ഒരു മിനിസ്ട്രിയുടെ കീഴിലാണ് നമ്മളുടെ ഓർഗനൈസേഷൻ എങ്കിൽ ദാറ്റ് ഈസ് ഡിപ്പാർട്ട്മെന്റൽ ഓർഗനൈസേഷൻ. എന്നൊക്കെ നമ്മൾ ബ്രോഡ്ലി ആയിട്ട് പറയാറുണ്ട്. ഓക്കെ, അപ്പൊ എക്സാമ്പിൾസ് നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കാം. ദൂരദർശൻ, ഓൾ ഇന്ത്യ റേഡിയോ, പിന്നെ എന്താണ് പോസ്റ്റ് ആൻഡ് ടെലിഗ്രാം, അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. പോസ്റ്റൽ സർവീസസ് വരും, ഓൾ ഇന്ത്യ റേഡിയോ, ദൂരദർശൻ എന്ന് പറഞ്ഞ ചാനൽ, അതേപോലെ റെയിൽവേ, ഇവരെല്ലാരും ഗവൺമെന്റിന്റെ ആണെന്ന് ചോദിച്ചാൽ അതെ, പക്ഷെ അത് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് എന്ന് പറഞ്ഞ വേറെ പ്രത്യേകം അണ്ടറിലാണ് വരുന്നത്. അണ്ടർ മിനിസ്ട്രി ആണ് മക്കളെ. മിനിസ്ട്രിയുടെ അണ്ടറിലാണെങ്കിൽ എന്നാൽ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് ആണ്. എക്സാമ്പിൾസ് മസ്റ്റ് ആയിട്ട് പഠിക്കാം. അതിന്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയാം. ഫണ്ടൊക്കെ എവിടെ നിന്നായിരിക്കും? ഗവൺമെന്റ്. ഇനി ഗവൺമെന്റ് ആണ് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുക. ഇനി ഇവിടത്തെ എംപ്ലോയി നമ്മൾ എന്താ വിളിക്കുക? ഗവൺമെന്റ് സർവീസ് വിളിക്കും. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇവിടുത്തെ എംപ്ലോയീസ് ആണ് എന്താ? ഗവൺമെന്റ് ഓഫീഷ്യൽ എന്ന് പറയുള്ളൂ. നെക്സ്റ്റ് മിനിസ്ട്രിയുടെ കൺട്രോൾ. നമ്മൾ ഏത് മിനിസ്ട്രി ആണോ, അതിന്റെ റെയിൽവേ ആണെങ്കിൽ റെയിൽവേ മിനിസ്ട്രിയുടെ കൺട്രോൾ ഉണ്ടാകും അല്ലെ. അപ്പൊ ഏത് മിനിസ്ട്രി ആണോ അവരുടെ കൺട്രോൾ അവിടെ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ഇവരെന്തായാലും പബ്ലിക്കിനോടും മിനിസ്ട്രിയോടും എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തം പറയണം. അപ്പൊ അക്കൗണ്ടബിൾ ആയിരിക്കും. ഓക്കെ അല്ലെ? അപ്പൊ നിങ്ങൾ ഫീച്ചേഴ്സ് ഒരു 3 പോയിന്റ് എങ്കിലും മസ്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. നെക്സ്റ്റ് മെറിറ്റും ഡിമെറിറ്റിലേക്ക് പോകാലോ. ഓക്കെ, മെറിറ്റ് പറയുമ്പോ ഓൾറെഡി നമ്മൾ പറഞ്ഞു മിനിസ്റ്റർ ആണ്. അപ്പൊ അത് കാരണം ഉണ്ടാക്കും പാർലമെന്റിന്റെ കൺട്രോൾ ഉണ്ടായിരിക്കും. കൺട്രോൾ എന്ത് വരും? പബ്ലിക്കിനോട് സ്വാഭാവികമായിട്ടും അക്കൗണ്ടബിലിറ്റി വരും. അതുപോലെ ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റ് അണ്ടർടേക്കിങ്ങിന്റെ ഇൻകോക്ക് എവിടെക്കാ കൊണ്ടുപോകാം? ഗവൺമെന്റിലേക്ക് കൊണ്ടുപോകും. അപ്പൊ ഗവൺമെന്റിന്റെ സോഴ്സ് ആണ്, റവന്യൂന്റെ സോഴ്സ് ആണ് കേട്ടോ. അതും കൂടി ഓർത്ത് വെക്കുക. ഇനി ഞാൻ പറയാൻ പോകുന്ന ലിമിറ്റേഷൻസ് നിങ്ങൾക്ക് എല്ലാത്തിലും എഴുതാം. ആ ലിമിറ്റേഷൻ ആണ് പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ്. ക്ലിയർ ആയില്ലേ? പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ് എന്ന് പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനിൽ എഴുതാം, ഗവൺമെന്റ് കമ്പനിയിലും എഴുതാം, ഇതിലും എഴുതാം. സെറ്റ് അല്ലേ മക്കളെ? ഓക്കെ ആണല്ലോ? അപ്പൊ ഒരു പോയിന്റ് കിട്ടിയില്ലേ? ലിമിറ്റേഷനുള്ള ഫസ്റ്റ് പോയിന്റ് ആണ് ഇത്. 3ഉം ഗവൺമെന്റ് ആയതുകൊണ്ട് പൊളിറ്റിക്കൽ പാർട്ടിയുടെ പ്രഷർ ഉണ്ടായി. നെക്സ്റ്റ് എന്താണ്? ഗവൺമെന്റ് സ്ഥാപനമായിരിക്കും നിങ്ങൾ ഒരു ആവശ്യത്തിന് അപേക്ഷ കൊടുത്താൽ പോലും വൈകും അല്ലെ? സാധാരണ. നെക്സ്റ്റ് എന്താണ്? കൺസ്യൂമർ നീഡ്സ്. ഏതെങ്കിലും ഗവൺമെന്റ് ഓഫീസുകൾ കൺസ്യൂമർ നീഡ് അനുസരിച്ച് പെരുമാറോ? ഇല്ല. അപ്പൊ എന്താണ്? മെഹാരും കാണില്ല. അപ്പൊ എന്താണ്? കൺസ്യൂമർ നീഡ്സ് ഇഗ്നോർ ചെയ്യാനുള്ളവരുടെ ചാൻസ് കൂടുതലായിരിക്കും. അപ്പൊ നോക്കിയേ, പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസിന്റെ ഡിലേ ഡിസിഷൻസ് ആണ്. കൺസ്യൂമറിന്റെ താല്പര്യങ്ങൾ അവർ പരിഗണിക്കുന്നില്ല. ഇതൊക്കെയാണ് എന്ത്? ലിമിറ്റേഷൻസ് പറയുന്നത്. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് പോർഷൻ ആണ് മക്കളെ. ഇതിന്റെയൊക്കെ ഫോമിംഗ് ആണ് നിങ്ങൾ കറക്റ്റ് പഠിക്കാനായിട്ട്. മറ്റേതാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മിനിസ്ട്രി ആണ്. നെക്സ്റ്റ് ആണെങ്കിൽ അടുത്ത നോക്കാം സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആണ്. സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പാർലമെന്റിൽ പോയിട്ട് അല്ലെങ്കിൽ ലെജിസ്ലേഷനിൽ പോയിട്ട് നമ്മൾ സ്പെഷ്യൽ ആക്ട് പാസ്സാക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്തേക്കുന്ന ഫോം ആണ് എന്ത്? സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ എന്നും പറയും, പബ്ലിക് കോർപ്പറേഷൻ എന്നും പറയും. എക്സാമ്പിൾസ് ഓർത്ത് വെക്കുക. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, LIC, KSRTC, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒക്കെ എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ. അപ്പൊ നിങ്ങൾ എക്സാമ്പിൾസ് വൃത്തിയായിട്ട് പഠിക്കണം അതുപോലെ നിങ്ങൾ പോയി നോക്കാം. സ്പെഷ്യൽ ആക്ട് ഓഫ് ദി പാർലമെന്റ് ആണ്. പാർലമെന്റിൽ ഒരു പ്രത്യേക നിയമം പാസ്സാക്കിയാലേ നമുക്ക് ഇങ്ങനത്തെ സ്ഥാപനങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് മറന്നു പോകരുത്. എന്റെ ഫീച്ചറിലേക്ക് പോകാലോ. ഫീച്ചറിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് പോയിന്റ് ആണ് ഫോർമഡ് ബൈ സ്പെഷ്യൽ ആക്ട്. ഇതിനൊക്കെ എന്തൊരു ആക്ട് ഉണ്ടായിരിക്കും. ഇനി അടുത്ത് എന്താണ്? സെപ്പറേഷൻ ഉണ്ട്. ഇത് ഗവൺമെന്റ് ഒപ്പം നിൽക്കുന്ന സ്ഥാപനമല്ല, സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നൊക്കെ പറയുമ്പോൾ അതിനൊക്കെ പ്രത്യേക. ഇനി ഫിനാൻഷ്യൽ ഓട്ടോണമി. സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കിക്കൂടെ? LIC ഒക്കെ സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കിയാണ് ഇല്ല. അപ്പൊ എന്താണ്? ഫിനാൻഷ്യൽ ഓട്ടോണമി ഉണ്ട്. ഇനി എന്താണ്? ഇനി സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ഒറ്റക്കാണെങ്കിൽ ഒഴിച്ചു പറ്റൊക്കെ ചെയ്തൂടെ? അപ്പൊ ഇൻഡിപെൻഡന്റ് നെക്സ്റ്റ് എന്താണ്? സർവീസ് ആണ് അവരുടെ മോട്ടീവ്. മെയിൻ ആയിട്ട് നമ്മുടെ പബ്ലിക്കിന് സർവീസ് കൊടുക്കുക. എല്ലാ ഗവൺമെന്റ് സ്ഥാപനത്തിലും അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. ഇനി ഓണർഷിപ്പ് എങ്ങനെയൊക്കെ ആണെങ്കിലും ഓണർഷിപ്പ് ഗവൺമെന്റിന്റെ കയ്യിലായിരിക്കും. ഇനി അവിടുത്തെ എംപ്ലോയീസിന് നമ്മൾ എന്താ വിളിക്കുക? ഗവൺമെന്റ് സർവൻസിനും വിളിക്കൂല, സിവിൽ സർവൻസിനും വിളിക്കൂല, ജസ്റ്റ് എംപ്ലോയീസിനെ വിളിക്കുള്ളൂ. അവർ നമ്മൾ പ്രത്യേകിച്ച് എന്താണ് ഗവൺമെന്റ് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ഗവൺമെന്റ് സർവൻസിനുള്ള നോട്ടിഫിക്കേഷൻ അവർക്കില്ല. സെറ്റ് അല്ലേ? അപ്പൊ നിങ്ങൾ എന്തായാലും ഫീച്ചേഴ്സ് നിർബന്ധമായിട്ടും ഒരു 4 പോയിന്റ് പഠിച്ചു വെക്കുക. ഇനി മെറിറ്റും ഡിമെറിറ്റും നോക്കാം.
മെറിറ്റ് പറയുമ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഇതിന് പൈസ ഒക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കാം. അപ്പൊ എന്തുണ്ട്, ഓട്ടോണമി ഉണ്ട്. ഇനി ഇത് നമ്മളുടെ എക്കണോമിക്ക് വേണ്ടി ഒരുപാട് ഡെവലപ്മെന്റ് പൈസ കൈകാര്യം ചെയ്ത് പോകുന്നത് റിസർവ് ബാങ്ക് വേണ്ട എനിക്ക് നടക്കില്ല. അപ്പൊ എന്താണ്, എക്കണോമി ഡെവലപ്മെന്റ് സഹായിക്കും. നെക്സ്റ്റ് എന്താണ്, ഗവൺമെന്റ് കുറവായിരിക്കും. ഇംപ്ലിമെന്റേഷൻ പറയുമ്പോൾ പൊളിറ്റിക്കൽ പാർട്ടിയുടെ പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടൊക്കെ ഇപ്പൊ മോദി വന്നപ്പോ നോട്ടൊക്കെ മാറ്റിയത്. അപ്പൊ എന്താണ്, പൊളിറ്റിക്കൽ പാർട്ടിയുടെ പ്രശ്നം പറ്റുന്നത് പ്രഷർ ഉണ്ട്. നെക്സ്റ്റ് എന്താണ്, ഡിലേ ഇൻ ആക്ഷൻസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ അഴിമതി, കറപ്ഷൻസ് ഇവിടെ കൂടുതലായിരിക്കും. ക്ലിയർ അല്ലേ മക്കളെ? അപ്പൊ നിങ്ങൾ ഈ ഒരു പോയിന്റും പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസും ലിമിറ്റേഷൻസിന് സ്പെസിഫിക് ആയിട്ട് പഠിക്കണേ. നമ്മളുടെ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനിലാണ് കറപ്ഷൻ കൂടുതലുള്ളത്. സെറ്റ് ആണോ മക്കളെ? ഓക്കെ ആണോ? സെറ്റ് അല്ലേ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗവൺമെന്റ് കമ്പനിയാണ്. വൺ വേർഡ് ചോദിക്കും. ഗവൺമെന്റ് കമ്പനി എന്ന് പറയുമ്പോൾ 15% ചെയ്യുന്നത് ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ആയിരിക്കും, അല്ലെങ്കിൽ 2-3 സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ആയിരിക്കും. ബാക്കി 49 വേണമെങ്കിൽ പ്രൈവറ്റ് പാർട്ടിക്ക് മേടിക്കാം. 51 കുറയാതെ ഗവൺമെന്റിന്റെ കയ്യിലാണ് ഷെയറെങ്കിൽ ദാറ്റ് ഇസ് ഗവൺമെന്റ് കമ്പനി. അതായത് മെജോറിറ്റി വേണം നമുക്ക്, നമ്മളല്ലേ മുന്നിൽ നിൽക്കുന്നത്. അപ്പൊ ഗവൺമെന്റ് മെജോറിറ്റി വേണമെങ്കിൽ എത്ര വേണം? 51 മേടിക്കണം. ക്ലിയർ ആയില്ലേ? അപ്പൊ 51 കുറയാതെ ഷെയർ മേടിച്ചാൽ അതൊരു ഗവൺമെന്റ് കമ്പനിയാണെന്ന് സാരം. കിട്ടിയില്ലേ മക്കളെ? മെയിൻ പോയിന്റ്സ് ആ പറയുന്നത് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി എന്റെ ഫീച്ചറിലേക്ക് പോകാണ്. ഫീച്ചറിലേക്ക് പോകുമ്പോൾ അതിന് മുൻപ് നിങ്ങൾ അതിന്റെ എക്സാമ്പിൾസ് നോട്ട് ചെയ്ത് വെക്കുക. എക്സാമ്പിൾസ് നോട്ട് ചെയ്ത് വെക്കുക. സെയിലും വന്നിട്ടുണ്ട്, BHEയിലും എക്സാമ്പിൾസ് വന്നിട്ടുണ്ട്, അത് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് അതിന്റെ മെറിറ്റ് നോക്കാം. മെറിറ്റ് വരുമ്പോ അതിന് മുന്നേ ഫീച്ചർ പറഞ്ഞത്. ഫീച്ചർ പറയുമ്പോ എന്താണ്, ഇൻകോർപ്പറേറ്റഡ് ബോഡി. ഇതൊരു കമ്പനിയാണ്. ഇതും വരുന്നത് സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു ലീഗൽ എൻറ്റിറ്റി രജിസ്ട്രേഷൻ ഉണ്ട്. ഇനി അതുപോലെ തന്നെ എന്താണ്, കമ്പനി ആക്ട് ഉള്ളത് കൊണ്ട് തന്നെ മാനേജ്മെന്റ് ഒക്കെ കമ്പനി ആക്ട് പറയുന്ന പോലെ നടക്കത്തുള്ളൂ. ഇനി കമ്പനി ആക്ട് ആയതുകൊണ്ട് തന്നെ ഇതിന് പ്രധാനപ്പെട്ട മെമ്മോറാണ്ടം, ആർട്ടിക്കിൾസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? അങ്ങനത്തെ ഡോക്യുമെന്റ് ഒക്കെ ഇതിനുണ്ടാകും. പാർട്ണർഷിപ്പ് അതേ ഐറ്റംസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന സാധനമാണ് മെമ്മോറാണ്ടം, ആർട്ടിക്കിൾസും. കമ്പനിക്ക് ആകും മെമ്മോറാണ്ടം ആകും, ആർട്ടിക്കിൾസ് ആകും. അപ്പൊ ആ 2 ഡോക്യുമെന്റും ഇവിടെ വേണം. നെക്സ്റ്റ് എന്താണ്, ഫണ്ട് ആണെങ്കിൽ ഇതിന് പ്രൈവറ്റ് പാർട്ടിയിൽ നിന്നും കിട്ടും, ഗവൺമെന്റിൽ നിന്നും കിട്ടും. കാരണം 51 ഗവൺമെന്റിന്റെ ആണെങ്കിൽ ബാക്കി 49 പ്രൈവറ്റിന്റെ അല്ലേ? അപ്പൊ 2 കയ്യിൽ നിന്ന് ഫണ്ട് കിട്ടും. ഇനി സ്വന്തമായിട്ട് എന്താണ്, ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്ത ഓഡിറ്റേഴ്സ് ഉണ്ടായിരിക്കും. അവർ വന്നിട്ടായിരിക്കും ഓഡിറ്റ് ചെയ്യാം കാര്യങ്ങൾ. ക്ലിയർ ആയില്ലേ? അപ്പൊ നിങ്ങൾ ഈ ഫീച്ചേഴ്സ് ആയിട്ട് കുറച്ച് പോയിന്റ് 4 പോയിന്റ് നിർബന്ധമായിട്ട് പഠിക്കണം. ഇനി മെറിറ്റും ഡിമെറിറ്റും നോക്കാം. ശ്രദ്ധിക്കുക, മെറിറ്റ് പറയുകയാണെങ്കിൽ ഈസി ആയിട്ട് ഫോം ചെയ്യാം. നെക്സ്റ്റ് എന്താണ്, ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. ഇവിടുത്തെ സ്റ്റാഫ് കുറച്ചും കൂടി എഫിഷ്യന്റ് ആയിരിക്കുന്ന പറയുന്നത് നമ്മളെ പോലെ. ഓക്കെ. നെക്സ്റ്റ് എന്താണ്, ലിമിറ്റേഷൻ. ലിമിറ്റേഷൻ പറയുമ്പോൾ ഓൾറെഡി പഠിച്ച പോയിന്റ് ആണ്. പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ് ഉണ്ട്. ഇനി പാർലമെന്റിനുള്ള ഉത്തരവാദിത്തം പറയേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെ, കമ്പനി അല്ലേ. നെക്സ്റ്റ് എന്താണ്, ഓട്ടോണമി എന്ന് പറയുന്നത്, അതായത് സ്വയംഭരണാവകാശം എന്ന് പറയുന്നത് എല്ലാ ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ സ്വപ്നമാണ് മക്കളെ. അപ്പൊ അതുകൊണ്ട് ഓട്ടോണമി റിയാലിറ്റി വരില്ല. ഓക്കെ. അപ്പൊ നിങ്ങൾ ലിമിറ്റേഷൻസ് ആയിട്ടും മെറിറ്റ് ആയിട്ടും പഠിക്കുക. മെയിൻ ആയിട്ട് നിങ്ങൾ സ്റ്റാറ്റ്യൂട്ടറി കമ്പനിയുടെയും സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷന്റെയും അതുപോലെ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്സിന്റെയും ഫീച്ചേഴ്സ് നന്നായിട്ട് പഠിച്ചു വെക്കുക. അത് രണ്ടുമാണ് എപ്പോഴെപ്പോഴും എക്സാമ്പിൾ എന്നിട്ട് മാറ്റി മറിച്ചും സെറ്റ് അല്ലേ? അപ്പൊ അത് രണ്ടും എന്തായാലും പഠിക്കണം കേട്ടോ. ഓക്കെ ആണല്ലോ? ഇനി പഠിക്കാൻ പോകുന്നത് MNCs കുറിച്ചാണ്. എന്താ MNCs അറിയാം? മൾട്ടിനാഷണൽ കമ്പനീസ്, ഗ്ലോബൽ എന്റർപ്രൈസസ്. അതായത് ലോകമെമ്പാടുമുള്ളവര് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാം, കച്ചവടം ചെയ്യാം. അതായത് ഫോർ എക്സാമ്പിൾ ഈ കടകളിലൊക്കെ പേരുണ്ടല്ലേ, സാംസങ് ഉണ്ട്, യൂണിലിവർ ഉണ്ട്, അഡിഡാസ് ഉണ്ട്, ആമസോൺ. എല്ലാ ബ്രാൻഡും നോക്കിയിട്ട് മക്കളെ, യൂണിലിവർ ഒക്കെ നമ്മുടെ ഇന്ത്യയുടെ കേട്ടോ. അപ്പൊ ഇതേപോലെ തന്നെ എന്താണ്, ഒരു രാജ്യത്ത് ബിസിനസ് തുടങ്ങിയിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് ബിസിനസ് വ്യാപിപ്പിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഗ്ലോബൽ എന്റർപ്രൈസസ്, അല്ലെങ്കിൽ MNCs എന്ന് പറയും. മൾട്ടിനാഷണൽ കമ്പനി എന്നും പറയാം, മൾട്ടിനാഷണൽ കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ തെറ്റില്ല കേട്ടോ. അപ്പൊ ഒരു കൺട്രിയുടെ അതിന്റെ ഹോം കൺട്രിയിലായിരിക്കും എന്ത് വരാം, പാരന്റ് കമ്പനി, ഹെഡ് ഓഫീസ് വരാം. ഹോസ്റ്റ് കൺട്രീസിൽ എന്തുണ്ടാകും, അതിന്റെ ബ്രാഞ്ചസ് ഉണ്ടാകും, അതിലൊക്കെ അതിന്റെ പ്രവർത്തനം ഉണ്ടാകും. അപ്പൊ നിങ്ങൾ എക്സാമ്പിൾസ് നോട്ട് വെച്ചേക്കുക. ഇനി അതിന്റെ ഫീച്ചർ നിർബന്ധമായിട്ടും പഠിക്കുക. വാട്ട് ഈസ് MNC, അതിന്റെ ഫീച്ചർ 5 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും. ഫസ്റ്റ് പോയിന്റ് ആണ്, എല്ലായിടത്തും ബ്രാഞ്ച് ഇല്ലേ? അപ്പൊ എന്താണ്, എല്ലായിടത്തും പൈസ കിട്ടും, അല്ല ഇൻവെസ്റ്റേഴ്സ് കൂടുതലായിരിക്കും. സോ ക്യാപിറ്റൽ റിസോഴ്സ് ആയിരിക്കും. ഇനി എങ്ങനെയൊക്കെ കൺട്രോൾ വരാം, സെൻട്രലൈസ്ഡ് കൺട്രോൾ. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണോ, ഹെഡ് ഓഫീസ് എവിടെയാണോ അവരെ കൺട്രോൾ ചെയ്യാം. ഇനി ടെക്നോളജി എങ്ങനെയായിരിക്കും, ഇപ്പൊ ചൈനയിലൊക്കെ നമ്മളേലും ഒരുപാട് 5G 6G 7G ഒക്കെ അവിടെ. നമ്മളിപ്പോഴും 5G പോലും കിട്ടുന്നില്ല. അപ്പൊ എന്താണ്, അഡ്വാൻസ്ഡ് ടെക്നോളജി ആണ്, നമ്മളെ പോലെയല്ല. നെക്സ്റ്റ് എന്താണ്, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. മാർക്കറ്റിംഗ് കുറച്ചുകൂടി അഗ്രസീവ്, എങ്ങനെ കസ്റ്റമേഴ്സിനെ പിടിക്കണം അല്ലെ, പുതിയ കാര്യം പറഞ്ഞ് നമ്മളെ കൊണ്ട് സാധനം വാങ്ങിക്കുന്ന പോലെ അമേരിക്ക പോയ കാര്യം സ്ട്രാറ്റജി ഡിഫറെന്റ് ആയിരിക്കും. നെക്സ്റ്റ് എന്താണ്, ഫോറിൻ കൊളാബറേഷൻ. അതായത് മറ്റേ ഇപ്പൊ ഇന്ത്യയിലേക്ക് വരേണ്ട
ആണെങ്കിൽ ഇന്ത്യയിലെ പ്രൈവറ്റ് ആയിട്ടും പബ്ലിക്കായിട്ട് ഒരു കൊളാബറേറ്റ് ചെയ്യും. വേറെ രാജ്യത്ത് പോകുകയാണെങ്കിൽ അവിടുത്തെ എല്ലാ അതുപോലെ കൊളാബറേറ്റ് ചെയ്യും. നെക്സ്റ്റ് എന്താണ് പ്രൊഡക്റ്റ് ഇന്നോവേഷൻ. ഇതിലേക്ക് വേണ്ടി ഒരു റിസർച്ച് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അല്ല, അവരുടെ പ്രൊഡക്റ്റിൽ ഏതൊക്കെ ഇന്നോവേഷൻസ് കൊണ്ടുവരണം, ഏതൊക്കെ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരണം, അതിനുവേണ്ടി പ്രൊഡക്റ്റ് ഇന്നോവേഷന് വേണ്ടി ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. യെസ്. അപ്പൊ നിങ്ങൾ 5 പോയിന്റ് നിർബന്ധമായിട്ട് പഠിക്കുക. മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അഗ്രസീവ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആണ് മക്കളെ. സെറ്റ് അല്ലേ? ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ച് പഠിക്കുക കേട്ടോ. അപ്പൊ ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ പോർഷൻസ് MNC ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് പഠിച്ച എന്താണ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോഴ്സും അതുപോലെ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമുക്ക് ഈ പോർഷനിൽ ലാസ്റ്റ് ഒരു പോർഷൻ പഠിക്കാനുണ്ടായിരുന്നു. സാർ ജസ്റ്റ് സ്ക്രോൾ പോയി അപ്പുറത്തെ പോയി മുന്നിൽ. യെസ്. ഒരു പോർഷൻ പഠിക്കാനുണ്ടായിരുന്നു. PPP പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ്. ഓർമ്മ കൈവശി കാണിച്ചേ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ്. അത് നമുക്കറിയാമല്ലോ. പബ്ലിക് പ്രൈവറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്കൊരു ബ്രിഡ്ജ് ഉണ്ടാക്കണം, റോഡ് പണിയണം, അല്ലെങ്കിൽ നമുക്കൊരു സ്റ്റേഡിയം പണിയണം, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ പണിയണം. ഇങ്ങനെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ പരിപാടിക്ക് വേണ്ടിയിട്ട് നമ്മുടെ പബ്ലിക് സെക്ടറും പ്രൈവറ്റ് സെക്ടറും കൂടി ഒരുമിച്ചിട്ട് എന്താണ് ഒരു സർവീസ് കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് പബ്ലിക് സെക്ടർ എന്താണ് പാർട്ണർഷിപ്പ് എന്ന് അറിയട്ടെ. അപ്പൊ നിങ്ങൾക്ക് അതന്നെയാണ് അല്ലെ. അപ്പൊ ഇതേപോലെ പബ്ലിക് പൈസ കൊടുക്കും, മറ്റു സർവീസ് ചെയ്യുന്നത് പ്രൈവറ്റ് ആയിരിക്കും. അപ്പൊ ഇവിടെ നമ്മളൊരു പാർട്ണർഷിപ്പിന് എന്ത് പറയാ? പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ്. വൺ വേർഡിന് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക, പേര് മറന്നു പോകരുത്. അതിന്റെ സർവീസ് ആണ് സ്റ്റേഡിയം, അതുപോലെ എന്തൊക്കെയാണ് ഹോസ്പിറ്റല്, സ്കൂളുകൾ, ബാങ്ക്, ഇതൊക്കെ ഇതിന്റെ സർവീസ് ആണ്. അങ്ങനെ പഠിച്ചു വെക്കാം മക്കളെ. അതെന്തായാലും പഠിക്കണേ. നെക്സ്റ്റ് നമ്മളിനി പോകുന്നതിന്റെ വൺ വേർഡ് ക്വസ്റ്റ്യൻസിലേക്കാണ്. ശ്രദ്ധിക്കുക, റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആ പറയുന്നത്. നോട്ട് ചെയ്ത് വെക്കാം. യെസ്, ടാസ്ക് റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് ആണ് മക്കളെ, നോട്ട് ചെയ്ത് വെക്കാം. ഇന്ത്യൻ റെയിൽവേ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ്. യെസ്. ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുമ്പോൾ ഏതാണ് മക്കളെ? ഗവൺമെന്റ് കമ്പനിയാണോ, സ്റ്റാറ്റ്യൂട്ടറി ആണോ, ഡിപ്പാർട്ട്മെന്റൽ ആണോ, സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആണോ? യെസ്. എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ വേണം. റൈസ് ആൻസർ ഇത്രയും കുറവ് കണ്ടാ പോരാട്ടാ. യെസ്. അത് വിളിച്ചോ. മോശമാണ്. സൂര്യ പറ. ഇന്ത്യൻ റെയിൽവേ പറഞ്ഞോ. ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് അല്ലെ. വെരി ഗുഡ്, കറക്റ്റ് ആണ്. നെക്സ്റ്റ് അടുത്ത് പോകാലോ. അടുത്ത ക്വസ്റ്റ്യൻ. LIC is an example for. ഏതാണ് മക്കളെ LIC? നമുക്ക് റൈസ് ആൻഡ് ചെയ്യാത്ത ആരെങ്കിലും. യെസ്, കുറെ പേർ റൈസ് ആൻഡ് ചെയ്യുന്നുണ്ട് സാറേ. അവര് സ്ഥിരമായിട്ട് ചെയ്യുന്ന ആളുകളാണ്. ഓക്കെ. കീർത്തന പകച്ചേക്കും, പക്ഷെ കീർത്തന പറയും. എക്സാമ്പിൾ ഏതാണ്? സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ. ഞാൻ പറഞ്ഞു, സി കണ്ടാൽ നിങ്ങൾ ഉറപ്പിച്ചോ കോർപ്പറേഷൻ ആയിരിക്കും അല്ലെ. ONGC കോർപ്പറേഷൻ ആയിരിക്കും. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് അടുത്ത് നോക്കാം. അതുപോലെ ലാസ്റ്റ് എല്ലാണെങ്കിൽ ലിമിറ്റഡ് ആണെങ്കിൽ ഗവൺമെന്റ് കമ്പനി ആയിരിക്കും. അങ്ങനെ ജസ്റ്റ് ട്രിക്ക് പഠിച്ചു വെക്കാം. പ്രൈവറ്റ് കമ്പനി ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ മിനിമം പോർഷൻ ഓഫ് ഗവൺമെന്റ് ഷുഡ് ഹോൾഡ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഇൻ ദി ഗവൺമെന്റ് കമ്പനി? ഒരു ഗവൺമെന്റ് കമ്പനിയിൽ എത്ര പെയ്ഡ് ക്യാപിറ്റൽ വേണം? ആരെങ്കിലും റൂളോ പറ. ആരൻസ് വേഗം ആൻസർ പറയൂ. 51%. മക്കൾ ആർക്കും ഡൗട്ട് ഇല്ലല്ലോ. 51 ആണ് ഗവൺമെന്റിന് വേണ്ടത് കേട്ടോ. ഇനി അടുത്ത് നോക്കാം. ഡ്രോ സ്യൂട്ടബിൾ ടേബിൾ, സ്യൂട്ടബിൾ ഹെഡ്സ്. ഇത് ഈ പറഞ്ഞേക്കുന്നത് സ്യൂട്ടബിൾ ഹെഡ്സിലേക്ക് മാറ്റാനാണ് പറഞ്ഞേക്കുന്നത്. അത് എങ്ങനെ നിങ്ങൾ കാറ്റഗറൈസ് ചെയ്യും? അത് ആദ്യം പറ. ഈ സംഭവം നിങ്ങൾ എങ്ങനെ കാറ്റഗറൈസ് ചെയ്യാൻ പോണേ? ഇങ്ങനെ കുറെ ഐറ്റംസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യും? എന്ത് ഹെഡിൽ ആദ്യം കൊടുക്കും? സാറേ വിളിച്ചേ. ആദ്യത്തെ എന്ത് ഹെഡിലാ കൊടുക്കാം? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഗവൺമെന്റ് കമ്പനിയിൽ ഏതൊക്കെ വരോടാ? ഗവൺമെന്റ് കമ്പനിയാണ് ചോദിച്ചത്. യെസ്. ഓക്കെ, അത് ഒന്ന് ആലോചിച്ചു കേട്ടോ. കിട്ടി മക്കളെ. നോക്കാം, നിങ്ങൾ ആലോചിക്കുക. ഇത് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടും അതുപോലെ ഡിപ്പാർട്ട്മെന്റ് ആയിട്ടും ഗവൺമെന്റ് കമ്പനികൾ ഡിവൈഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇതിൽ ആദ്യം നിങ്ങൾ ചിന്തിക്കേണ്ടത് ഗവൺമെന്റ് കമ്പനി ആയിട്ട് ഏതൊക്കെ വരും? ഗവൺമെന്റ് കമ്പനി. സാറേ വിളിച്ചേ. ഗവൺമെന്റ് കമ്പനി. മിഥുനെ പറ. ഗവൺമെന്റ് കമ്പനി പറഞ്ഞേ. ആൻസർ ഒക്കെ വന്നിട്ടുണ്ട്, ടൈപ്പ് ചെയ്ത് അയക്കുന്നുണ്ടോടാ. ഏതാടാ? സെയിൽ വരും അല്ലെ. നെക്സ്റ്റ് അടുത്തത് BHEL വരും അല്ലെ. ഭാരത് ഹെവി ഇലക്ട്രിക് ലിമിറ്റഡ് വരും. നെക്സ്റ്റ് അത്രയാണ് ഇതിൽ വരാം. ഓക്കെ, നെക്സ്റ്റ് ഇനി ഡിപ്പാർട്ട്മെന്റിൽ എവിടേക്കാ വരാം? ഡിപ്പാർട്ട്മെന്റ് ആരോടിക്കാം? ഡിപ്പാർട്ട്മെന്റ് പറയാൻ വേണ്ടി
ആഷിക ഡിപ്പാർട്ട്മെന്റിൽ ഏതൊക്കെയാ വരാം? നിങ്ങൾ നോട്ടത്തിൽ വെച്ചിട്ട് മക്കളെ ഏതൊക്കെയാ വരുന്നത്? ദൂരദർശൻ, റെയിൽവേ, KSRTC വരും. KSRTC എവിടെയാ വരാ? KSRTC ഉണ്ട് ട്ടാ. സി ഒക്കെ എവിടെയാ? കോർപ്പറേഷൻ ആണ് അല്ലെ. പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് വരും അല്ലെ. ഇനി അടുത്തത് ഏതാ വരാ? അടുത്തത് വേറെ ഏതാണ്? സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ അല്ലെ. അപ്പൊ സ്റ്റാറ്റ്യൂട്ടറിൽ ആരൊക്കെയാ വരാ? സാറേ വിളിച്ച് ഐറീൻ. സ്റ്റാറ്റ്യൂട്ടറിയിൽ ഏതൊക്കെയാണ് വരാ? KSRTC വരും, ONGC വരും, SBI വരും. മക്കളെ ക്ലിയർ ആയില്ലേ? അപ്പൊ നിങ്ങൾ അത് കറക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കും. ഇത് എപ്പോഴും ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ പോർഷൻ ഒക്കെ വേഗം നോട്ട് ചെയ്തിട്ട് കാറ്റഗറൈസ് ചെയ്യാനായിട്ട് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഈ ഒരു കാറ്റഗറൈസേഷൻ നിങ്ങൾ പ്രതീക്ഷിക്കുകയും വേണം. എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ചിലപ്പോൾ ഇതുപോലെ തന്നെ ഓരോ ഫോം ചോദിച്ചിട്ടായിരിക്കും ഏത് സെക്ടറിന് ഐഡന്റിഫൈ ചെയ്യാൻ പറയാം, അതിന്റെ ഫീച്ചർ എഴുതാൻ പറയാം. അതുകൊണ്ട് നിങ്ങൾ എക്സാമ്പിൾസ് ഷുവർ ആയിട്ട് പഠിക്കാം. ഇനി നമ്മൾ മൂവ് ചെയ്യുന്നത് 5ാമത്തെ ലാസ്റ്റ് ചാപ്റ്ററിലേക്കാണ്. ഇന്നത്തെ ലാസ്റ്റ് ചാപ്റ്റർ കേട്ടോ. നോക്കാം, എമർജിംഗ് മോഡ്സ് ഓഫ് ബിസിനസ്. വളരെ സിമ്പിൾ ചാപ്റ്റർ ആണ്. കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിക്കാനുള്ളൂ. എങ്ങനെയൊക്കെയാണ് ഇലക്ട്രോണിക്. അപ്പൊ എല്ലാം ഇലക്ട്രോണിക് ആണെങ്കിൽ ഈ ബിസിനസ്സും ഇ കൊമേഴ്സും പഠിക്കണം. എന്തായിരിക്കും ഈ ബിസിനസ്? നമ്മൾ ബിസിനസ് എല്ലാം ചെയ്യുന്നത് ത്രൂ ഇലക്ട്രോണിക്കലി ആണെങ്കിൽ ഈ ബിസിനസ്. അതെന്താ ഇ കൊമേഴ്സ്? നമ്മൾ ജസ്റ്റ് ഗുഡ്സ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നുള്ളൂ. ജസ്റ്റ് ഗുഡ്സ് വാങ്ങുന്നു, വിൽക്കുന്നു അല്ലെ. ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് മാത്രമുള്ളെങ്കിൽ അത് ഇ കൊമേഴ്സ് ആണ്. ക്ലിയർ ആയില്ലേ? അപ്പൊ ഗുഡ്സ് ഡിസൈൻ ചെയ്യണ മുതൽ ഗുഡ്സ് വിൽക്കുന്ന എൻഡിങ് ആക്ടിവിറ്റി വരെ ഇലക്ട്രോണിക്കലി ആണെങ്കിൽ ഈ ബിസിനസ്. ജസ്റ്റ് ബൈയിങ് സെല്ലിംഗ് മാത്രമാണെങ്കിൽ ഇ കൊമേഴ്സ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, ഈ ബിസിനസ് ആണ് ഇ കൊമേഴ്സിനെക്കാട്ടും വലുത്. ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ. ഇനി നിങ്ങൾ പഠിക്കേണ്ടത് ഇമ്പോർട്ടന്റ് പോർഷൻസ് മാത്രം പറയാനുള്ളൂ കേട്ടോ. സ്കോപ്പ് ഓഫ് ഈ ബിസിനസ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും, 1 വേർഡ് ചോദിക്കും. ഏതൊക്കെ കൈൻഡ് ഓഫ് ആണ് ഉള്ളതെന്നാണ് ഇതിനകത്ത് പഠിക്കുന്നത്. മക്കളെ B2C ഉണ്ട്, B2E ഉണ്ട്, C2C ഉണ്ട്, B2G ഉണ്ട്. അതേപോലെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം, വാട്ട് ഈസ് ദ മോഡൽസ് ഓഫ് ഇ ബിസിനസ് അല്ലെ. ഈ ബിസിനസിന്റെ സ്കോപ്പ് എന്താണ്? 2 ഇത് ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ. ഫസ്റ്റ് B2B എന്ന് സാറേ. B2B എന്ന് പറയുമ്പോ ബിസിനസ് ടു ബിസിനസ്. ഫോർ എക്സാമ്പിൾ മക്കളെ ഇതിന്റെ എക്സാമ്പിൾസ് നോട്ട് ചെയ്യണേ. ഞാൻ എന്റെ സപ്ലയറുടെ കയ്യിൽ നിന്ന് കുറച്ച് ഗുഡ്സ് വാങ്ങിച്ചു അല്ലെ. അപ്പൊ നോക്കിയേ, സപ്ലയറുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിച്ചത് B2B ആണ് മക്കളെ. സപ്ലയറുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ എന്താണ് പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു, മാനുഫാക്ചറുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു, സപ്ലയർക്ക് ബില്ല് കൊടുത്തു, സപ്ലയർക്ക് ഗുഡ്സ് റിട്ടേൺ ചെയ്തു. ഇതൊക്കെ B2B ആണ്. രണ്ടറ്റത്തെ ആളുകൾ ബിസിനസ് ആണെങ്കിൽ ദാറ്റ് ഈസ് B2B. ട്രാൻസാക്ഷന്റെ രണ്ടറ്റത്തെ ബിസിനസ് ആണെങ്കിൽ B2B. ക്ലിയർ ആയില്ലേ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് എന്താണ്? B2C. B2C എന്ന് പറയുമ്പോൾ നമ്മുടെ സാറ് ഒരു ഐഫോൺ എന്താണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചു അല്ലെ. സ്വപ്നാന്ന് പറയുന്നത്. ഓക്കെ, വാങ്ങിച്ചില്ല സാറേ? വാങ്ങിക്കും. ഓക്കെ, അപ്പൊ ഇതേ സ്ഥലത്താണ് നമ്മുടെ ബിസിനസ് എന്താണ് കസ്റ്റമറും ഇലക്ട്രോണിക്കലി കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ അത് B2C ആണ്. ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ബിസിനസ് ആൻഡ് കസ്റ്റമർ. ക്ലിയർ ആയില്ലേ? അപ്പൊ ഫോർ എക്സാമ്പിൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഇലക്ട്രോണിക്കലി പേയ്മെന്റ് കൊടുക്കണം. ഇലക്ട്രോണിക്കലി ആണ് പേയ്മെന്റ്. സ്മാർട്ട് പോയിന്റ്. അപ്പൊ ഇതേപോലെ നമ്മൾ ഇലക്ട്രോണിക്കലി ഒരു ബിസിനസ്സും കസ്റ്റമറും കോൺടാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് B2C. ക്ലിയർ ആയില്ലേ? ഇനി നമ്മൾ ATM പൈസ വിഡ്രോ ചെയ്യാണ്, അത് B2C ആണ്. കാരണം നമ്മൾ അവിടുത്തെ കസ്റ്റമറും ATM അവിടുത്തെ എന്താണ് ബാങ്ക് എന്ന് പറയുമ്പോൾ ബാങ്ക് എന്ന് പറയുമ്പോൾ ബിസിനസ് തന്നെയാണ്. നെക്സ്റ്റ് അടുത്ത എന്താണ്? B2E. B2 എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ്സും എംപ്ലോയിയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇലക്ട്രോണിക്കലി ആണ്. ഫോർ എക്സാമ്പിൾ ബിസിനസ്സിൽ എംപ്ലോയിക്ക് ഇലക്ട്രോണിക്കലി ഇൻഫർമേഷൻസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ എംപ്ലോയിക്ക് എന്തെങ്കിലും നോട്ടീസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ സാലറി കൊടുക്കുന്നു, അല്ലെങ്കിൽ ലീവ് കൊടുക്കുന്നു. ഇതൊക്കെ എന്താണ്? ഇത് B2E ആണ്. ക്ലിയർ ആയില്ലേ? ബിസിനസ്സും എംപ്ലോയി ആണെങ്കിൽ B2E ആണ്. നെക്സ്റ്റ് വരുന്നത് ഇൻട്രാ ബി കൊമേഴ്സ്. എന്താ ഇൻട്രാ ബി കൊമേഴ്സ് പറയുന്നത്? യെസ് മക്കളെ, ഇൻട്രാ ബി കൊമേഴ്സ് എന്ന് പറയുമ്പോൾ ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ എന്താണ് 2 ഡിപ്പാർട്ട്മെന്റ് ഇൻ ദി ഓർഗനൈസേഷൻ. ഒരു സെയിം ഡിപ്പാർട്ട്മെന്റിലെ 2 ഡിപ്പാർട്ട്മെന്റ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റും സെയിൽസ് ഡിപ്പാർട്ട്മെന്റും ഇലക്ട്രോണിക്കലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ സെയിൽസ് ഡിപ്പാർട്ട്മെന്റും മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റും ഇലക്ട്രോണിക്കലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ജസ്റ്റ് ഒരു മെയിൽ അയച്ചു, അതെന്താണ്? ഇൻട്രാ ബി കൊമേഴ്സ് ആണ്. ഇതെന്താ? C2C. അതായത് നമ്മൾ കസ്റ്റമേഴ്സ് ടു കസ്റ്റമർ ഇലക്ട്രോണിക്കലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഞാനൊരു പ്രൊഡക്റ്റ് എടുത്ത് OLX വിറ്റു, അതെങ്കിലും മേടിച്ചു, എന്താണ്? അത് C2C കൊമേഴ്സ് ആണ്. അപ്പോ
കസ്റ്റമേഴ്സ് ടു കസ്റ്റമർ ഇന്ററാക്ഷൻ എന്താണ് ഓൺലൈൻ ആണെങ്കിൽ കോർ ബിസിനസ് ആക്ടിവിറ്റി അല്ല വിൽക്കണെന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് കുപ്പി വേണ്ട ചീത്തയെന്ന് തോന്നിയപ്പോ ഞാനിത് ഇട്ടു. അത് വിറ്റ് പ്രശ്നവും അപ്പൊ എന്താണ്. അപ്പൊ ഇതേപോലെ C2C ആണെങ്കിൽ എന്താണ് മക്കളെ, അത് ഇലക്ട്രോണിക്കലി കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ കസ്റ്റമേഴ്സ് ടു കസ്റ്റമർ ആണ്. ഇനി അടുത്തത് B2G, ബിസിനസ്സും ഗവൺമെന്റിനും ഇലക്ട്രോണിക്കലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ബിസിനസ്സിന് എന്തെങ്കിലും ലൈസൻസിന് അപ്ലൈ ചെയ്യാം, ഫീസ് അടയ്ക്കാം, ടാക്സ് അടയ്ക്കാം. അപ്പൊ ബിസിനസ്സും ഗവൺമെന്റും ഈ പറഞ്ഞ പാർട്ടി തമ്മിൽ ഒരു ഇലക്ട്രോണിക്കൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ അതെന്തായി, ഈ ബിസിനസ് ആയി. ക്ലിയർ ആയില്ലേ? അപ്പൊ ബിസിനസ്സും ഗവൺമെന്റും ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ എങ്കിൽ B2G ആയി. സെറ്റ് ആണോ മക്കൾ? സെറ്റ് ആണെങ്കിൽ ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ഇനി നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിക്കുന്ന അടുത്ത ടോപ്പിക്കാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ട്രഡീഷണലും ആൻഡ് ഈ ബിസിനസ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 5 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും. ഓക്കെ അല്ലെ? സ്കോപ്പ് വേണമെങ്കിൽ 1 വേർഡ് ആയിട്ട് ചോദിക്കുള്ളൂ, അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കുള്ളൂ, അല്ലെങ്കിൽ ഐഡന്റിഫൈ ചോദിക്കുള്ളൂ. പക്ഷെ ഇത് 5 മാർക്കിന് ചോദിക്കൂട്ടാ. നോക്കാം, ഡിഫറൻസ് ബിറ്റ്വീൻ ട്രഡീഷണൽ ബിസിനസ് ആൻഡ് ഈ ബിസിനസ്. സ്ഥലം നോക്കണം, ബിൽഡിംഗ് വേണം, ഡിഫിക്കൽട്ട് ആണ്, അത്ര ചെയ്യാൻ മതി. ഈ ബിസിനസ് ആണെങ്കിലോ ജസ്റ്റ് വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ മതി. അപ്പൊ സിമ്പിൾ ആണ്. ഇനി ഫിസിക്കൽ പ്രസൻസ് എവിടെയാണ് വേണ്ടത്? ട്രഡീഷണൽ. ഈ ബിസിനസ് പറ്റില്ല. അപ്പൊ എന്താണ്, ട്രഡീഷണൽ ആകുമ്പോ നമുക്ക് ഫിസിക്കൽ പ്രസൻസ് വേണം. ഇനി ഈ ബിസിനസ്സിലാകുമ്പോഴോ അതിന്റെ ആവശ്യമില്ല. ഇനി സെറ്റിംഗ് കോസ്റ്റ് എവിടെയാണ് കൂടുതൽ? ട്രഡീഷണലാണ്. ഇനി ഈ ബിസിനസ്സിലാണെങ്കിലോ കോസ്റ്റ് ഇല്ല. നെക്സ്റ്റ് അടുത്ത് എന്താണ്, ട്രാൻസാക്ഷൻ റിസ്ക്. എവിടെ റിസ്ക് കൂടുതല്? റിസ്ക് കൂടുതല്. യെസ്. നെക്സ്റ്റ് എന്താണ്, ഫോർമേഷൻ അല്ലെ? ഫോർമേഷൻ കഴിഞ്ഞു സാർ. അത് നെക്സ്റ്റ് അടുത്തത് ട്രാൻസാക്ഷൻ റിസ്ക്. ട്രാൻസാക്ഷൻ പറയുമ്പോൾ നമുക്ക് ഇവിടെ എന്താണ് അല്ലേ, മക്കളെ എംപ്ലോയീസ് പറയുമ്പോൾ നമുക്ക് ട്രഡീഷണൽ എന്ത് മതി? ട്രഡീഷണൽ ആണെങ്കിൽ സെമി സ്കിൽഡോ പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നമുക്ക് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യണം. ടെക്നിക്കലാണ്. അപ്പൊ ടെക്നിക്കലി ക്വാളിഫൈഡ് എംപ്ലോയീസിന് വേണം. ഇനി റിസ്ക് പറയുമ്പോൾ ഇവിടെ നമ്മുടെ ഫേസ് ടു ഫേസ് കോൺടാക്ട് ഉണ്ട്, ആര്? സെല്ലറും ബിയറും തമ്മിൽ. അപ്പൊ അതുകൊണ്ട് റിസ്ക് കുറവായിരിക്കും. പക്ഷെ ഇവിടെ വലിയ കോൺടാക്ട് ഇല്ല, നമുക്കൊന്നുമില്ല, റിസ്ക് ഉണ്ട് അല്ലെ? ഇനി സപ്ലയേഴ്സും കസ്റ്റമേഴ്സും തമ്മിലൂടെ ഇൻഡയറക്റ്റ് കോൺടാക്ട് ആണ്. കാരണം എന്താണ്, ഗുഡ്സ് കൊണ്ടുവന്ന മാനുഫാക്ചറുടെ കയ്യിൽ നിന്ന് ഹോൾസെയിലർ അല്ലെ, ഹോൾസെയിലറുടെ കയ്യിൽ നിന്ന് റീറ്റെയിലർ മേടിക്കും, എന്നിട്ടേ കൺസ്യൂമറിലേക്ക് എത്തുള്ളൂ. സോ ഇൻഡയറക്റ്റ് കോൺടാക്ട് ആണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, മാനുഫാക്ചർ തന്നെയായിരിക്കും ചിലപ്പോൾ കസ്റ്റമേഴ്സിന് വിൽക്കാം അല്ലെ? അപ്പൊ അവിടെ ഡയറക്റ്റ് കോൺടാക്ട് ആണ്. അപ്പൊ നിങ്ങൾ 5 പോയിന്റ് എങ്കിലും പഠിച്ചു വെക്കണം കേട്ടോ. നിങ്ങൾക്ക് എഴുതാൻ പറ്റണം ഒരു 5 പോയിന്റ് നിങ്ങൾ ഡിഫറൻസ് ആയിട്ട് മസ്റ്റ് 5 മാർക്കിൽ സിമ്പിൾ ആയിട്ട് പഠിക്കുക. അതുപോലെ നിങ്ങൾ ബേസിസ് ആയിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. നെക്സ്റ്റ് അടുത്ത് നോക്കാം. ഇനി നമുക്ക് ഓൺലൈൻ ബിസിനസ് ചെയ്യുമ്പോൾ കുറച്ച് റിസ്ക് വരും അല്ലെ? റിസ്ക് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പ്രൊഡക്റ്റിന്റെ ബേസ് റിസ്ക് വരാം, പ്രൊഡക്റ്റ് കറക്റ്റ് എത്തിക്കാണ്ടിരിക്കാം, അല്ലെങ്കിൽ റോങ് അഡ്രസ്സിൽ കൊണ്ടുവരാം, അതൊക്കെ ട്രാൻസാക്ഷൻ റിസ്ക് ആണ്. ഇനി നമുക്ക് വേറെ ഡാറ്റയെ സംബന്ധിക്കുന്ന റിസ്ക് ഉണ്ട്. അങ്ങനത്തെ റിസ്ക് ആണ് എന്ത്? വൈറസും ഹാക്കിംഗ്. 1 വേർഡ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എന്താ ഹാക്കിംഗ്? ഇപ്പൊ സാറിന്റെ വെബ്സൈറ്റ്, സാറിന്റെ ഇൻസ്റ്റാഗ്രാം, ടെൻഷനായി വിളിക്കാറുണ്ട് ഓട്ടല്ലോ, വേറെ പേരല്ലേ അല്ലേ? അപ്പൊ എന്താണ്, സാറിന്റെ ഇൻസ്റ്റാഗ്രാം എന്താണ് സാറിന്റെ അനുവാദം ഇല്ലാണ്ട് വേറെ ആളെ ആക്സസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഹാക്കിംഗ്. അപ്പൊ ആക്സസ് ആണ് ഹാക്കിംഗ്. വൈറസ് അങ്ങനല്ല. മനപ്പൂർവ്വം ഷോൺ സാറിന്റെ സിസ്റ്റം കംപ്ലൈന്റ് ആക്കാൻ വേണ്ടി പുള്ളിക്കാരൻ പെൻഡ്രൈവ് കൊടുത്തു, അതിൽ വൈറസ് ഉണ്ടായി. ക്ലിയർ ആയില്ലേ? അപ്പൊ എന്താണ്, പ്രോഗ്രാം ആണ് വൈറസ്. ക്ലിയർ ആയില്ലേ മക്കളെ? ഒരു സ്റ്റോറേജ് നമ്മൾ ഡാറ്റ നശിപ്പിക്കുന്ന എന്താണ് ഒരു പ്രോഗ്രാമിനെയാണ് വൈറസ് എന്ന് പറയാ. ഇത് അങ്ങനെയല്ല, ഇത് ആക്സസ് ആണ്. രണ്ടാണ് വ്യത്യാസം. മനസ്സിലായോ? അപ്പൊ നമ്മുടെ ഡാറ്റ നശിപ്പിക്കുന്ന പ്രോഗ്രാം ആണ് വൈറസ്. ഹാക്കിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? അൺഓതറൈസ്ഡ് ആക്സസ് ആണ്. രണ്ടും വ്യത്യാസം കിട്ടിയില്ലേ? 1 വേർഡ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആണ് ഇ കൊമേഴ്സിൽ അല്ലെങ്കിൽ ഓൺലൈൻ ട്രാൻസാക്ഷന് വരുന്ന പേയ്മെന്റ് മെത്തേഡ്സ് ഏതൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് നമുക്ക് ക്യാഷ് കൊടുത്ത് പൈസ അല്ലെ? പിന്നെന്താണ്, ചെക്ക് കൊടുക്കാം വേണമെങ്കിൽ. പിന്നെ നെറ്റ് ബാങ്കിങ്, ബാങ്ക് വഴി ട്രാൻസ്ഫർ ചെയ്യാം. നമ്മളെ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്യാം. ഡിജിറ്റൽ ക്യാഷ്, സൈബർ സ്പേസിൽ മാത്രം യൂസ് ചെയ്യുന്ന ഡിജിറ്റൽ കോയിൻസ് കൊടുത്ത് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പൊ ഇതൊക്കെയാണ് ഈ ബിസിനസ്സിൽ വരുന്ന പേയ്മെന്റ് ഓപ്ഷൻസ്. അത് വേണമെങ്കിൽ കിട്ടോ. UPI വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആഡ് വിടാൻ പറ്റും. പേയ്മെന്റ് ഓപ്ഷൻസ് ആയിട്ട് ഇ കൊമേഴ്സിന്റെ നമ്മൾ എന്തായാലും പഠിച്ചു വെക്കുന്ന പോർഷൻസ് ആണ് മക്കളെ, നിർബന്ധമായിട്ട് പഠിക്കാം. ക്ലിയർ ആണല്ലോ? ഇനി പഠിക്കാൻ പോകുന്നത് ബെനിഫിറ്റ് ഓഫ് ഇ ബിസിനസ് ആണ്. എക്സ്പ്ലനേഷൻ അടക്കം പഠിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? യെസ് നോക്കാം കേട്ടാ.
ഫോർമേഷൻ എന്ന് പറയുന്നത് വളരെ എളുപ്പമായിരിക്കും. കാരണം നമുക്ക് ഫിസിക്കലായിട്ട് ഒരു സാധനത്തിന്റെ ആവശ്യമില്ല. ആവശ്യമില്ല. ഇനി ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലോ ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ കുറച്ച് മതി. ഫോൺ എന്തെങ്കിലും ഒരു മുറി ഉണ്ടായി കാര്യം കഴിഞ്ഞു. നെക്സ്റ്റ് എന്താണ് കൺവീനിയൻസ് ആണ്. കാരണം എന്താണ് നമുക്ക് 24 hours ഉണ്ട്. നമ്മുടെ സ്ഥലം നമ്മുടെ കിടക്കാൻ എല്ലാം വർക്ക് ചെയ്യും. എല്ലാം നിങ്ങളുടെ ഇഷ്ടം അല്ലെ. അപ്പൊ 24 hours ഉണ്ട്, 7 days ഉണ്ട്, 365 days നമുക്ക് അവൈലബിൾ ആണ്. അവിടെ എന്താണ് ഒരു ഹോളിഡേ ഇല്ല. നെക്സ്റ്റ് എന്താണ് സ്പീഡ്. സ്പീഡ് എന്ന് പറയുമ്പോൾ ഒരൊറ്റ ക്ലിക്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അല്ലെ. ഇനി ഗ്ലോബൽ റീച്ച് ആണ്. അതെ, കണക്ഷൻ കറക്റ്റ് ആക്കണം. എന്താണ് ഗ്ലോബൽ റീച്ച്, നമുക്ക് നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും പ്രൊഡക്റ്റ് എത്തിക്കാം. ഇതെന്താണ് മൂവ്മെന്റ് ടുവേഴ്സ് പേപ്പർ സൊസൈറ്റി. പേപ്പർ ഇല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ പറഞ്ഞ എല്ലാ സ്ക്രീനിൽ കൂടി തന്നെ ഷെയർ ചെയ്യാൻ പറ്റും. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇതൊക്കെയാണ് ബെനിഫിറ്റ്. 5 പോയിന്റ് വിത്ത് എക്സ്പ്ലനേഷൻസ് ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട് പഠിക്കണം. അവിടെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ലിമിറ്റേഷൻ ഓഫ് ഇ ബിസിനസ് ആണ്. വല്ല ടച്ച് ഉണ്ടാ, വല്ല പ്രൊഡക്റ്റ് തൊട്ട് പോയി പഠിക്കണ്ട ഇല്ല. നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ വ്യക്തികളായിട്ടോ ഒരു പേഴ്സണൽ ടച്ച് ഇല്ല. ഇനി എന്ത് വേണം, ഈ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ബിസിനസ് ചെയ്യുന്ന 2 പാർട്ടിക്കും എന്ത് അറിയണം, നമ്മൾ ഈ പറഞ്ഞ ടെക്നോളജി അറിയണം അല്ലെ. വെബ്സൈറ്റ് യൂസ് അറിയണ്ടേ, പ്രൊഡക്റ്റ് അപ്ഡേറ്റ് അറിയണ്ടേ, അതുപോലെ പ്രൈസ് ഇതാക്കാൻ അറിയണ്ടേ. അപ്പൊ ഇതേപോലെ എല്ലാ കാര്യങ്ങളും ആ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്യാനും അതുപോലെ ബിസിനസ് റൺ ചെയ്യാനും ടെക്നിക്കലി ബയ്യർക്കും സെല്ലർക്കും കോമ്പിറ്റൻസി വേണം. അതില്ലെങ്കിൽ ഫ്ലോപ്പായി. അടുത്തെന്താണ് റെസിസ്റ്റൻസ് ഓഫ് എംപ്ലോയി, റെസിസ്റ്റൻസ് ഓഫ് പീപ്പിൾസ്. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ സാറിന്റെ വീട്ടിൽ തന്നെ, സാറിന്റെ വീട്ടിൽ ഇപ്പൊ വലിയ എന്തെങ്കിലും പ്രൊഡക്റ്റ് ഓൺലൈൻ മേടിക്കാൻ പോയാൽ നമ്മൾ സമ്മതിക്കും. കാരണം എന്താണ്, പേടിയായിരിക്കുമോ ഈ പറ്റിക്കുമെന്ന് അല്ലെ. അപ്പൊ അതായത് എന്താണ് തട്ടിപ്പാണ്. കാരണം നമുക്ക് അറിയാലോ ആളുകൾ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് എന്താണ് എത്തിക്കൽ ഫോളോ ഔട്ട്. ചിലപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത പ്രൊഡക്റ്റ് വരണമെന്നില്ല, വേറെ പ്രൊഡക്റ്റ് സൈസ് മാറിപ്പോകാം, കളർ മാറിപ്പോകാം. അപ്പൊ അതൊക്കെയാണ് ലിമിറ്റേഷൻസ് വരാം. ലിമിറ്റേഷൻസ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു 4 പോയിന്റ് എങ്കിലും പഠിച്ചു വെക്കണം. അതേപോലെ എക്സ്പ്ലനേഷൻസും പഠിക്കണം മക്കളെ. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് പോർഷൻസ് ഡിഫറൻസ് പഠിക്കുക, ലിമിറ്റേഷനും അതുപോലെ ബെനിഫിറ്റും എന്താണ്, ഈ ബിസിനസ് എന്താണെന്നുള്ള അറിയാം. B2B B2C എന്നുള്ള തുടങ്ങിയ സാധനങ്ങളും അത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്ക് ഇതിന്റെ 1 വേർഡിലേക്ക് പോകാലോ. സെറ്റ് അല്ലേ? എന്നിട്ട് നിങ്ങളുടെ ടാസ്ക് ആണ് പഠിക്കല്. സോറി, നിങ്ങൾ ടാസ്ക് പോലേക്ക് നിങ്ങളുടെ പേപ്പറിലെ മാർക്ക്. ഓക്കെ, നോക്കാം മക്കളെ എന്തൊക്കെയാണ് ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ നോക്കാം. Purchase of mobile phone through online by a customer is an example model of dash e-commerce. e-commerce. വന്നു മൊബൈലിന്റെ കാര്യം കുറെ പേര് ഉണ്ട് സാർ. വിളിച്ചു Alex. അലക്സ് പറ. B2C അല്ലേ, കസ്റ്റമർ. നെക്സ്റ്റ് അടുത്ത് നോക്കാം മക്കളെ, എല്ലാവരും ആൻസർ ചെയ്യണം കേട്ടോ. അടുത്ത് നോക്കാം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് പേയ്മെന്റ് മെക്കാനിസം ഇൻ ദി ഓൺലൈൻ ഷോപ്പിംഗ്. ഈ പറയുന്നതിൽ ഏതാണ് ഓൺലൈൻ ഷോപ്പിംഗിന്റെ പേയ്മെന്റ് മെക്കാനിസംസ്? ശരിക്കും വായിക്കുക, ആൻസർ പറയാ. നമ്മുടെ ഫിദയ്ക്ക് മുദ്രയൊക്കെ വന്നിട്ടുണ്ട്. റോഷ്നി ആൻസർ പറ. ഫിദയുടെ മുദ്ര കറക്റ്റ് ആണ്. ഓൾ ഓഫ് ദീസ്. ക്യാഷ് ഓൺ ഡെലിവറി വരുന്നില്ലേ, നെറ്റ് ബാങ്ക് വരുന്നില്ലേ, ക്യാഷ് വരുന്നില്ല, എല്ലാം വരുന്നുണ്ട്. ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ വരാം. നെക്സ്റ്റ് എന്താണ്, ഡ്രോയിങ് മണി ഫ്രോം ATM is an example of dash e model business. നമ്മൾ ഇപ്പൊ തന്നെ പറഞ്ഞാണ് സാറേ, നമ്മൾ ATM പോയിട്ട് സാർ ഇപ്പൊ തന്നെ പൈസ എടുക്കും, മെഡിക്കൽ ജ്യൂസ് മേടിച്ച് തരും അല്ലെ, അങ്ങനെ പൈസ മേടിച്ച് തരും. ഓക്കെ, അപ്പൊ അങ്ങനെ പൈസ എടുക്കുകയാണെങ്കിൽ അതെന്ത് എന്താണ് മക്കളെ സാർ വിളിച്ചോ? റിസ്വാനെ പറ. എടാ പറയടാ, വേഗം പറ. സൗണ്ട് ഇല്ല. നെക്സ്റ്റ് വിളിച്ചു നെഹ ആൻസർ പറഞ്ഞോ. B2C. വെരി ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ് എടുത്ത് നോക്കാലോ. ഐഡന്റിഫൈ ദി ഇ ബിസിനസ് മോഡൽ ഫ്രം ദി ഫോളോയിങ്. താഴെ പറയുന്ന ഈ ബിസിനസ് മോഡൽ ഏതൊക്കെയാണ് ഐഡന്റിഫൈ ചെയ്യുക? ഒന്നാമത് പറയാണ് സെയിൽ ഓഫ് സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ്. ആരാ പറയാ? സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് വിറ്റാൽ എന്ത്? ഷോൺസാറിന്റെ വൈറ്റ് ഓയിലിൽ ഇട്ട് വിറ്റു, എന്ത് സംഭവിക്കും? അത് മാത്രമേ ഉള്ളൂ. ആകെ മാത്രം അത് വിപ്പിക്കോ? ഐശ്വര്യ പറ. B2C. B2C ആണോ? B2C ആണോ? ചോദിക്കേ. ഷോൺസാറാണ് വിൽക്കുന്നത്, സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് വിൽക്കാണ്. C2C ആണ് നമ്മുടെ ഐശ്വര്യ പറഞ്ഞത്. ഐശ്വര്യ തിരുത്തിയിട്ടുണ്ട്, മിസ് ബി അല്ല. C2C ആണെങ്കിൽ C2C ആണെങ്കിൽ
സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് വിറ്റ് ഉറപ്പിച്ചു, അതായത് C2C. സെക്കൻഡ് ഹാൻഡ് വിൽക്കുക, കസ്റ്റമർ ആണ് വിൽക്കുക അല്ലെ. അപ്പൊ C2C ആയിരിക്കും. സെക്കൻഡ് ഹാൻഡ് ഷോപ്പ് ആയിരിക്കും, അതങ്ങനെ പ്രത്യേകം പറയൂ. ഇത് സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് ആണ് നിങ്ങൾ ഉറപ്പിച്ചോ, C2C ആണ്. ഇനി ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ബിറ്റ്വീൻ സപ്ലയർ, ഗുഡ്സ് സപ്ലയറിലേക്ക് എത്തിച്ചു, ഗുഡ്സ് സപ്ലയറിലേക്ക്. ഇപ്പൊ ഞാൻ ബിസിനസ് ഒരു തുണിക്കട നടത്തണോ, ഞാനൊരു തുണിക്കട നടത്തണോ, കുറച്ച് സ്റ്റോക്ക് കുറവാണ് എന്റെ അടുത്തുണ്ട്. അതെന്തായിരിക്കും മെമ്പറ? അദീബ് ആൻസർ പറഞ്ഞോ. B2B. വെരി ഗുഡ് മക്കളെ. സപ്ലൈസ് കണ്ടാൽ ഉറപ്പിച്ചു, ദാറ്റ് ഈസ് B2B ആയിരിക്കും കേട്ടോ. ഇനി കൺസ്യൂമർ പ്ലേസിംഗ് ആൻഡ് ഓർഡർ ഓൺലൈൻ. കസ്റ്റമർ ഓൺലൈനിൽ കൂടി ഒരു ഓർഡർ പ്ലേസ് ചെയ്തു. ചിലപ്പോ ഒരു പീസ് ഓർഡർ ചെയ്തതായിരിക്കും അല്ലെ. ഷോൺ സാർ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ചിലപ്പോ ഒരു ബർഗർ ആയിരിക്കും. സമയത്ത് നമുക്ക് അതൊക്കെയുള്ള അറിയിക്കാൻ പറ്റും. ആൻജോസേ പറ. ആൻസർ ലെഫ്റ്റ് വരുന്നുണ്ട്, അറിയാൻ പറഞ്ഞു ആൻസർ. പറഞ്ഞു ഇതായിരിക്കാം. എന്താണ് ബിസിനസ് ടു പറഞ്ഞോ. പിടിയില്ല സാർ. നെക്സ്റ്റ് വിളിച്ച് APL ആൻസർ എന്ന് പറഞ്ഞടാ. B2 C ആണോ ചോദിക്കുന്നത്? C മക്കളെ. കസ്റ്റമറുടെ പ്രൊഡക്റ്റ് മേടിക്കുന്നത് B2C ആണ്. സാറ് കറക്റ്റ് ആയിട്ട് വിളിക്കണ്ടല്ലേ പേരൊക്കെ? കുഴപ്പമില്ല, നമ്മുടെ വിളിക്കുന്നത് കിട്ടിയത് അല്ലേടാ. അവരത് അങ്ങനെ ചെല്ലപ്പേട്ട് എടുക്കും. നെക്സ്റ്റ് ഇവിടെ കംപ്ലീറ്റ് ഉണ്ട് സാർ, അതറിയില്ലേ? ഞാൻ കാണിച്ചിട്ടാ കംപ്ലീറ്റ് സാർ നമ്മളെ. നെക്സ്റ്റ് ഓക്കെ, അടുത്താണ് അപ്ലിക്കേഷൻ ഫോർ ലൈസൻസ്. നമ്മള് ഗവൺമെന്റിന്റെ അടുത്ത് അപ്ലിക്കേഷൻ കൊടുത്തു. സോറി ഫിദ ഒന്ന് വിളിച്ചേ. ഫിദ കുറെ നേരം ഭാവം കഴിച്ചു. ഫിദ പറഞ്ഞോ. അപ്ലിക്കേഷൻ ഫോർ ലൈസൻസ് എന്താണ്? B2G. ഗവൺമെന്റിന് നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കുക ലൈസൻസിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് അടുത്തത് അതല്ലേ ബിസിനസ് വരുന്നത്. നെക്സ്റ്റ് അടുത്തത് B2G. നെക്സ്റ്റ് അടുത്തത് സെലക്ടിങ് എംപ്ലോയി സജഷൻസ് ഓൺലൈൻ. സാറേ സൂര്യത്തിന് വിളിക്കണേ. സൂര്യ യെസ്. സെലക്ടിങ് എംപ്ലോയി സജഷൻസ് ഓൺലൈൻ. എംപ്ലോയി സജഷൻസ് ഓൺലൈനിൽ കൂടി മേടിക്കുന്നു. എന്താ വരാ? B2E. വെരി ഗുഡ്. എംപ്ലോയീസ് ബന്ധപ്പെട്ടാണെങ്കിൽ B2E ആയിരിക്കും. കസ്റ്റമറും ബിസിനസ്സും ആണെങ്കിൽ B2C ആയിരിക്കും. അതേപോലെ എന്താണ് ബിസിനസ്സും ആണെങ്കിൽ B2B ആയിരിക്കും. കസ്റ്റമറും ആണെങ്കിൽ C2C ആയിരിക്കും. ഈ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനത്തെ നിങ്ങൾ പ്രതീക്ഷിക്കണം. സെറ്റ് ആണെങ്കിൽ കൈവിശി കാണിച്ചേ. ഓക്കെ ആണെങ്കിൽ മക്കളെ, ഇനി നിങ്ങൾ എസ്സേ എഴുതുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ജോൺ സ്റ്റോക്ക് കമ്പനിയുടെ എക്സ് ചോദിച്ചു. എങ്ങനെയാണ് സാറേ? ഫസ്റ്റ് നിങ്ങൾ എഴുതാം എന്താണ് ജോൺ സ്റ്റോക്ക് കമ്പനി. ഒരു ഇൻട്രൊഡക്ഷൻ എഴുതാം. എന്താ ജോൺ സ്റ്റോക്ക് കമ്പനി എഴുതാം അല്ലെ. അതിനുശേഷം എന്ത് ചെയ്ത് വെക്കണം? അതിന്റെ ഒരു 4 ഫീച്ചർ എഴുതി വെക്കണം. ഇൻട്രൊഡക്ഷൻ ആയിട്ട് ജോൺ സ്റ്റോക്ക് കമ്പനി എന്താണെന്ന് എഴുതാം. ചോദിച്ചില്ലെങ്കിൽ പോലും ജസ്റ്റ് നിങ്ങൾ ചോദിക്കുകയാണ് ജോൺ സ്റ്റോക്ക് കമ്പനിയുടെ ഫീച്ചർ മാത്രമാണ് എസ്സേ ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും നിങ്ങൾ ആ ടോപ്പിക്കിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ അതെന്താണെന്ന് എഴുതണം. ക്ലിയർ ആയില്ലേ? എന്താണ് ജോൺ സ്റ്റോക്ക് കമ്പനി എഴുതാം. വലിയൊരു എസ്സേ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം കൂടെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതന്നെ നിങ്ങളുടെ ഹെഡിങ് ജോൺ സ്റ്റോക്ക് കമ്പനി കൊടുത്താൽ മതി. അപ്പൊ ജോൺ സ്റ്റോക്ക് കമ്പനി കൊടുത്തു. അതിന്റെ എന്താണ് അതിന്റെ മീനിങ് എഴുതി. അതിന്റെ ഫീച്ചർ നമ്മൾ പിറക്കി ആ ഹെഡിങ് കറക്റ്റ് കൊടുത്ത് ഒരു 4 ഹെഡിങ് എഴുതി. അതിനുശേഷം മെറിറ്റും ഡിമെറിറ്റും എഴുതി ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യുക. ജോൺ സ്റ്റോക്ക് കമ്പനി എന്ന് പറയുമ്പോൾ ഒരു എന്താണ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. എന്താണ് നിയമം മൂലം സൃഷ്ടിക്കപ്പെട്ടതാണ്. അതിന് കുറെ ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ജസ്റ്റ് നിങ്ങൾ എഴുതിയ കാര്യങ്ങളൊക്കെ ഒന്ന് വീണ്ടും കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞു വെക്കുക. സെറ്റ് അല്ലേ? ഓക്കെ ആണോ? അപ്പൊ ഇതേപോലെയാണ് നിങ്ങൾ എസ് എഴുതുമ്പോൾ എന്ത് എസ് ആണെങ്കിലും ഫോർ എക്സാമ്പിൾ പാർട്ണർഷിപ്പ് ആണെങ്കിലോ എന്താ പാർട്ണർഷിപ്പിന് എഴുതുക. ഇനി ബിസിനസ് ആണെങ്കിലോ എന്താ ബിസിനസ് എഴുതുക. എന്താ അതിന്റെ ഫീച്ചർ എഴുതുക. അതിൽ വരുന്ന കുറെ റിസ്ക് ഒക്കെ എഴുതി വെക്കാം. ക്ലിയർ ആയില്ലേ? അപ്പൊ എന്ത് ടോപ്പിക് ആണെങ്കിലും അതുമായി ബന്ധപ്പെട്ട ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾ കൊടുത്തിട്ട് വേണം കണ്ടന്റിലേക്ക് വരാൻ. കണ്ടന്റിലേക്ക് വന്നിട്ട് ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ നല്ല മാർക്ക് കിട്ടും. അത് തന്നെ. ഓക്കെ, അതുപോലെ മാർക്ക് നോക്കി എഴുതാ. ഒരുപാട് മാർക്ക് ആണെങ്കിൽ 2 പേജ് എഴുതി വെച്ചേക്കല്ലേ. ഒരു 4 വരിയൊക്കെ എഴുതിയാൽ മതി. ക്ലിയർ ആയില്ലേ? 5 മാർക്കിന്റെ ഒക്കെ ആണെങ്കിൽ ഫീച്ചർ ഒക്കെ ചോദിച്ചാൽ 5 പോയിന്റ് വിത്ത് എക്സ്പ്ലനേഷൻ തന്നെ എഴുതാം. 4 മാർക്ക് ആണെങ്കിലും സമയം മാത്രം. പക്ഷെ എസ്സേക്ക് എന്തായാലും ഇൻട്രോ കിട്ടി എഴുതണം കേട്ടോ. അതേപോലെ എസ്സേക്ക് നിങ്ങൾ മാക്സിമം ഒരു 6 പോയിന്റ് ഒക്കെ എഴുതണം. എന്തായാലും ഫീച്ചർ ആണെങ്കിൽ 6 പോയിന്റ് ഒക്കെ വേണ്ടി. അതന്നെ വെക്കാം. ഓക്കെ, അതുപോലെ തന്നെ 4 മാർക്ക് ആണെങ്കിലും 4 പോയിന്റ് ഒക്കെ എഴുതി വെക്കാം. സെറ്റ് ആണല്ലോ. ഡിഫറൻസ് ആണെങ്കിൽ
എഴുതുമ്പോ ശ്രദ്ധിക്കുക, ബേസസ് എഴുതിയിട്ട് നല്ല വൃത്തിക്ക് വരച്ചെഴുതുക. ആദ്യം നിങ്ങൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ പ്രൈവറ്റ് കമ്പനി പബ്ലിക് കമ്പനി എഴുതുമ്പോൾ പ്രൈവറ്റ് കമ്പനി ഇവിടെ എഴുതി പബ്ലിക് കമ്പനി ഇവിടെ എഴുതി അങ്ങനെ ചെയ്ത് വെക്കരുതിട്ടാ. പ്രൈവറ്റ് കമ്പനി പബ്ലിക് കമ്പനി ആണെങ്കിൽ രണ്ട് ബോക്സ് വരയ്ക്കുക, ബേസസ് വരയ്ക്കുക, വൃത്തിയായിട്ട് കറസ്പോണ്ടിങ് എഴുതുക. മെമ്പർ എഴുതുമ്പോൾ ഇവിടെ മെമ്പർ എഴുതി വെക്കണം കേട്ടോ, വേറെ എഴുതി വെക്കരുത് കേട്ടോ. വായിക്കണ ആൾക്കാർക്ക് വെട്ടിട്ട് കളയും. അപ്പൊ നിങ്ങൾ അതനുസരിച്ച് കൃത്യമായിട്ട് നോക്കി ചെയ്യുന്നറിയാം. എന്നാലും നമ്മൾ എക്സാം എഴുതാൻ പോകുന്ന ആ ഒരു ടെൻഷൻ കൊണ്ട് പറയുന്നതാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും ഇന്നത്തെ 4 ചാപ്റ്റേഴ്സ് ഓക്കെ ആണെന്ന് കൈവശം കാണിച്ചേ. ഈ 4 ചാപ്റ്റേഴ്സ് നമ്മളിപ്പോ ചെയ്ത PDF നോട്ട്സ് നിങ്ങൾക്ക് അയച്ചു തരും. ഇത് നോക്കിയിട്ട് പഠിച്ചിട്ട് വരണം. സെറ്റ് അല്ലേ? അടുത്ത 16-ന് വരും, 16 ക്ലാസ് 16th വരുമ്പോഴേക്കും ഈ പോർഷൻ പഠിച്ചിട്ട് വരാം. ബാക്കി പോർഷൻ നമുക്ക് അപ്പൊ പഠിക്കാം. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മക്കൾക്ക് നിൽക്കാം, ലീവ് ചെയ്യാം. വീണ്ടും കാണുന്നവരെ ടാറ്റ ബൈ ബൈ. ഓക്കെ, ഗുഡ് നൈറ്റ്.